ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല സോൾട്ടിലായതുകൊണ്ട് പലരും പല ടൈമുകളാണല്ലോ ഈ ആയിരിക്കുന്നത്. കൃത്യാലയുടെ സമയത്തായിരുന്നാലും ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി നമ്മൾ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃത്യാലെ ഹല്ലേലൂയ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച പാസ്റ്റർ ഐസക് ജോൺ പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ലീഡ് ചെയ്ത പാസ്റ്റർ ഉമ്മൻ വർഗീസ് പാസ്റ്റർ അങ്കിൾ ഹല്ലേലൂയ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ആരാധന വർഷിപ്പ് ലീഡ് ചെയ്ത ആന്റി റാണി സിസ്റ്റർ സഹോദരി എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ദീപ സിസ്റ്റർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. എനിക്ക് അങ്ങനെ അറിയാവുന്ന ചില മുഖങ്ങളൊക്കെ ഉണ്ട് ഇതില്. പ്രത്യേകിച്ച് കർത്താവിലുപരിയായി ഹല്ലേലൂയ എനിക്കിങ്ങനെ ഒരു അവസരം എൻ്റെ കർത്താവ് എനിക്ക് തന്നതിനെ ഓർത്ത് അതിന് സർവശക്തനായ ദൈവത്തെ മാനവ മഹത്വം എല്ലാം എൻ്റെ കർത്താവിനെ അർപ്പിക്കുക. എനിക്കറിയാവുന്ന ചില മുഖങ്ങളൊക്കെ മെസ്സേജുകൾ കേട്ട ദാസന്മാരൊക്കെ ഇതിൽ ഇരിപ്പുണ്ട്. അവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് എന്നെ ഓർമ്മിപ്പിച്ച് ഉണർത്തി ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ച് സാക്ഷ്യത്തിലേക്കും വാക്യത്തിലേക്കും ഒക്കെ പരിശുദ്ധാത്മാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അപ്രകാരമായിരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 61:2 ആദ്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എളിയവരോട് സ്വതുവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമായും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹമേറിയ നിമിഷത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന കർത്താവേ, അപ്പയുടെ പാദപീഠത്തിൽ ആയിരിപ്പാ ഞങ്ങൾക്ക് ഭാഗ്യത്തിനായി നന്ദി കർത്താവേ. അപ്പാ ഞങ്ങൾ കേൾപ്പിച്ച ദൈവവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ്യക്തമായ ദൈവം ഇടപെടണം. ആദ്യം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളെ നടത്തുമാറാകണം. ദൈവം എന്താണോ ഞങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഏതെല്ലാം വിഷയത്തിന് നടുവിലായിരുന്നോ ജനമായിരിക്കുന്നതിന്മേലൊക്കെയും ദൈവത്തിന്റെ കരം കണ്ട് സന്തോഷിപ്പാൻ ആത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ, മാറ്റമില്ലാത്ത കർത്താവിന്റെ കരം ഞങ്ങളൊന്ന് കാണുവാൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കുവാൻ പോകുന്ന വൻ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ഈ നല്ല നിമിഷത്തെ ഓർത്ത് അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവരാജ്യം വെളിപ്പെടട്ടെ, ആ ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ, വിടുതലുകൾ വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ ഞങ്ങളുടെ നടുവിലിറങ്ങി കർത്താവെ ചില മേഖലകളിൽ ദൈവത്തിന്റെ മഹത്വമേ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുന്നവാൻ തക്കവണ്ണം ആ വചനം അതിന്റെ ശുശ്രൂഷ ചെയ്തെടുക്കത്തക്കവണ്ണം കർത്താവെ സ്വർഗ്ഗം സഹായിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. കാര്യങ്ങൾ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വം എടുക്കും. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എല്ലാവർക്കുള്ള സ്നേഹവന്ദനം. പ്രത്യേക ഐസക് പാസ്റ്റർ ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിനെ ആയിട്ട് ഹല്ലേലൂയ. എനിക്കത് കഴിഞ്ഞ ദിവസം സംസാരിപ്പാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതേ മക്കളെ, ഹല്ലേലൂയ. ഞാൻ വേറൊരു വാക്യം എടുത്ത് വെച്ചിരുന്നത്, പക്ഷെ രാവിലെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഈ വാക്യം പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ഈ കൊച്ചപ്പ പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അദ്ദേഹത്തിന്റെ മെസ്സേജ് ഒക്കെ കേൾപ്പാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം ഇപ്പോൾ 17 വർഷമായി. ഹല്ലേലൂയ. ഞാൻ ഹിന്ദു ദിവസം പറഞ്ഞതുപോലെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ രക്ഷയിൽ വരുന്നത്. 2008 ഞങ്ങളുടെ വിവാഹം. അല്ലെങ്കിൽ 2009 നവംബറിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചത്. ഞാൻ അവിടെ ഒന്നും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ആഗ്രഹിക്കുന്ന ആ ഒരു ചെറിയ സാക്ഷ്യം പാത്രം പറയാം. അല്ലെങ്കിൽ പറഞ്ഞ വചനത്തിലേക്ക് കടക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഇൻട്രൊഡക്ഷൻ ആദ്യ കാലഘട്ടം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് വലുതായിട്ടൊന്നും അങ്ങനെ പറയാനൊന്നും എനിക്കറിയത്തില്ല. തിരുവചനമാണേലും സാക്ഷി അല്ലെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് ആ തരുന്ന പ്രകാരം നിങ്ങളുമായിട്ട് വചനം ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കളെ, ഹല്ലേലൂയ. 2008 ഞങ്ങളുടെ വിവാഹം കഴിയുന്നു. 2009 നവംബറിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ അസാദി ചാനലിൽ കിടപ്പുണ്ട് ടെസ്റ്റ് മണി. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു മേഖലയായിരുന്നു ബെന്തിക്കോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുഞ്ഞിലെ മുതലേ ഞാൻ
ഈ എന്താ ഞാൻ ഈ ബന്ധുക്കോസുകാരെ കണ്ടിട്ട്, എന്താ വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു ബന്ധുക്കോസ് ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പാട്ട് പാടാനും ഇങ്ങനെ ഇങ്ങനെ ആ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങ് ഇഷ്ടമല്ല. അപ്പൊ എന്റെ ചിന്ത മുഴുവൻ ഇവര് വരുന്നു, പാട്ട് പാടുന്നു, പിന്നെ ആഹാരം കഴിച്ച്, അതൊക്കെ നമ്മൾ പറയുമായിരുന്നില്ല, കപ്പയും മീനും തിന്നണം, അങ്ങനെ പാട്ട് പാടണം, അങ്ങനെ ബന്ധുക്കോസിൽ ചേരണം. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ചിന്തകളൊക്കെ ആയിരുന്നു കുഞ്ഞിലെ എന്റെ മനസ്സിൽ. പിന്നെ ഞാനിങ്ങനെ ചില ഭവനങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. അങ്ങനെ അതൊക്കെ അങ്ങനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഇതായിരുന്നു ഈ ബെന്തിക്കോസ് എന്ന് പറയുന്നത്. എന്നാൽ എന്റെയൊക്കെ 2 സഹോദരന്മാരെ, മൂത്തൊരു സഹോദരനുണ്ട്, ഇളയൊരു സഹോദരൻ. എന്റെ മൂത്ത സഹോദരൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഹൈദരാബാദിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. വിവാഹത്തിന് മുമ്പായിരുന്നു. അതിന് വിവാഹമൊക്കെ കഴിഞ്ഞു. അത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ അതിനകത്ത് ഒത്തിരി എഗനിസ്റ്റ്, എന്റെ മൂത്ത ആങ്ങളൊക്കെ ഞാൻ ഒരുപാട് എഗനിസ്റ്റ് ആയിട്ട് നിന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞങ്ങൾ യമന്റെ ദേശത്തേക്ക് പോകുന്നു. യമന്റെ ദേശത്ത് വെച്ചാണ് ഞാനാണ് ആദ്യം യമനിൽ പോകുന്നത്. പിന്നെ എന്റെ പ്രിയപ്പെട്ടനെ കൊണ്ടുവരുന്നു. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ഞാൻ എവിടെ ചെന്നാലും ബന്ധുക്കോസുകാരുമായിട്ടുള്ള ഒരു താമസമാണെങ്കിലും എന്റെ ഡ്യൂട്ടിയിലാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും എല്ലാരും ബന്ധുക്കോസുകാരുടെ ഒരു ടച്ചാ എന്റെ ദൈവം എനിക്ക് തന്നിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ 2009 ഞാൻ സ്നാനപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. 7.5 വർഷക്കാലം, ഏകദേശം 7.5 വർഷക്കാലം ഞാൻ യമന്റെ ദേശത്തായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. അവിടെ വെച്ച് ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ, ഹിന്ദുവിൽ ഭക്തിയായിരുന്ന ഞാൻ, ഹല്ലേലൂയ, പൂർണ്ണ ഒരു വിശ്വാസിയായി മാറുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നാട്ടിന്റെ ദേശത്ത്, ചുനക്കര എന്ന് പറഞ്ഞ ദേശത്ത്, അമ്പലത്തിനോട് അടുത്ത ഒരു ഭവനം, 5ാമത്തെ വീടാണ് നമ്മുടെ വീട്. ചുനക്കര മഹാദേവർ ക്ഷേത്രത്തിന്റെ 5ാമത്തെ വീട്. ആ വീട് അവിടെ കല്യാണം കഴിച്ചതിൽ ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക്. അതായത് ഞാൻ ഭയങ്കര ഒരു ഭക്തയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറയുമായിരുന്നു കേട്ടോ, ഞാൻ ഹിന്ദുവിൽ വലിയൊരു ഭക്തയായിരുന്നു എന്ന്. ഹല്ലേലൂയ. എന്താ ഹിന്ദുവിലെ ഭക്തി എന്താണെന്ന് ദൈവം എനിക്ക് പറഞ്ഞു തന്നു. ഹല്ലേലൂയ. ഈ 7.5 വർഷക്കാലം ഞാൻ കർത്താവിന് യമന്റെ ദേശത്തായിരുന്നപ്പോൾ യഥാർത്ഥ ക്രിസ്തുവിനെ എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എനിക്ക് ദൈവം എന്റെ ജീവിതത്തിൽ കർത്താവ് എന്തിനായിട്ടാ എന്നെ വിളിച്ചതെന്നും, ഹല്ലേലൂയ, എന്നെ നമുക്കെല്ലാവർക്കും, ഞാൻ നോർമൽ ടോക്കിങ്ങിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വെച്ചാൽ എനിക്കിപ്പം ചർച്ചിലൊരു മെസ്സേജ് പറയണമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, എനിക്ക് ഒരു വചനം എടുത്ത് പറയാൻ പറ്റും. പക്ഷെ എനിക്കൊരു സാക്ഷ്യം പറയാൻ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പരിശുദ്ധാത്മാവ് തരുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാന് എനിക്ക് ഇത് എന്നോട് പറഞ്ഞു, കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ. ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കാനുണ്ടായ കാരണം, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായത് OT-യിൽ വെച്ച്. ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫാണ്. എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഞാൻ ആദ്യമായിട്ട്, എന്റെ ഹസ്ബൻഡ് അന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ ഭയങ്കര വെല്ലുവിളി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ബാത്റൂമിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ദൈവമാണെങ്കിൽ, അല്ല, എനിക്ക് അറിയാവുന്ന യേശു കർത്താവ് എന്ന് പറഞ്ഞാല് ഫോട്ടോയിൽ കാണുന്ന യേശു കർത്താവിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ആ യേശു കർത്താവിനെ ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പൊ നീ ദൈവമാണെങ്കിൽ ഈ തിയേറ്ററിൽ തന്നെ മാറ്റരുത്. എനിക്ക് തിയേറ്റർ വർക്ക് മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് വാർഡിൽ വർക്ക് ചെയ്യാൻ അറിയത്തില്ല. ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് അവിടുന്ന് എന്റെ കർത്താവ് തന്ന ഒരു വിടുതൽ, എന്റെ ഡ്യൂട്ടിയിലായിരുന്നു എനിക്ക് ആദ്യമായ ഒരു വിടുതൽ തരുന്നത്. എനിക്ക് പിന്നീട് ഡ്യൂട്ടി കിട്ടുന്നത്, എനിക്ക് ENT എനിക്ക് ഡ്യൂട്ടി വരുന്നത്. ഞാൻ ചെയ്തിരുന്ന ഹോസ്പിറ്റൽ, സന എന്ന് പറഞ്ഞ ഹോസ്പിറ്റലില് ഞാൻ 2.5 വർഷത്തോളം ENT-യിൽ മാത്രം വർക്ക് ചെയ്തു. നമുക്കെല്ലാം ഞാൻ പറഞ്ഞില്ല, ദൈവം എന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്റെ കുടുംബത്തെ ദൈവം കണ്ടപ്പോൾ, ദേശത്തിന്റെ മധ്യത്തിൽ ഞങ്ങളെ കണ്ടപ്പോൾ, ദൈവം തുടക്കത്തിൽ തന്നെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നത് ദൈവവചനമായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ ENT വർക്ക് ചെയ്യുമ്പോൾ, നമുക്ക് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഏത് ഹോസ്പിറ്റലും ENT ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 7:30 ഡ്യൂട്ടിക്ക് കയറിയാൽ ഞങ്ങൾക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി. എല്ലാവരും 2 മണി 2:30 ആവും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. പഞ്ചിങ് ഔട്ട് 2:30. പക്ഷെ ഞങ്ങൾക്ക് 1 മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാം. ഇതിനകത്ത് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ തിയേറ്ററിലെ ഓപ്പറേഷൻ, ഈ ENT കേസസ്. ബാക്കി മുഴുവൻ സമയം ഫ്രീയാ. ആ 2.5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോകുന്നു. എനിക്ക് മിനിസ്ട്രി കയറാൻ വേണ്ടി ഞാൻ നാട്ടിൽ വരുന്നു. പക്ഷെ എനിക്ക് മിനിസ്ട്രി കയറാൻ പറ്റിയില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ ഇതെല്ലാം ആസാദി കിടപ്പുണ്ട്, ഒരു ടെസ്റ്റ് മണികളെല്ലാം. 2.5 വർഷം ഞാൻ സന എന്ന് പറഞ്ഞ എന്റെ ദേശത്ത് വർക്ക് ചെയ്യുമ്പോൾ ENT വർക്ക് ചെയ്യുന്നു. അതിനുശേഷം നാട്ടിൽ വരുന്ന എക്സിറ്റ് അടിച്ച്, പക്ഷെ എനിക്ക് മിനിസ്ട്രി കിട്ടിയില്ല. ഞാൻ പ്രിയപ്പെട്ടവന്റെ വിസയ്ക്ക് തിരിച്ച് വീണ്ടും യമനിൽ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലിയില്ല. ഞാൻ ഹസ്ബൻഡ് വിസയിൽ തന്നെ നിൽക്കുമ്പോൾ, ആ ആഴ്ചയിൽ തന്നെ എന്റെ പ്രിയപ്പെട്ട വർക്ക് ചെയ്ത ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ഒരു കമ്പനിയിലാണ്. അവിടെ ഒരു ഡോക്ടർ വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് ഒരു സ്റ്റാഫിനെ വേണം. അപ്പം അങ്ങനെ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഞാൻ ആ സാറിന്റെ ക്ലിനിക്കിൽ ചെല്ലുന്ന, സാറിനെ ഇന്റർവ്യൂ എടുക്കുന്ന ENT OT-യിലേക്ക്. സാറിന്റെ ക്ലിനിക്ക് ENT-യാ. അപ്പൊ ENT ക്ലിനിക്ക് സാറിന് ഒരൊറ്റ സ്റ്റാഫിനെ വേണം, ബാക്കി മുഴുവൻ യമനികളുണ്ട്. സാറിനൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ വേണം. അങ്ങനെ സാറിന് നിനക്ക് ENT. അപ്പൊ എന്നെ ദൈവം
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ENT കേസ് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഭയങ്കര പ്രശ്നത്തിൽ ആ ഒരു പ്രതികൂലം വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല, യേശു നിത്യ ദൈവമാണെന്ന് അറിയത്തില്ല, ഏക രക്ഷകനാണെന്ന് അറിയത്തില്ല, യേശുവിൽ അല്ലാതെ ഒരു രക്ഷയില്ലെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ദൈവം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഏക സത്യ ദൈവം പിതാവ് ഉണ്ടെന്ന് ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. എനിക്ക് ഹിന്ദുവിൽ ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയാത്ത ഞാൻ ഏതോ ഒരു സാഹചര്യത്തിൽ, ഞാൻ പറയട്ടെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എഫേസ്യർ 2-ാം അധ്യായം, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിന്റെ ആകയാൽ കയ്യാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിന്റെ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് വായിച്ചാണ്ടി, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോടെ സമ്മതമില്ലാത്തവരും വാക്തത്വത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുകയും. ആമേൻ, ആമേൻ, ആമേൻ. അതാ ദൈവമക്കളെ, എനിക്ക് ഈ തിരുവചനം എനിക്കിഷ്ടം. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാന്. എങ്കിലും എന്റെ കർത്താവ്, ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാം വിളി മുന്നമേ ഉള്ള വിളിയ. ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ ദൈവത്തിൽ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നമ്മളെല്ലാം. കാലാകാലങ്ങളിൽ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചു. അതായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത്. ഹല്ലേലൂയ. ഞാൻ ഈ ബാത്റൂമിൽ കയറി നിന്ന് പ്രാർത്ഥിക്കും, വളരെ തകർന്ന ഒരു അനുഭവത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോഴും യേശു വിടിവിക്കുമെന്നോ, യേശു സത്യദൈവമാണ്, ഞാൻ വിചാരിച്ച ശിവനും പാർവതി അയ്യപ്പനും മുരുകനും പോലൊരു ദൈവം. ഹല്ലേലൂയ. അങ്ങനെ മാത്രം വിചാരിച്ച് ഞാൻ പറയും. പക്ഷെ എന്റെ ജീവിതത്തിൽ അവിടെ നിന്നായിരുന്നു ദൈവമക്കളെ എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കർത്താവ് തന്നത്. എനിക്ക് ENTOT എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്റെ ദൈവം എനിക്ക് ഓപ്പൺ ആക്കി തന്നു. ഹല്ലേലൂയ. അവിടെ ഞാൻ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ ക്ലിനിക്കിൽ എന്നെ എടുക്കുമ്പോൾ 8 മാസം ഞാൻ ആ ക്ലിനിക്കിൽ വർക്ക് ചെയ്തു. ക്ലിനിക്കിൽ വർക്ക് ചെയ്തപ്പോൾ കർത്താവ് എന്നെ കൊണ്ട് ENTOT കേസ് എല്ലാം എന്നെ പഠിപ്പിച്ചു, എല്ലാ ഇൻസ്ട്രുമെന്റ്. ആ ഡോക്ടർ അത് ഓൾറെഡി എന്നെ ദൈവം ചേച്ചിമാരുടെ കൂടിയിട്ട് ഈ സന എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, അവിടുത്തെ കുവൈറ്റിന്റെ ഹോസ്പിറ്റലായിരുന്നത്. പക്ഷെ പിന്നീട് അത് സനക്കാർ ഏറ്റെടുത്ത ഹോസ്പിറ്റലാണ്. അപ്പൊ കുവൈറ്റ് ഹോസ്പിറ്റലിനാണ് അറിയപ്പെടുന്നത് തന്നെ. ഇപ്പൊ നമ്മുടെ എമിനിൽ വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ട് ചോദിച്ചറിയാൻ പറ്റും. സന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കുവൈറ്റിലെ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൽ ചേച്ചിമാരുടെ കൂടെ ഇൻചാർജ്, പിന്നെ എന്റെ സഹോദരങ്ങൾ, അവരുടെ കൂടെ എല്ലാം ആയിട്ട് ഞാൻ ENT കേസ് നന്നായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലിനിക്കിൽ വരുന്നു, 8 മാസം ജോലി ചെയ്യുന്നു. അവിടെ എമിനി സ്റ്റാഫുകൾ അവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അവിടെ നിന്ന് ഞാൻ നന്നായിട്ട് കൂടുതലായിട്ട് സാറിനെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ENT മുഴുവൻ കാര്യങ്ങൾ പറയാൻ അറിയാം. അത്ര പോലും കർത്താവ് എന്നെ എന്ത് ചെയ്തു, ബലപ്പെടുത്തി എന്നെ ദൈവം ഒരു പ്രാഗൽഭ്യം തന്നു, പഠിപ്പിച്ചു. ഈ 8 മാസം കഴിയുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് ഈ മിനിസ്ട്രി ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഏജൻസി, ആ ഏജന്റ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, പ്രിയ, മിനിസ്ട്രിയിൽ ഒരു വേക്കൻസി ഉണ്ട്, പ്രിയക്ക് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സാറേ ഓൾറെഡി എന്റെ പ്രിയപ്പെട്ടവന്റെ ഡിപ്പെൻഡിങ് നിൽക്കുന്നത്, എനിക്ക് ചെല്ലാൻ പറ്റും, വിസ മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ മിനിസ്ട്രി ചെല്ലുന്നു. മിനിസ്ട്രി ഹോസ്പിറ്റലിൽ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. മിലിറ്ററി ചെല്ലുമ്പോൾ അവിടെ ബോർഡ് അവരുടെ രാവിലത്തെ ബോർഡ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ മുതിർമാര് എല്ലാം ഇങ്ങനെ ഇരിക്കുക. ദൈവമക്കളെ, ഞാൻ എന്റെ സൈഡ് പറയുകയാണെങ്കിൽ എനിക്കാണ് യാതൊരു യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. എനിക്ക് എന്റെ 2 ആങ്ങളമാരുണ്ട്, അവർ രണ്ടും നന്നായിട്ട് പഠിക്കുന്നവരാണ്. സ്കൂളിൽ തന്നെ ആണെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത്, എന്റെ മൂത്ത ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നീ ചെന്നിട്ട് പ്രിയയ്ക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം മാത്സ്. ഹല്ലേലൂയ. അവളെ ഇരുത്തി നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. അവൾ ഒത്തിരി പഠിക്കാൻ, എല്ലായിടത്തും പഠിക്കാൻ ഒത്തിരി ഹല്ലേലൂയ പിന്നോട്ടാ. അങ്ങനെ എന്റെ ആങ്ങളെ വീട്ടിൽ വരും, വഴക്കുണ്ടാക്കും, പ്രിയ പഠിക്കത്തില്ല, എനിക്ക് നാണക്കേടാ, ക്ലാസ്സിൽ എല്ലാവരുടെ മുന്നിൽ എന്നോട് ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കംപ്ലൈന്റ് വീട്ടിൽ വന്ന്. ഞാൻ ഹല്ലേലൂയ ദൈവമക്കളെ, എന്റെ ജീവിതത്തില് അത്രയും മുതിർമാർ, ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുകയായിരുന്നു, അത്രയും മുതിർന്നമാരുടെ നടുവിലിരുന്ന് ഇൻസ്ട്രുമെന്റ് എല്ലാം നിരത്തി വെച്ചിരിക്കുന്നു. അപ്പൊ എന്നോട് ചോദിക്കുന്നത് ENTയിലെ ക്വസ്റ്റ്യൻസാ, ഏതൊക്കെ ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ സിസ്റ്റം അറിയാമോ എന്ന്. അല്ലാതെ അവരൊന്നും ചോദിക്കുന്നില്ല, നോർമലായിട്ട് എന്നോട് ടോക്ക് ചെയ്യുക. ഹല്ലേലൂയ ദൈവമക്കളെ, കണ്ണടച്ച് ആ ഇൻസ്ട്രുമെന്റ് തപ്പി നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റും ആ ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന്. എത്ര ചെറിയ ഇൻസ്ട്രുമെന്റ് പോലും ഹല്ലേലൂയ പല മേഖലയിൽ നിന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം എന്നെ പഠിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പോഴൊന്നും ഞാൻ അറിയുന്നില്ല യേശു യഥാർത്ഥ ക്രിസ്തു ആരാണെന്നോ, എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല. എന്നാൽ ദൈവം എനിക്ക് അവിടെ ഹല്ലേലൂയ
അവിടെ എനിക്ക് ഒരു ഓപ്പണിംഗ് തന്നു. 4.5 വർഷക്കാലം ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിലെ ENT ഡ്യൂട്ടി വർക്ക് ചെയ്തു. ഈ സെയിം പറഞ്ഞതുപോലെ എനിക്ക് 5 അല്ലെ 6 മണിക്കൂർ ഡ്യൂട്ടി ചെയ്താൽ മതി. ഈ 6 മണിക്കൂറിനകത്ത് ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ. ബാക്കി മുഴുവൻ സമയം എന്റെ ജീവിതത്തിൽ എനിക്ക് ഫ്രീ ആ. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ ഞാൻ ഈ മിലിറ്ററി വെച്ചാണ് ഞാൻ കൂടുതലായിട്ടും ദൈവവചനം വായിപ്പാൻ ദൈവം എന്നെ സഹായിച്ചത്. ഞങ്ങള് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരു മീറ്റിംഗ് പോലും മുടങ്ങുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ചർച്ചിനോട് അടുത്തൊരു വീടെടുത്തു. ഇതെല്ലാം ഒരു ദൈവിക നമ്മൾ വായിച്ചത്. ഇപ്പോൾ തന്നെ ദൈവത്തെ അറിയാതിരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ ഇതിനോട് ഇതിനോട് യാതൊരു സംബന്ധവും ഇല്ലാത്ത നമ്മളെ അക്കാലത്ത് ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ല, ഒരു ഇതുമില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവും അന്നരവും ഇല്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നല്ലാതെ കൃപയാൽ അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയിട്ടില്ല. പക്ഷെ അത്രയും ഒന്നും കർത്താവിനെ കുറിച്ച് ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ വരുമ്പം അപ്പം പിന്നെ ഞാൻ കേസിന് ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ഇൻസ്ട്രുമെന്റ് പോലും കഴുകണ്ട. അവിടെ എമിനി സ്റ്റാഫ് ഉണ്ട്, അവരാണ് എന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വിടുന്നത്. എനിക്ക് അവിടെ ഇരുന്നാൽ മതി. അപ്പോഴൊക്കെ എനിക്ക് മറ്റൊന്നിലേക്കും എന്റെ ഹൃദയം പോകാതെ ഞാൻ കേൾക്കുന്ന വചനം വായിക്കാൻ ദൈവം എനിക്ക് ഒരു കൃപ തന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഹൃദയം എനിക്ക് ഓപ്പൺ ആക്കി തന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാനിങ്ങനെ സഭയിൽ നിന്ന് കേൾക്കുന്ന ദൈവവചനം വായിക്കും. ദാവീദിന്റെ പുസ്തകം, ശമൂവേലെ പ്രവാചകന്റെ കാര്യങ്ങള്, അല്ലെ ശലോമോൻ രാജാവ്, അങ്ങനെയുള്ള കഥകള്, പിന്നെ യേശുവിനെ കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം ഞാനിങ്ങനെ വായിക്കുമല്ലോ. അങ്ങനെ 7 വർഷക്കാലം യമനിലെ ദേശത്തായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഭൗതിക നന്മകളൊക്കെ കർത്താവ് തന്നു. ഹല്ലേലൂയ. ഒരു വീട്, അങ്ങനെ കട, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തന്നു. അവിടുന്ന് പ്രശ്നങ്ങളൊക്കെ പ്രതികൂലങ്ങളായപ്പോൾ 2015 ഞങ്ങൾ നാടിന്റെ ദേശത്തേക്ക് കടന്നു വന്നു. ഈ നാട്ടിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇടാൻ നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, നല്ല പ്രത്യേകിച്ച് വലിയ യമൻ എന്ന് പറയുമ്പോൾ വലിയ സാലറി അല്ല, എങ്കിലും അവിടുത്തെ സാലറി ഒരുമാതിരി നല്ല സാലറി ആയിരുന്നു എന്റെ സാലറി. ഹല്ലേലൂയ. മിലിറ്ററിയിലൊക്കെ വന്നപ്പോൾ പിന്നെ എന്റെ പ്രിയപ്പെട്ട ജോലി, ഇതെല്ലാം കർത്താവ് ഞങ്ങൾക്ക് തന്ന നന്മകളായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഞങ്ങൾ നാടിന്റെ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. എന്റെ സ്വർണ്ണമെല്ലാം ഊരി, കുഞ്ഞിന്റെ സ്വർണ്ണം പൂർണ്ണമായിട്ട് ആ വേർപാടിൽ വന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഈ 2015 ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഹല്ലേലൂയ അതിന് തൊട്ട് മുമ്പിലുള്ള ആ 2014 വീടിന്റെ ഹൗസ് വാമിംഗ് നടത്തി ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കടമ. ഞങ്ങൾ ഹൗസ് വാമിംഗ് ഒറ്റ വർഷം കൊണ്ട് വീട് ഫിനിഷ് ചെയ്തു. പക്ഷെ ഈ വീട് ഹൗസ് വാമിംഗ് നടത്താൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ നാട്ടിൽ വരുന്നത്. ചേട്ടനെ കാണാനും, ചേട്ടൻ കത്തല, ചേട്ടൻ വരുന്ന വെക്കേഷൻ ഞങ്ങൾ വരുന്നു. പക്ഷെ എല്ലാവരും കൂടെ സഹായിച്ച് ഞങ്ങൾ ആ വീട് ഫിനിഷ് താഴെ ഒന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കയറി. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റാതെ പോലെ 4 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പിന്നെയും ഈ 2014 ഡിസംബറിലാണ് ഞങ്ങളുടെ ഹൗസ് വാമിങ്. 2015 അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ ഞങ്ങൾ പിന്നെയും തിരിച്ച് നാട്ടുദേശത്തേക്ക് വരികയാണ്. എല്ലാം നഷ്ടപ്പെട്ടതായി, നല്ലൊരു ഡ്രസ് ഇല്ലാതെ ഹല്ലേലൂയ, കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ എവന്റെ ദേശത്ത് ഞങ്ങൾ തിരിച്ചു മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ അതിനു മുമ്പേ ഈ ദേശം മുഴുവൻ അറിഞ്ഞിരുന്നു ഞങ്ങൾ ഈ ബെന്തിക്കോസിലായി എന്നുള്ളത്. ഹല്ലേലൂയ. ദേശത്ത് വന്നപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റിയ ഒരു വാക്ക്, ചുനക്കര മഹാദേവന്റെ ശാപമാണ് ഞങ്ങൾക്ക്. ഞാനുണ്ട്, മോളുണ്ട്, 2.5 വയസ്സുള്ള അന്ന് മോൾക്ക് ഹല്ലേലൂയ ഏകദേശം അവള് LKG പഠിക്കുന്ന പ്രായമാണ്. 3.5-4 വയസ്സുണ്ട്. ഹല്ലേലൂയ. അന്നേരം എല്ലാവരും പറഞ്ഞൊരു കാര്യം, ചുനക്കര മഹാദേവന്റെ ശാപമാണ് ഞങ്ങൾക്ക്. മഹാദേവൻ ഇത്രയും ദേശത്ത് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഈ ഹൗസ് വാമിംഗ് നടക്കുമ്പോഴാണ് ഇവർ അറിയുന്നത് ഞങ്ങൾ ബെന്തിക്കോസിലാണെന്നുള്ള വിവരം. പൂർണ്ണമായിട്ട് കുടുംബത്തിനും ഞങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് പോലും കുടുംബക്കാർക്ക് അറിയാൻ പറ്റുന്നത്. ഇവർക്ക് അറിയത്തില്ല. ഇവര് യേശുവിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല വീട്ടില്. അവര് പറയുന്നത്, അവര് നേരത്തെ വിചാരിച്ച് ഞങ്ങൾ സ്വർണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്വർണ്ണമൊക്കെ ഊരുന്നത്. അല്ലെങ്കിൽ അന്നേരം ഇവരെല്ലാം ചിന്തിച്ചിരുന്നത് ഞങ്ങൾ ഈ അമ്പലത്തിലൊന്നും പോകുന്നില്ല, ശിവനും പാറും ഒത്തിരി 30 കോടി ദൈവങ്ങളുണ്ടല്ലോ ഹിന്ദുക്കൾക്ക്, അതിലൊരു ദൈവം മാത്രമാണ് യേശുക്രിസ്തു എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയായിരുന്നു ദൈവമക്കളെ ഇവർക്ക്. എന്നാൽ ഞങ്ങൾ ഹൗസ് വാമിങ്ങിന്റെ ടൈമിൽ ഞങ്ങൾ ഉറച്ചു നിൽപ്പാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ ഈ ദേവാസന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, ഗണപതി ഹോമം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ വേണ്ട. അങ്ങനെ ഞങ്ങൾ ഉറപ്പോടെ നിന്നപ്പോൾ അല്ലെങ്കിൽ ഇവരെല്ലാം ഞങ്ങൾക്കെതിരായി, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ അവർ ഞങ്ങളെ സമ്മതിച്ചു. വീട്ടിലൊരു ഹൗസ് വാമിങ് ദേവാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു. വെളുപ്പിന് അവർ പറഞ്ഞു 6 മണിക്ക് മുമ്പേ പ്രാർത്ഥിച്ചിട്ട് പോകണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവരും പിണങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. അന്ന് വീട് മൊത്തം ചേട്ടൻ വന്ന് അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ യമനിൽ പോകുന്നത്. അവിടെ ചെന്നൊരു 4 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഞങ്ങൾ നാട്ടിൽ വരുന്നു. നാട്ടിൽ വരുമ്പോൾ എൻ്റെ മോടെ സ്വർണ്ണമല്ല ഞങ്ങൾ അന്നേരം ഞങ്ങളങ്ങ് ഊരിയായിരുന്നു, സ്വർണ്ണം അങ്ങ് ഊരിയായിരുന്നു. പക്ഷെ ഇതുകൂടെ കണ്ടപ്പോഴത്തെ നാട്ടുകാരും വീട്ടുകാർക്കും എല്ലാം ഭയങ്കര പ്രശ്നങ്ങളായി. ചുരുക്കം പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞ ദേശത്തിന്റെ ശാപമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ നിൽക്കുന്ന പോലും ആ ദേശത്തിന് ശാപമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ വീടാണെങ്കിൽ ഓടിട്ട വീടാ. ഓടിട്ട അങ്ങനത്തെ ഒരു വീടാ. എന്നെ കെട്ടിച്ച വീട് ഓടും
ആസ്പെറ്റോസും ഒക്കെ ഇട്ട ഒരു വീട്, പഴയ വീട്, അങ്ങനത്തെ ഒരു വീട്. എന്റെ വീട് ഒത്തിരി കൊതിച്ചത് ഒരു വാർത്ത വീട്ടിൽ അല്ലെങ്കിൽ ജീവിക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ച് ഈ വീട് ഹൗസ് വാമിങ് നടത്തിയ ആ വീട് താമസം മാറിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യമനിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വീട്ടിൽ ഞാൻ പോയി താമസിക്കാൻ. എൻ്റെ ഒരു ആഗ്രഹം, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ദൈവമക്കളെ, ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ മടങ്ങി വരുമ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുപോലെ എനിക്ക് ആ ഒരു പ്രാർത്ഥന മാറി, ദൈവമക്കളുമായിട്ടുള്ള ബന്ധം വിട്ടു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യേശുവിനെ അതുവരെ അറിയാത്ത ഞാൻ ആദ്യമായി ആഗ്രഹിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ഒരു റൂം മാത്രം മതി, പ്രാർത്ഥിച്ചാൽ മതി, മറ്റൊന്നും വേണ്ട, ഇനി ഇന്ന വേണ്ട, എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഒരുപാട് കരയാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ അകത്തെ റൂമിനൊന്നും കഥ കിട്ടിട്ടില്ല. അങ്ങനെ റൂമിലിരിക്കും, ഒരു കീറിയ ബൈബിൾ, അന്ന് എൻ്റെ ബൈബിൾ എനിക്ക് ആ ഒരു പാസ്റ്റങ്ങൾ തന്ന ബൈബിളായിരുന്നു. അല്ലെങ്കിൽ ആ ബൈബിൾ എടുത്ത് വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് പേജുകളൊന്നും അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലുതായിട്ടൊന്നും കർത്താവിനെ അങ്ങനെ അറിയത്തില്ല. കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് ഒരു റൂം മതി. അപ്പൊ ഇങ്ങനെ ഈ 2 നില വീടോ ഇത്ര വലിയ റൂമുകളൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഒരു സമാധാനമില്ല. ദേശത്തിന്റെ ശാപമാന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് ഒരു റൂം മതി, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവനും കുഞ്ഞിനുമായിട്ട്. ഇത്രയൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല കേട്ടോ, ഹാലേലിയ. എന്നാൽ ദൈവമക്കളെ, കടന്നുപോയ ചർച്ചിലെ ദൈവദാസന്മാര്, ദൈവമക്കളെ, ഹാലേലിയ, എന്റെ കൂടെ ആയിരുന്ന സഹോദരിമാര്, അവരൊക്കെ എന്റെ ജീവിതത്തിൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഹാലേലിയ. കർത്താവിന്റെ മുന്നമേ ഉള്ള വിളി ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ദൈവം ഞങ്ങൾക്ക് കൂട്ടി യോജിപ്പിച്ച് തന്നത്, ചേർത്ത് നിർത്തുന്നവരായിരുന്നു. ഹാലേലിയ. ഇതുവരെയുള്ള നിലനിൽപ്പ് അനേക ദൈവദാസന്മാരുടെ കൈത്താങ്ങായിരുന്നു എന്ന്, ഹാലേലി, ഞാനിപ്പോൾ ഇവിടെ ദൈവത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാ. ഹാലേലിയ. അങ്ങനെ ആ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. ഡൽഹിയുടെ ദേശത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ആദ്യം പോയിരുന്നു. അവൾ മുഖാന്തരം വേറെ പാസ്റ്റർ ജിജു എന്ന് പറഞ്ഞ പാസ്റ്റർ ഞങ്ങളെ വിളിക്കുകയും അവരുടെ സഭയിൽ നിന്ന് പോകുന്ന ഒരു ദൈവാസൻ, അവർക്കൊരു കുഞ്ഞു റൂമായിരുന്നു, ഒരൊറ്റ റൂം. ഹാലേലിയ. ആ റൂമിലേക്ക് ഹാലേലി വരാമെന്ന് ചോദിക്കാൻ, ചെറിയ റെന്റ്. ഹാലേലിയ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, വരാം, നമുക്ക് പൈസ ഒന്നും ഇല്ലല്ലോ കയ്യില്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയുടെ ദേശത്ത് പോകുന്നു. എന്റെ പ്രിയപ്പെട്ട 1 വർഷക്കാലം ജോലിയൊന്നും ഇല്ലാതെ അവിടെ ഈ കോൾ സെന്ററിൽ വർക്ക് ചെയ്ത്, എന്റെ പ്രിയപ്പെട്ടൻ ചെയ്യാത്ത ജോലിയില്ല, ഒരു പേഷ്യന്റിനെ ഒന്നും നോക്കിയുള്ള പരിചയമില്ലെങ്കിലും അങ്ങനെയുള്ള പേഷ്യൻസിനെ രാത്രി പോയി നോക്കും. ഭയങ്കരമായ ഒരു കടമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ചേട്ടൻ ചോദിച്ചു, നീ മടങ്ങി വരാമെങ്കിൽ നിനക്ക് ഖത്തറിൽ ജോലി മേടിച്ചു തരാമെന്ന്. ഹാലേലിയ. എന്റെ പ്രിയപ്പെട്ടൻ പറഞ്ഞില്ല, യേശുവിനെ വിട്ട് ഞാൻ വരത്തില്ല എന്ന്. ഹാലേലിയ. അതൊക്കെ ഒരു വലിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് നിൽക്കാനുള്ള ടൈം ഇല്ല. ഹാലേലിയ. അങ്ങനെ ഞങ്ങൾ ഈ ഡൽഹിയിൽ വരുന്നു. എന്റെ പ്രിയപ്പെട്ട ഒരു 1.25 വർഷത്തിന് ശേഷം ഈ കുവൈന്റെ ദേശത്തേക്ക് കടന്നു വരുന്നു. ഞാൻ ഡൽഹിയിൽ തന്നെ, എനിക്ക് ഹിന്ദി അറിയത്തില്ല. കുഞ്ഞാനിന്റെ മോള് 4-4.5 വയസ്സേ ഉള്ളൂ. അതിന്റെ നടുവിലെല്ലാം ഞാൻ ആദ്യമായിട്ട് കർത്താവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്കറിയാലോ, നോർത്ത് ഇന്ത്യയിലെ ചർച്ച അറിയാലോ. അല്ലെങ്കിൽ അങ്ങനെ ആ പാവങ്ങളോട് കൂടെ ഇരുന്ന് ആദ്യമായിട്ട് അത് കുവൈറ്റ് എന്നൊക്കെ അല്ല, യമൻ എന്നൊക്കെ പറയുമ്പോൾ പൈസയൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഒക്കെ ഒരു ഇത്, ഈ നോർത്ത് ഇന്ത്യ വന്നപ്പോൾ അങ്ങനെ ഒരു ഇതുമില്ലാത്ത ആ ദൈവമക്കളോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ 5 വർഷക്കാലം ദൈവം എന്നെ സഹായിച്ചു. ദൈവമക്കൾ അവിടെയും പ്രാർത്ഥനയായിട്ടൊക്കെ പോയി കടങ്ങളൊക്കെ വീടി. ഈ 2020-21 ആ കാലഘട്ടത്തിൽ, കൊറോണയുടെ ആരംഭത്തിൽ, ഹാലേലിയ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഡൽഹിയിലായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡൽഹിയിൽ ആദ്യം ചെന്നപ്പോഴേ എനിക്ക് ഡ്യൂട്ടി കിട്ടി. പിന്നെ അങ്ങനെ ഞാനിങ്ങനെ 2020-21 കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ഹാലേലിയ. ഭവനത്തിൽ വലിയ, അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പ്രാവശ്യം നാട്ടിൽ വന്നത്, പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ പോകാൻ ആഗ്രഹിച്ചില്ല. അതുപോലെ ഞാൻ ഈ ചൊനക്കര എന്ന് പറഞ്ഞ ദേശത്ത് ഞാൻ ആഗ്രഹിച്ചതേ ഇല്ല. കല്യാണത്തിന് ശേഷം ഞാൻ ഒരുപാട് പേരോടും എന്റെ ഒരു വലിയൊരു ഇതായിരുന്നു, ഞാൻ ചൊനക്കര വിവാഹം കഴിച്ചു, അമ്പലത്തിനോട് അടുത്ത വീട്ടിൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അതുപോലെ ഒരു പറ്റിയായിരുന്നുകൊണ്ട് അങ്ങനെ വലിയൊരു പ്രൗഡായിരുന്നു എന്റെ ജീവിതത്തിൽ. എന്നാൽ ഹാലേലിയ, 2020-21 വർഷക്കാലം 15-ന് ശേഷം ഈ ചൊനക്കര ദേശം ഞാൻ വെറുത്തു. ഹാലേലിയ. എന്നെ ശാപം പറഞ്ഞ ദേശത്ത് എനിക്ക് പോകണ്ട എന്നുള്ള ഒരു വലിയൊരു നിലപാടിലേക്ക് ഞാൻ മാറി. ദൈവമക്കളെ, ഹാലേലിയ. എന്നാൽ 2020-21 ദൈവം എന്നെ ഒരു ദർശനം കാണിക്കുവാൻ ഇട വന്നു. എന്റെ കുടുംബത്തില് ഹാലേലിയ, എന്റെ പ്രിയപ്പെട്ട എന്റെ അമ്മയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പ്രതികൂലം. എന്താന്ന് വെച്ചാൽ അമ്മ വലിയൊരു ഭക്തയാണ്. ഭക്ത എന്ന് പറഞ്ഞാൽ ആ ചൊനക്കരയിലെ മഹാദേവന്റെ അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു രീതിയിൽ ഹാലേലിയ കുടുംബമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്താണെന്ന് പറയുകയാണെങ്കിൽ 2 സർപ്പക്കാവും, ഹല്ലേലൂയ, അച്ഛന്റെ കുരിശാല, അച്ഛനെ അടക്കിയ സ്ഥലം, ഒരു പൈശാചികമായ ഒരു പാരമ്പര്യത്തിന്റെ കെട്ടി നിൽക്കുന്ന ഒരു ഭവനം. ഹല്ലേലൂയ. ആ ഭവനത്തില് അച്ഛനും അമ്മയും എല്ലാം പൂജാരിമാരും പോറ്റിമാരും എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവൻ ഒരു പോറ്റിയും പൂജാരിയും ഒക്കെ ആയിരുന്നു. ദൈവം അതിനൊക്കെ വെടിവെച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ. 2021 ദൈവം എന്നെ ആ ഒരു കാഴ്ച കാണിക്കുമ്പോൾ എന്റെ അമ്മ രക്ഷയിൽ, അമ്മയെ ഞാൻ ശുശ്രൂഷിക്കുന്നതും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിനോട് കുറച്ച് മാറി 1 ലക്ഷം വീട് ഏറിയ അവിടുന്ന് 2 സഹോദരിമാര് വരുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അപ്പൊ ദൈവം എന്നെ ഈ ഒരു കാര്യം കാണിക്കുമ്പോൾ എന്റെ ചിന്ത മുഴുവൻ ഹാലേലിയ, ഈ കൊറോണ ആയതുകൊണ്ട് കർത്താവിന്റെ വരവായി ഈ സഹോദരിമാർ ഇവര് 3 പേരെയും എനിക്ക് ദൈവം കിട്ടും. അപ്പൊ എനിക്ക് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്,
ഈ 5 വർഷം ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല 7.5 വർഷക്കാലം ഇരുന്ന് ഈ ദൈവവചനം വായിക്കും. ഒരു പൊട്ടിയെ പോലെ ഇരുന്ന് ചേച്ചിമാരെല്ലാം കാര്യം പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഈ ഇവരോടൊക്കെ ഇരുന്ന് കാര്യവും പറഞ്ഞ് തമാശയൊക്കെ പറയുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ദൈവമക്കളെ, ഞാൻ അവരിൽ നിന്നെല്ലാം മാറിയിരുന്ന OT-യിൽ ഞാൻ എവിടെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴെല്ലാം ഈ തിരുവചനം എന്റെ കൈ കാണും. ഞാൻ മാറിപ്പോരുന്ന വചനം വായിക്കും. ആരും എന്നെ ഒന്നും അപ്പൊ എല്ലാരും കളിയാക്കുമോ, പ്രിയ താണ്ട ഹിന്ദു ആയതാണ്ട് ബെന്തിക്കോസ് ഇവക്ക് ഇപ്പം ബൈബിളേ ഉള്ളെന്ന്. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു ദൈവം എന്തിനായിട്ടാ എന്നെ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ട്രെയിൻ ചെയ്യുന്ന എന്തിനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ദൈവമക്കളെ. അല്ല ഈ പ്രശ്നത്തിലും പ്രതികൂലത്തിലും ഈ 5 വർഷക്കാലം ഞാൻ വരുമ്പോൾ ഈ ദൈവവചനം എനിക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നത് പോലെ എന്റെ പ്രശ്നത്തിൽ എനിക്ക് 2 സഹോദരന്മാരാ ഹല്ലേലൂയ, അവരുടെ വായിൽ നിന്നുള്ള ഓരോ അവരിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരികയുണ്ടായി വീടിന്റെ ഹൗസ് വാമിങ്ങിന്. അവരിൽ നിന്ന് ഒരുപാട് നിന്ദകൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഒറ്റപ്പെടലുകൾ കേൾക്കുമ്പോൾ ദേശത്തിന്റെ മധ്യത്തിൽ അങ്ങനെയൊക്കെ ഒരു ഒറ്റപ്പെടൽ കേട്ടപ്പോൾ ഈ ദൈവവചനം ഞങ്ങളെ നിർത്തുവാൻ ദൈവം സഹായിച്ചു. ഈ വചനം എന്നോട് സംസാരിപ്പാൻ, ഈ വചനം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രൊജക്ട് ദൈവവചനം പറയുന്നത് എന്തെന്നറിയാമോ? ഞാൻ പറയുന്നൊരു കാര്യം, പഴയ നിയമം വരുമ്പോൾ നമുക്ക് 630 കൽപ്പനകൾ അല്ലെ അതിലുപരിയായ കൽപ്പനകൾ ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് തരാൻ. ഹല്ലേലൂയ, പ്രമാണങ്ങൾ ന്യായപ്രമാണത്തിലുണ്ട് അല്ലെങ്കിൽ അത് 10ആയിട്ട് വളരെ ക്രോഡീകരിച്ചുള്ള 10 കൽപ്പനകൾ. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ ദൈവവചനം പറയുന്നു, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമെന്ന്. യെഹെസ്കേലിന്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാ, ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കും, നിർമ്മല ജലം തളിക്കും, ഞാൻ നിങ്ങളെ നിർമ്മലീകരിച്ചിട്ട് എന്റെ വചനം ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, ഞാൻ നിങ്ങളെ എന്റെ പാത അനുഷ്ഠിക്കുമാറും ആക്കുമെന്ന് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ പുതിയ നിയമം വരുമ്പോൾ ഈ വചനം മുഴുവൻ എഴുതപ്പെട്ടിരിക്കും നമ്മുടെ ഹൃദയത്തിലാ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ തിരുവചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അപ്പൊ ഹബക്കൂക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഓടിച്ചിട്ട് വായിക്കേണ്ടതിന് നിങ്ങളുടെ ദർശനം വലിയ അക്ഷരത്തിൽ എഴുതി വെക്കാൻ. ഹല്ലേലൂയ, ഇതെല്ലാം എഴുതപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ദൈവമക്കളെ. ഹല്ലേലൂയ, എന്റെ പ്രശ്നത്തിലും പ്രതികൂലത്തിലും എല്ലാം ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കാൻ ഏറ്റവും മണ്ടിയായിരുന്നു. ഹല്ലേലൂയ, എന്നാൽ ഈ തിരുവചനം ജീവന്റെ വചനമാണെന്ന് ഹല്ലേലൂയ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. കാര്യം, ഞാൻ ഈ വായിച്ച വചനങ്ങളെല്ലാം എന്റെ പ്രതികൂലത്തിൽ എന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട വചനം. ഞാൻ ഒറ്റപ്പെട്ട് ഞാൻ ഡൽഹിയില് എന്റെ പ്രിയപ്പെട്ട കുവൈറ്റ് വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടനാണെങ്കിലും ഇവിടെ 6 മാസത്തോളം ജോലി ഇല്ലാതെ വിസ അടിക്കാൻ കഴിയാതെ ഒരു റൂമിൽ മാത്രം ഇരിക്കുക. ഇങ്ങനെ ഭയങ്കര പ്രതികൂലമാ, നാട്ടിലെ കടമാണ്. അങ്ങനെയാണ് നമ്മൾ കയറി വരുന്നത് കുവൈറ്റിൽ. ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്ന സഹോദരി ചതിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അവരെ സിറ്റുവേഷൻ കൊണ്ട് അവരെ പൈസ എടുത്ത് മറിച്ചു. പ്രിയപ്പെട്ട ജോലിയില്ലാതെ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയായിട്ട് റൂമിൽ ഇരിക്കുമ്പോൾ ഞാനും കുഞ്ഞും നാട്ടിൽ, എനിക്കാണെങ്കിൽ ഡൽഹിയിൽ, എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഞാൻ പോകുന്ന ഡ്യൂട്ടിയിൽ ഭയങ്കര പ്രശ്നങ്ങള്, അവിടെ എനിക്ക് എഗനിസ്റ്റ് ആയിട്ട് ആൾക്കാർ, അങ്ങനെ വളരെ പ്രതികൂലത്തിൽ കടന്നു പോകുമ്പോൾ ദൈവമക്കളെ ഈ ദൈവത്തിന്റെ വചനം എന്നെ ആശ്വസിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ, ഞാൻ വായിച്ച വചനങ്ങളെല്ലാം ഹല്ലേലൂയ എന്റെ പ്രതികൂലത്തിൽ എന്നെ ആ വചനം എന്നെ നടത്തുന്നതായിട്ട് കാണുവാൻ എന്നെ സഹായിച്ചു ദൈവമക്കളെ. ഹല്ലേലൂയ, അങ്ങനെ ഹല്ലേലൂയ ഞാൻ ദേശത്ത് വരാൻ ഈ ദർശനം എന്നെ കാണിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം എന്നോട് ഒത്തിരി വാക്യങ്ങളിലൂടെ ദൈവം എന്നെ സംസാരിക്കുവാൻ ഇട വന്നു. എനിക്ക് അതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലേഖനങ്ങളും ഹല്ലേലൂയ ലേഖനങ്ങളെ പറ്റി ഒന്നും എനിക്കറിയത്തില്ല, പ്രവാചകന്മാർ പറഞ്ഞ പുസ്തകത്തിലെ പ്രവചനങ്ങളെ പറ്റി ഒന്നും എനിക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിക്കാൻ ഇട വന്നപ്പോൾ ഹല്ലേലൂയ ഈ പ്രവചനത്തിൽ നിന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നത് എവിടെ, പക്ഷെ ചർച്ചകളിൽ നിന്നൊക്കെ കേട്ടതായിരിക്കാം. ഹല്ലേലൂയ, ദൈവവചനം ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ഈ വചനം ഇങ്ങനെ വരും. എനിക്കത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറയാറില്ല. പക്ഷെ ഞാൻ ആരോടെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ റെഫറൻസ് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചോ തിരുവചനം ഇങ്ങനെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു വചനമാണ്. പാഴും ശൂന്യമായി കിടന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയിത്തീരും. ദേശത്ത് കൃഷി നടക്കും. ദേശത്ത് ഞാൻ ഹല്ലേലൂയ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ ജനത്തെ ഞാൻ പാർപ്പിക്കുമെന്ന് ഹല്ലേലൂയ ഈ ഒരു തിരുവചനം എന്നോട് സംസാരിച്ചു. ഈ ദർശനം കാണിച്ചതിന് ശേഷം ഹല്ലേലൂയ അതോടൊപ്പം തന്നെ ഹല്ലേലൂയ യോശുവയുടെ പുസ്തകത്തിൽ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, എഫ്രൈമിനും മനശ്ശെക്കും കൊടുത്തത് ഞാൻ മലനാടാ. ഹല്ലേലൂയ, അവിടെ അവിടെ കാടേറിയകളാ, നിങ്ങൾ അതിനെ വെട്ടിത്തെളിക്കണം. ഹല്ലേലൂയ, അവിടെ കനാന്യരുണ്ട്, അവർക്ക് ഇരുമ്പ് രഥങ്ങളുണ്ട്. ഞാൻ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല, പക്ഷെ എനിക്കെന്തോ അതൊക്കെ കയറി വരുന്നു. ഹല്ലേലൂയ, ഇരുമ്പ് രഥങ്ങളുണ്ട്. ഹല്ലേലൂയ, അവര് ബലവാന്മാർ, അവർ ശക്തന്മാർ, അവർക്ക് ഇരുമ്പ് രഥങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ നീക്കി കളയുമെന്ന്. ഹല്ലേലൂയ, ഞാൻ അവിടെ കടന്നു പോകുന്ന ദേവദാസനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് നാട്ടിൽ പോകണം. പാസ്റ്റർ പറഞ്ഞു, പറ്റത്തില്ല പ്രിയ, ഇപ്പോൾ കൊറോണയുടെ സമയം, നിനക്ക് പോയി കഴിഞ്ഞാൽ നീ ലോത്തിനെ പോലെ ആയിപ്പോവും. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഇവിടെ ഈ സ്നേഹവും നന്മയൊക്കെ കണ്ടു നിന്നാൽ നീ ലോത്തിന്റെ ഭാര്യയെ പോലെ ആവുമെന്ന്. അങ്ങനെ ദൈവം എന്നോട്
വ്യക്തിപരമായിട്ട് ദൈവവചനം സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ എല്ലാവരും പറയുന്നത് കേൾക്കാതെ എന്റെ പ്രിയപ്പെട്ടവൻ ചോദിക്കുമ്പോഴും പ്രിയപ്പെട്ടവൻ പറഞ്ഞ പ്രിയ നീ നാട്ടിൽ പോയ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു സാർ ഞാൻ നാട്ടിൽ വരുന്നു. ഹല്ലേലൂയ. നാട്ടിൽ വരുമ്പോൾ എനിക്കെല്ലാം പിന്നെയും പ്രതികൂലം. പക്ഷെ ഇത് ഭയങ്കര ദൈവസ്നേഹം എന്നില്ല. ഹല്ലേലൂയ. എനിക്ക് ഇവരെ നേടാൻ പറ്റും. കൊറോണ കർത്താവ് ഹല്ലേലൂയ കർത്താവിന്റെ വരവാ ഇങ്ങനെയൊക്കെയുള്ള ആ വലിയൊരു കൺസെപ്റ്റ് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നിട്ട് ഹല്ലേലൂയ ഞാനിങ്ങനെ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് എല്ലാം പ്രത്യേകിച്ച് ഞാൻ വീട്ടിലെല്ലാവർക്കും മനസ്സിലായി എന്റെ ഹസ്ബൻഡും പൈസയൊക്കെ ഉണ്ട്. അല്ലെ കടങ്ങളൊക്കെ വീടി ഇതൊന്നും അവർക്ക് വിഷയമല്ല. അവരുടെ മുന്നിൽ നാണ്ട ദേശത്ത് ഞാൻ ഭയങ്കര ഒരു നാണക്കേടായിട്ട് തന്നെ നിൽക്കുക. ഞാനും മോളും. അപ്പൊ നമ്മൾ ഈ സ്വർണ്ണമൊക്കെ വരുമ്പോൾ അവിടെ ആ ദേശക്കാർക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നത്തില്ലല്ലോ, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും. അങ്ങനെ ദൈവമക്കളെ ഞാൻ നാട്ടിൽ വന്നു. അവിടെ എല്ലാം ഒറ്റപ്പെട്ടു. പക്ഷെ എന്റെ സ്ഥിതികൾക്കെല്ലാം ദൈവം മാറ്റം വരുത്തി. വ്യക്തി അവിടെ വെച്ചാണ് ദൈവമക്കളെ യഥാർത്ഥ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നത്. ഹല്ലേലൂയ. അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കർത്താവ് പറഞ്ഞിട്ടില്ലേ, മരുഭൂമിയിൽ ഞാൻ നിന്നെ കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഈ 2 വർഷക്കാലം ഹല്ലേലൂയ 2020-21 ഹല്ലേലൂയ 2022 പകുതി ആ ടൈമിൽ ഈ 2 വർഷക്കാലം ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു. ഹല്ലേലൂയ. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി ഹല്ലേലൂയ ഒരു മനുഷ്യനുമല്ല ബലവാൻ ലാസറേക്കെതിരെക്കാൾ യഹോവയില്ല. ഒറ്റപ്പെടല് എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും ഞാൻ നിങ്ങൾ ഈ സൂമിന്റെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ സൂമിന്റെ മുന്നിൽ നിന്നയിലും പരിഹാസലും കരഞ്ഞും നിലവിളിച്ചും ഞരങ്ങിയും ഹല്ലേലൂയ ഒക്കെയും ഒരു റൂമിൽ തന്നെ കഴിച്ചു കൂട്ടി എന്റെ ജീവിതം. ഹല്ലേലൂയ പുറത്തിറങ്ങുവാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല ഞാൻ പുറത്തിറങ്ങാൻ. ഞാൻ വലിയ ദർശനമൊക്കെ കണ്ടു വന്നത്. പക്ഷെ എന്തായി തീരുമെന്നൊന്നും മരുഭൂമി പോലുള്ള അനുഭവം. ഞാൻ എങ്ങനെ വിതയ്ക്കും, ഞാൻ എങ്ങനെ സുവിശേഷം പറയും എന്നൊക്കെ കടന്നുപോയ സാഹചര്യങ്ങൾ ദൈവമക്കളെ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുടുംബം അങ്ങനെ ഒരു ഭവനത്തിൽ ഒരു കുടുംബം പൊളിച്ചിട്ട് ഞങ്ങളുടെ കുടുംബം പൊളിച്ചിട്ടാണ് ഞങ്ങൾ വീട് വെക്കുന്നത്. ഒത്തിരി ഫോട്ടോകളും നിലവിളക്കൊക്കെ നിറഞ്ഞിരുന്ന ആ വീട്ടിലെ ഞങ്ങൾ പോയി 30 ദിവസം ക്വാറന്റൈൻ ആയിരുന്നു ഞാനും മോളും. ഈ വിളക്കും ഈ ഫോട്ടോകളെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വീടിന്റെ പണി വന്നപ്പോൾ പണിക്കാർ തന്നെ എല്ലാം എടുത്തു മാറ്റി. അതിൽ പിന്നെ ഇന്ന് വരെ ആ വീടിനകത്ത് അത് കയറിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഹിന്ദുവിന്റെ പശ്ചാത്തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവം എടുത്തു മാറ്റി. എന്നോട് ദൈവാത്മാവ് അവിടെ ചെന്നപ്പോൾ തന്ന ഒരു വചനമായിരുന്നു, ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവം തരുന്ന വചനങ്ങളെല്ലാം ഞാൻ ആ ദേശത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനത്തില് വസ്തുവിനകത്തെല്ലാം നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല ദൈവമക്കളെ, ഞാൻ അവിടെ വന്ന ഒരു വിവാഹം കഴിഞ്ഞു വന്ന ഒരു മരുമകളാ. അല്ലെങ്കിൽ പക്ഷെ എന്നെ ദൈവം അവിടെ നിർത്തുവാൻ കാരണം ദൈവത്തിന്റെ വചനമാ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചൊനക്കര ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. എന്നെ ഒരു ദൈവവചനം പറയുന്നത് നമ്മുടെ ഇഷ്ടം എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടത്തിനോട് എഗനിസ്റ്റാ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, അപ്പ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമെന്ന്. എന്റെ ഇഷ്ടം എന്തായിരുന്നു അതിനെല്ലാം എഗനിസ്റ്റ് ആയിരുന്നു. ഞാൻ എന്റെ യേശുവിനെ അറിഞ്ഞപ്പോൾ, എന്റെ കർത്താവിനോട് ചേർന്നിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്റെ അപ്പന്റെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലേക്ക് എന്റെ കർത്താവ് എനിക്ക് തന്നു. ദൈവമക്കളെ ഹല്ലേലൂയ. അങ്ങനെ വചനത്തോട് ചേർന്ന് പോകുവാൻ, ദൈവ വചനത്തോട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ ഹല്ലേലൂയ ഇട വന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ദേശത്ത് ചില കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം തുടങ്ങി. ഹല്ലേലൂയ ദേശത്ത് പ്രതികൂലം എന്ന് പറഞ്ഞ സാഹചര്യത്തില് എന്റെ ഭവനത്തില് ഹല്ലേലൂയ ഞാൻ അവിടെ പരസ്യയോഗത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ പരസ്യയോഗത്തിൽ ആ ദേശത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് യേശു ക്രിസ്തു യഥാർത്ഥ ദൈവം എന്ന് വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ ശാപം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹല്ലേലൂയ അനേക സഹോദരിമാർ ആ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ എനിക്കറിയാമായിരുന്നു ഇനി ഒരു ഗൾഫ് രാജ്യത്തിലേക്ക് ഒരു യാത്ര എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് വിശ്വസിച്ച ഒരാളാ ഞാൻ. ഹല്ലേലൂയ ഞാൻ ഒന്ന് വിശ്വസിച്ച് കർത്താവ് ഏത് സാഹചര്യത്തിലാണേലും ഹല്ലേലൂയ എന്റെ യേശുവിനെ എനിക്ക് ഉയർത്തണമെന്ന്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ എന്റെ ഹൃദയത്തോട് ഇടപെട്ട വചനം, പലപ്പോഴും ഞാൻ തകർന്നു പോയപ്പോൾ എന്റെ സ്നേഹവേദന ആരോടും പറയാൻ കഴിയാഞ്ഞപ്പോൾ ബെഡിൽ കിടന്നപ്പോൾ ഹല്ലേലൂയ എന്നിൽ ഒരാൾ ഇറങ്ങി. ഹല്ലേലൂയ ഞാൻ തന്നെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി എന്നിൽ നിന്ന് ഇറങ്ങി എന്റെ വിഷയത്തിന് ഇങ്ങനെ കണ്ടിന്യൂസ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നേരം വെളുക്കുന്നുണ്ട്, രാത്രിയുടെ യാമങ്ങൾ കടന്നു പോകുന്നു. അപ്പോഴൊക്കെ ഈ വ്യക്തി എന്നിലിരുന്ന് ഇങ്ങനെ സ്തോത്രം പറയും. ഞാൻ പറഞ്ഞില്ല ദൈവവചനം പറയുന്നതോ, നമ്മുടെ ബലഹീനതയിൽ സഹിഷ്ണുത കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ബലഹീനതയിൽ സഹിഷ്ണുത കാണിപ്പാൻ അവന് കഴിയാത്തവനല്ലല്ലോ. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നമുക്ക് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് ഹല്ലേലൂയ പല സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിൽ എന്നിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദൈവമക്കളെ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ പിന്നെ വന്നപ്പോൾ ആരുടെയും വാക്കുകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ കാര്യം എന്റെ വീട്ടിലോട് എനിക്കിതൊന്നും പറയാൻ എനിക്കിതിലാണ് എന്റെ ഞാൻ അങ്ങനെ ജനിച്ചു വളർന്നൊരു വ്യക്തി. എന്റെ വിഷമങ്ങളോ ദുഃഖങ്ങളോ അല്ലെ എന്റെ അന്ന് തകർക്കപ്പെട്ടവളെ പോലെ ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിൽ പോയി ഞാൻ ഒത്തിരി നല്ലതായി പ്രാർത്ഥിച്ച് അല്ലെ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് എനർജി ഒക്കെ. പക്ഷെ വീണ്ടും ഈ ചൊനക്കരയിലേക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചതുപോലെ അല്ലായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു പോവല്ലേ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭയങ്കര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും
സോറി. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളിലൂടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഹല്ലേലൂയ, ഞാൻ എന്റെ വീട്ടിൽ ആരോട് ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യത്തില്ല. അല്ല, അപ്പായോടും അമ്മയോടും അവർക്ക് ഭയങ്കര സങ്കടം എന്റെ വിഷയങ്ങൾ കേൾക്കുന്നത്. അവിടെ ഞാൻ അവരോട് പറയത്തില്ല. ഞാൻ വിചാരിച്ച് തിരിച്ചങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചെങ്ങോട്ടേലും പോയേക്കാം, മോളെയും കൊണ്ട് അങ്ങ് പോയേക്കാം. എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു, നിനക്ക് തിരിച്ചു പോകണേ പോകാം. അതുപോലെ തിരിച്ചു പോകാൻ പോലും നിന്നു. പക്ഷെ തിരിച്ചു പോയ ദിവസം വെളുപ്പിന് ഞാൻ ഇങ്ങനെ എണീറ്റപ്പോൾ ഞാൻ തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഞാൻ പാസ്റ്റങ്ങളെ വിളിച്ച്, പാസ്റ്റർ ഞാൻ തിരിച്ചു വരിക, പ്രിയ പോകുന്നേരെ, പ്രിയ മോളും കുഞ്ഞു പോകുന്നേക്കെ ഇനി നിൽക്കേണ്ട അവിടെ. അതുപോലെ എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ അന്ന് രാവിലെ ദൈവം, ഹാലേലി, രാവിലെ ഇതുപോലെ 4 മണി 4:30 ആകുമ്പോൾ ഞാൻ എണ്ണിക്കും. ഹാലേലിയ, ആഹാരമില്ല, എനിക്ക് എല്ലാത്തിനും എല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പലരും എന്റെ മുഖത്ത് ചോദിക്കാൻ തുടങ്ങി, എന്തിനാ പ്രിയ, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു, എല്ലാം ഉണ്ട്, പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ ദൈവത്തോട് ആ വിഷയം ചോദിച്ചു. എനിക്ക് അവൻ ദൈവം വചനത്തിലൂടെ വിടുതൽ ആസാദി കിടപ്പുണ്ട് ടെസ്റ്റ് മണിയൊക്കെ. അങ്ങനെ ദൈവമക്കളെ, ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ എണീറ്റ് തകർക്കപ്പെട്ടവളെ പോലെ മടങ്ങിപ്പോ, ഇനി ഈ ദേശത്ത് എനിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനിരുന്നു. ഇങ്ങനെ ബൈബിളും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ, ഹാലേലിയ, എന്നോട് വ്യക്തിപരമായി ദൈവം എന്റെ മുന്നിൽ ഇറങ്ങി വന്നിട്ട് കർത്താവിന്റെ പാദം എന്നെ കാണിച്ചു. എനിക്ക് ഇങ്ങനെ നൂന്ന് നോക്കാൻ പോലും പറ്റാത്ത ഒരു, എനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ പാദം കണ്ടതോടുകൂടെ എനിക്ക് നൂരാൻ പറ്റുന്നില്ല. ഹാലേലിയ. പക്ഷെ ദൈവം എന്നോട് ഡയറക്റ്റ് സംസാരിച്ചു, ദൈവമക്കളെ, ഹാലേലിയ, ആ ദേശത്ത് നീ എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണം, നീ എന്റെ കുഞ്ഞാടുകളെ മേയിക്കണം എന്ന് എന്നോട് ദൈവം സംസാരിച്ചു. ഹാലേലിയ. ഞാൻ തകർന്നു പോയ മണിക്കൂറുകൾ ദൈവം എനിക്ക് വലിയൊരു ശക്തി, എന്റെ ദൈവം, ക്രിസ്തുവിന്റെ എൻകൗണ്ടർ നമുക്ക് ലഭിക്കണമെന്ന് പറയത്തില്ലേ, അങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്കൊരു എൻകൗണ്ടർ ലഭിച്ചു. ഹാലേലി. അന്ന് മുതൽ ഞാൻ ആരിലും ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതാ. ഞാൻ ഈ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹാലേലിയ. ഒരു വ്യക്തിയിൽ ആശ്രയിക്കാതെ ഞാൻ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ വീടിന്റെ പണി മുഴുവൻ ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഹാലേലിയ. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവമക്കളെ, ഈ വചനം ഈ എല്ലാവരും ആരാധിക്കുന്ന പോലെ ശക്തമായ ആത്മാവിൽ ആരാധിക്കാനൊന്നും എനിക്ക് അത്ര ഇതൊന്നുമില്ല. പക്ഷെ ദൈവവചനം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നിട്ടാ. അമ്മ പലപ്പോഴും വലിയൊരു പൈശാചികമായ ഈ ഒരു, അമ്മയ്ക്ക് അങ്ങനെ, അമ്മ പണ്ടത്തെ പ്രീ ഡിഗ്രിയാ പുള്ളിക്കാരി. അപ്പം പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുമ്പോ അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ദൈവവചനം എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ട് ഞാൻ ഈ അമ്മ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഈ അമ്മ എന്റെ മുന്നിൽ നിന്ന് ചൂളി പോകുന്നത് പോലെ. എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ അമ്മയോട് അങ്ങനെ, അമ്മയോട് അച്ഛനോടൊന്നും ഡയറക്റ്റ് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഹാലേലിയ. ഞാൻ കാരണം അവർക്ക് നാണക്കേട്, അതുകൊണ്ട് ഞാൻ അവരുടെ മുന്നിലൊന്നും ഒന്നിനും ആവശ്യമില്ലാതെ പോകത്തില്ല. ഹാലേലിയ. അപ്പം ഞാനിങ്ങനെ അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അമ്മ എന്റെ മുന്നിൽ ചൂളിപ്പോകുന്ന പോലായിട്ട് പിന്തിരിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ. ഹാലേലിയ. അവിടെയൊക്കെ എനിക്ക് മനസ്സിലായി, യേശു ജീവിക്കുന്ന ദൈവ. നമ്മുടെ വചനം, ഹാലേലിയ, ഏത് പ്രതികൂലത്തെ, ഏത് പൈശാചിക ശക്തിയെ നമ്മുടെ മുന്നിൽ നീക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന്. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ എന്റെ ദൈവമക്കളെ, അതെല്ലാം എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നത് വചനത്തിലൂടെ ആയിരുന്നു. ഹാലേലിയ. അങ്ങനെ 2 വർഷക്കാലം, ഹാലേലിയ, ഞാൻ ട്രാക്റ്റുകളെ ഞങ്ങൾ പോകുന്ന സഭയിലെ ദൈവാസനോട് വിളിച്ചു പറയും, എനിക്ക് വേറെ ഒരു ഇതുമില്ല, ചർച്ചയിൽ പോകാൻ പറ്റത്തില്ല, കൊറോണയുടെ സമയമാ. ഞാൻ പാസ്റ്റർ എനിക്ക് കുറച്ച് ട്രാക്റ്റ് വേണം. എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് അതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് എനിക്ക് യേശുവിനെ അറിയാമായിരുന്നു. ഹാലേലിയ. എന്റെ കർത്താവ് ഒരു പ്രാണനാഥനെ പോലെ, ഒരു പ്രാണപ്രിയനെ പോലെ എന്റേതായി മാറിക്കഴിഞ്ഞത് ദൈവമക്കളെ. ഹാലേലിയ. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പോയാൽ ഞാൻ സന്ധിക്കുമ്പോ തിരിച്ചു വരും ചൊരക്കര ദേശത്ത്. എന്ന് വെച്ചാൽ എനിക്ക് ആക്റ്റീവാണ്. ഞാൻ ഈ വണ്ടിയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവെ, ഈ ദേശം മുഴുവൻ ആൾക്കാർക്ക് യേശുവിനെ കുറിച്ച് അറിയത്തില്ല, ഞാൻ എങ്ങനെ ഇവിടെ പറയും? ഹല്ലേലൂയ. ഞാൻ എവിടുന്ന് തുടങ്ങും? എനിക്കൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു. ഞാൻ പാഴ്മലകളെയും നിലകളെയും താഴ്വരകൾ ഉറവുകളെയും പാഴ്മലകളെയും നീരുറവുകളെയും തുറക്കുന്ന ദൈവമാണെന്ന്. ഹാലേലിയ. താഴ്വരയിൽ നീരുറവയെ തുറക്കുന്ന കർത്താവാണെന്ന്. ഹാലേലിയ. മരുഭൂമിയിൽ ഞാൻ നീരുറവയാക്കുന്ന ദൈവമാണെന്ന്. ഹാലേലിയ. താഴ്വരയിൽ, ഹാലേലിയ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. ഹാലേലിയ. എന്തോ പല വൃക്ഷങ്ങളെ വെച്ച് പിടിപ്പിക്കുമെന്നുള്ള ഒരു ഇങ്ങനെ ഈ വചനം എന്നെ ഒരുപാട്, ഞാൻ ഇങ്ങനെ ചെയ്യും, കർത്താവെ, ഞാൻ എവിടുന്ന് തുടങ്ങും? ഇതെങ്ങനെ ഒരു ബെന്തിക്കോസ് ദേശമായിട്ട്, എനിക്ക് ബെന്തിക്കോസാര് പാട്ട് പാടുന്നതും ആരാധിക്കുന്നതും ഞാൻ മാത്രമേ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവൃക്ഷം എന്നിവ നടും. ഞാൻ നിർദ്ദല പ്രദേശത്തെ സരളവൃക്ഷവും വൈൻമരവും പുന്നയും വെച്ചു പിടിപ്പിക്കും. ആമേ. യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ.
ആമേൻ ആമേൻ. ഈ തിരുവചനം എനിക്ക് അറിയത്തില്ലായിരുന്നു ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രവചന പുസ്തകത്തെ കാര്യമൊന്നും അറിയത്തില്ല. പക്ഷെ ഈ വചനം എന്നെ ഒത്തിരി ഉറപ്പിച്ച ഒരു വചനമാണ്. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്ന അത് എഫ്രൈമിനും മനശ്ശെക്കും കൊടുത്ത ആ ദേശം, ഹാലേലിയ. അങ്ങനെ ആ ദേശം, ആ വാക്യങ്ങൾ, ഈ വാക്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ദൈവം എന്നെ ഉറപ്പിക്കാൻ എന്നെ സഹായിച്ചു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, കർത്താവെ, ഈ മരങ്ങളൊക്കെ ആയിരുന്നല്ലോ ആലയത്തിന്റെ തൂണുകളായും ആലയത്തിന്റെ പണിക്ക്. അപ്പൊ ആലയത്തിന് ഹാലിലെ തൂണുകളായിട്ടുള്ള യൗവനക്കാരെ ദൈവം എനിക്ക് ദേശത്ത് തരും. ഒരു പൊട്ടിയെ പോലെ എന്നെ പലരും വിളിച്ച് എന്നോട് നെഗറ്റീവ് പറയുമ്പോൾ, പ്രിയ എന്തിനാ പോയത് ഈ പ്രശ്നത്തിലൂടെ, പ്രതികൂലത്തിലൂടെ ഒക്കെ. അപ്പൊ രഞ്ജിതനോട് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എന്റെ ഹസ്ബൻഡ് വിളിച്ച്, പാസ്റ്റർ പ്രാർത്ഥിക്കണേ പ്രിയ, അങ്ങനെ ഒരു സിറ്റുവേഷനില്ല. അപ്പൊ പാസ്റ്റേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയ എന്തിനായിരുന്നു നിനക്ക് പോയത്, നിനക്ക് പറ്റാത്തതല്ലായിരുന്നോ, ഞങ്ങൾ പറഞ്ഞില്ലേ നിനക്ക് ദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പാസ്റ്ററോട് പറയും, പാസ്റ്റർ അങ്ങനല്ല, ഹാലേലിയ, ദൈവം ഈ ദേശത്ത് എനിക്ക് യൗവനക്കാരെ തരും. ഞങ്ങളിപ്പോ എന്നെ പ്രാർത്ഥിപ്പാൻ വേണ്ടി മാത്രമേ എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. ഹാലേലിയ, എന്നെ ഇത്തിരി സ്നേഹിച്ച ഒരു പാസ്റ്ററായിരുന്നു ഡൽഹിയിലെ ജോസ് പാസ്റ്ററുകൾ എന്നെ കാണാനായിട്ട് വന്നു. എന്നെ കണ്ട് എനിക്കൊന്ന് അങ്ങനെ എന്നെ കാണാനായിട്ട് വന്ന് എന്റെ അമ്മ ആ വീട്ടിൽ നിന്ന് ഓടിക്കുകയായിരുന്നു. പാസ്റ്ററിനെ കാലിലിയോ അങ്ങനെ ഒരു ദൈവദാസനെ പോലും കയറ്റാത്ത ഒരു ഭവനത്തില് ഞാൻ ഈ വചനം എന്നെ അങ്ങ് നിർത്തുകയായിരുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാർ പിന്നെ വരാൻ തുടങ്ങി. അവരൊക്കെ പറയും, പ്രിയ ഇതൊരു പ്രതികൂലം പിടിച്ച ദേശമാണ്, പൈശാചിക ശക്തിയുള്ള ദേശമാണ്, നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹാലേലിയ. അപ്പൊ അവരൊക്കെ, പക്ഷെ ഞാൻ നിൽക്കുമ്പോ ഈ നമ്മൾ പറഞ്ഞില്ലേ യോഹന്നാനെ, ഹാലേലിയ, തിളച്ച എണ്ണയിൽ ഇട്ടപ്പോൾ അവൻ നല്ല തണുത്ത വെള്ളത്തിൽ കടന്നതുപോലെ, അവർ നോക്കുമ്പോ പ്രതികൂലം, പക്ഷെ ഞാൻ നല്ല ആശ്വാസത്തിലൂടെ പോകുന്നത്. എനിക്ക് വേറെ എവിടെ ചെന്നാലും ഒരു ആശ്വാസം കിട്ടത്തില്ല. എന്റെ അപ്പ, അമ്മ, എന്റെ സഹോദരങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എനിക്ക് കിട്ടണ ആശ്വാസം കിട്ടണം, എനിക്ക് എന്റെ വീട്ടിൽ വരണം, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം, ഈ ദേശം ചുറ്റി പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ പാസ്റ്റങ്ങളോട് പറഞ്ഞു, പാസ്റ്റങ്ങൾ എനിക്ക് കുറച്ച് ട്രാക്ട് വേണം, പാസ്റ്റങ്ങൾ എനിക്ക് കുറെ ട്രാക്ട് കൊണ്ടുതന്നു. ഞാൻ ഹാലേലിയ മാവേലിക്കര, ഹാലേലിയ ഗവൺമെന്റ് ഹോസ്പിറ്റലില്, ഹാലേലിയ ഈ ഓട്ടോ സ്റ്റാൻഡുകളില്, ബീച്ചിലൊക്കെ എവിടെ പോയാലും ഈ ട്രാക്റ്റും ബൈബിളും എന്റെ കയ്യില്. ഹാലേലിയ, ഇതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എനിക്ക് ഒരു കാര്യം, എനിക്ക് എന്തോ എന്നെ കൊണ്ട് അങ്ങ് ദൈവം ഇങ്ങനെ അങ്ങ് ചെയ്യിക്കുക. അങ്ങനെ ഈ 2 വർഷക്കാലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവമക്കളെ, ഞാൻ അങ്ങനെ പോയി. ഓൾറെഡി എനിക്ക് നോർത്ത് ഇന്ത്യ വെച്ച് 2 വീലർ ഞാൻ പഠിച്ചു. 2 വീലറിന് ലൈസൻസ് എടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റർ കുറച്ച് പൈസ കൂടി ആവത്തുള്ളൂ, 4 വീലർ ലൈസൻസ് അങ്ങ് എടുക്കാം, വണ്ടി ഓടിക്കൊന്നും വേണ്ട, ലൈസൻസ് എടുത്തരാം. അങ്ങനെ ലൈസൻസ് എനിക്ക് കിട്ടി. ഹാലേലിയ. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടനോട് ഇതൊക്കെ വന്നപ്പോൾ കർത്താവിനെ കുറിച്ചും ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ വെളിപ്പെടാൻ ഇങ്ങനെ വചനത്തിലൂടെ ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ, അപ്പൊ മറ്റുള്ളവർ കാണില്ല, പക്ഷെ എന്റെ കണ്ണിന് മുന്നിൽ പ്രവൃത്തികൾ കാണാൻ തുടങ്ങി. ഹാലേലിയ. ആരാധിക്കാൻ പറ്റാത്ത വീട്ടിൽ ആരാധിച്ചു തുടങ്ങി. ദൈവമക്കൾ കടന്നു വരാൻ തുടങ്ങി. ഞാനൊരു 50 കോഴിയെ വളർത്തി. ഹാലേലിയ. സഹോദരിമാരൊക്കെ വരുമ്പോൾ ഞാൻ സുവിശേഷം പറയും. അവര് പിന്നെ പാത്തും പതുങ്ങിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവപ്രവൃത്തിയാണെന്ന്. ഹാലേലിയ. ഈ കൊറോണയിൽ അനേകം തകർന്നിരിക്കുന്ന സഹോദരിമാരെ, ഹാലേലിയ, എന്റെ ദൈവം എനിക്ക് അന്ന് മുതൽ തന്നൊരു വാക്യം. അതേ മക്കളെ, നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്, തകർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങും. അതിന്റെ തൊട്ട് 51-50 കടപ്പോൾ, തകർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുമോ, ഞാൻ നിനക്ക് ശിഷ്യന്റെ നാവ് തരുമെന്ന്. ഹാലേലിയ. അതോടൊപ്പം തമ്പുരാൻ തന്നൊരു വാക്യമായിരുന്നു, എളിയവരോട് സ്വതുവർത്തമാനം ഘോഷിപ്പാൻ ഞാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തുവെന്നും, തകർന്ന ഹൃദയമുള്ളവരെ മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും, ന്മാർക്ക്, അങ്ങനെയുള്ള ആ വാക്യങ്ങളൊക്കെ ദൈവം, ആ വാക്യങ്ങളിലൂടെ ഒക്കെ ഞാൻ സഹോദരിമാരെ ചേർത്ത് പിടിക്കുവാൻ, അവരുടെ വേദനയിൽ എന്റെ ലക്ഷ്യം മുഴുവൻ എന്നെ കാണിച്ച 2 സഹോദരിമാരായിരുന്നു. എങ്കിലും ഹാലേലിയ, പിന്നെ എന്റെ ഹാലേലിയ, എന്റെ മുന്നിലുള്ള പ്രൊജക്ട് വമ്പനായി തീർന്നു. ഹാലേലിയ. തെരുവുണ്ടായിരുന്ന അനേകം സഹോദരിമാർക്ക് ട്രാക്ട് കൊടുത്ത് ദൈവമക്കളെ, ഹാലേലിയ, ഞാൻ ശാപം എന്ന് പറഞ്ഞ അതേ ദേശത്ത് തന്നെ 10 ബൈബിള്, ഹാലേലിയ, കൊടുക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഹാലേലിയ, ചാൻസ് ഇല്ലാത്ത സ്ഥലം. നിങ്ങൾ ചിന്തിച്ച നാട്ടിലുള്ളവർക്ക് അറിയാം, ചുനക്കര എന്ന് പറഞ്ഞ ദേശം, ഹാലേലിയ, ഒരു ബെന്തിക്കോസ് കുടുംബമില്ലാത്ത ഒരു ദേശം. ഞാൻ എന്റെ ഒരു പ്രാഗൽഭ്യം പറയുകയല്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് ഈ ചുനക്കര ദേശത്ത് പോവണ്ട, എനിക്ക് ബെന്തിക്കോസാരുടെ നടുവിൽ സ്തോത്രവും ആരാധന അത് മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എന്നെ ഈ കതിരമരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വഴങ്ങാത്ത മരം, ആ മരത്തെ, ഹാലേലിയ, ദൈവം എന്ത് ചെയ്തു, പൊന്നുകൊണ്ട് പൊതിഞ്ഞിട്ട്, ഹാലേലിയ, തങ്കം കൊണ്ട് പൊതിഞ്ഞിട്ട് ആലയത്തിനകത്ത് കയറ്റി വെച്ചതുപോലെ ഒരു അനുഭവമായിരുന്നു ദൈവമക്കളെ എന്റെ ജീവിതത്തിലെ. ഹാലേലിയ. ഈ 2000 അങ്ങനെ ആയി വളരെ ദൈവപ്രവൃത്തിയൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. ഹാലേലിയ. അങ്ങനെ ഞാൻ 4 വീലർ പഠിച്ചു. 4 വീലർ പഠിച്ചിട്ട് എന്റെ ലക്ഷ്യം ഒന്നായിരുന്നു. ഹാലേലിയ. പരസ്യയോഗത്തിൽ കർത്താവിനെ ഉയർത്തുക എന്നുള്ളതായിരുന്നു. ഹാലേലിയ. ഞാനങ്ങനെ 4 വീലർ പഠിച്ചപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവൻ, ഹാലേലിയായിരുന്നു, നല്ലൊരു ജോലിയായിരുന്നു, പക്ഷെ നാട്ടുദേശത്ത് ഇപ്പൊ സ്ട്രഗിളിങ് വന്നപ്പോൾ പ്രിയപ്പെട്ട കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു, ചെറിയൊരു സാലറി ഡ്യൂട്ടിക്ക് കയറി. അപ്പൊ എനിക്ക് ഉറപ്പായി ഇനി ഒരിക്കലും ഫാമിലി വിസ കിട്ടാൻ പോകുന്നില്ലെന്ന്. ഇതുവരെ കിട്ടാത്ത ഫാമിലി വിസ ഇനിയും കിട്ടത്തില്ല എന്ന്. ഹാലേലിയ. അതുകൊണ്ട് ഞാൻ വെച്ച്, ഇനി എന്തായാലും കർത്താവ് എന്നെ ആഗ്രഹിക്കുന്നത് നാട്ടുദേശത്ത് ശുശ്രൂഷ. എന്നോട് പലപ്പോഴും ദേവാസന്മാർ വന്ന് പറയുന്നുണ്ട്, പ്രിയ സിസ്റ്ററിന് പ്രിയപ്പെട്ടവന്റെ കൂടെ പോകണം, പ്രിയ സിസ്റ്റർ ഇവിടെ അല്ല. എന്നാലും എനിക്കറിയാമല്ലോ എന്റെ സാഹചര്യം, എനിക്ക് പരിമിതികൾ എനിക്കറിയാമല്ലോ. അതുകൊണ്ട് പ്രിയ സിസ്റ്റർ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഈ ദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന
എന്തായാലും പോകുന്നിടത്തോളം പോട്ടെ. അങ്ങനെ ഫോർ വീലർ പഠിച്ചിട്ട് ഞാൻ എന്നോട് പ്രിയപ്പെട്ട പറഞ്ഞു, നിനക്ക് വണ്ടി മേടിച്ചു തരാം, അല്ലെ പരസ്യത്തിന് വേണ്ട മൈക്കും സെറ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു തരാം. ഞാൻ വെച്ചാൽ എന്നോട് ആരും ഇല്ലെങ്കിലും എനിക്കൊരു വിഷയമല്ല. ഹാലലിയ. തെരുവുകളിലൊക്കെ ചെന്ന് കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് പോയി ഇങ്ങനെ മെസ്സേജ് പറയാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്റേത്. ഹാലലിയ. എന്നാൽ ഞാൻ ഫോർ വീലർ പഠിച്ച ആ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ എന്റെ പ്രിയപ്പെട്ട ഹാലലിയ, ഈ ഒട്ടും സാലറി ഇല്ലാത്ത ആ അവിടുത്തെ മുതിർ വിളിച്ചിട്ട് പറഞ്ഞു ഫാമിലി വിസ കൊടുത്തു. ഹാലലിയ. എനിക്കും എന്റെ കുഞ്ഞിനും കുവൈറ്റ് ദേശത്തേക്ക് കടന്നു ദൈവം ഒരു വഴി തുറന്നു. ദൈവമക്കളെ ഹാലലിയ. 2022 ഞങ്ങൾ ഈ ഇവിടോട്ട് കടന്നു വരുന്നത്. ആ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ഈ ഒരു ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞില്ലേ, സാഹചര്യങ്ങൾ അനുകൂലമല്ലാഞ്ഞപ്പോൾ ഞാൻ ഈ ബൈബിൾ കൊടുക്കുന്ന ഒരു കാര്യം ഇവിടെ ഞാൻ പറയാം. 10 ബൈബിൾ എന്റെ പ്രിയപ്പെട്ട എന്റെ മേടിച്ചെന്ന് അവസാനത്തെ ഒരൊറ്റ ബൈബിളാ. ഈ ബൈബിൾ വീട്ടിലിരിക്കുക. അപ്പൊ എന്നും പാലും കൊണ്ട് ഒരു ചേച്ചി വരും. ചേച്ചി ഒരു മുസ്ലിം സഹോദരിയാ. അപ്പൊ ഈ സഹോദരി വന്നിട്ട് പറയും, പ്രിയ വീട്ടിലെ കാര്യങ്ങൾ അതേ വെച്ചിരി കുടിക്കുന്ന ആളാ. അപ്പൊ അതിന്റെ പ്രയാസങ്ങൾ ഇന്നലെ വാടി കൊണ്ടതും അല്ലെ പൈസ എടുത്തോണ്ട് പോകുന്നൊക്കെ ഈ ചേച്ചി ഞാൻ പറയും, ചേച്ചി ഇച്ചിരി നേരം ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവ വചനത്തിലൂടെ അല്ലായിരുന്നു ഞാൻ യേശുവിലേക്ക് കടന്നു പോകുന്നത്. ഞാൻ സ്നേഹത്തിലൂടെ ആയിരുന്നു കർത്താവിലേക്ക് തിരിയാൻ എന്റെ കാരണം. അതുകൊണ്ട് ഈ സ്നേഹമായിരുന്നു എന്റെ കയ്യിലെ ഹാലലിയ ഒരു ആയുധം. ഹാലലിയ. ഞാൻ എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു ആ ഒരു മേഖല, അറിയാമായിരുന്നല്ലോ. അങ്ങനെയുള്ള സഹോദരിമാരെ ഏത് വിയർപ്പിൽ വന്നാലും ഞാൻ നിങ്ങളോട് പ്രാഗൽഭ്യത്തോടെ അങ്ങ് പറയുക കേട്ടോ. എന്താ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തീകരിച്ച ഒരു കർത്താവ്. പ്രാപ്തി എന്റേതെന്നല്ല, എന്നെ പ്രാപ്തീകരിച്ച ഒരു കർത്താവ്. അങ്ങനെയുള്ള സഹോദരിമാരൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ദൈവമക്കളെ, എന്റെ ജീവിതത്തിലെ സന്തോഷം അതായി മാറി. ഹാലേലിയ. ഒരു കാലത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും മുന്നിൽ പ്രൗഡ് കാണിച്ചിരുന്ന ഞാൻ, ഹാലേലിയ, പിന്നീട് എനിക്ക് ഒരു സഹോദരിയെ ചേർത്ത് പിടിക്കാതെ എന്റെ ജീവിതത്തിൽ സന്തോഷമില്ല. എനിക്ക് സന്തോഷം വരണമെങ്കിൽ ഒരാളോട് സുവിശേഷം പറയണം. ഒരു വേദനിച്ചിരിക്കുന്ന ഒരു തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെങ്കിൽ അവളെ എനിക്കൊന്ന് ചേർത്ത് പിടിക്കണം. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ മാറി. ഞാൻ പ്രിയങ്കിലെ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലായാലേ അത് പുതിയ സൃഷ്ടിയാകത്തുള്ളൂ. സ്നാനം കൊണ്ട് പുതിയ സൃഷ്ടിയാകുമോ എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. എന്നാലേ കുറച്ച് വർഷങ്ങൾ എടുത്തു ഞാനൊരു പുതിയ സൃഷ്ടിയാകാൻ. 7, 5, 12 വർഷം കഴിഞ്ഞു ഞാനൊരു പുതിയ സൃഷ്ടിയാകാൻ. എന്റെ കർത്താവ്. അങ്ങനെ സഹോദരിമാരെ, ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ആരോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല. പക്ഷെ ചുനക്കര വരുമ്പോൾ പലരും ഈ തകർക്കപ്പെട്ടവരെ എന്നെ കാണാൻ വരുന്നത്. അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിക്കൊക്കെ പോകുന്ന സഹോദരിമാരും അമ്മച്ചിമാരൊക്കെ വരുമ്പോൾ ഞാൻ അമ്മച്ചി ഇനി പുറകിലോട്ട് വാ. ഞാനിങ്ങനെ പുറകിലോട്ട് കൊണ്ടുപോയിട്ട് കോഴിയെടുത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ട് 2 മുട്ട അങ്ങ് കൊടുത്തിട്ട് ഞാൻ പറയാം, അമ്മച്ചി വിഷമിക്കണ്ട, കർത്താവില്ലയോ, ദൈവം ചിലത് ചെയ്യും, അതുകൊണ്ട് അങ്ങ് ചേർത്ത് പിടിക്കുക. എനിക്കറിയാം ഇതിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്. ഇതുപോലെ ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്നതല്ലേ, ദൈവത്തിന്റെ സ്നേഹം വ്യാപരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് സ്നേഹിച്ചിട്ടൊക്കെ വിടും. ഹാലേലുയ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പാത്തും പതുങ്ങിയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതാ. മനസ്സിലായോ? നമുക്ക് അത് കർത്താവിന്റെ സുവിശേഷം അറിയിക്കണമെങ്കിൽ ചില മേഖലയിലെല്ലാം ദൈവസന്നിധി നമുക്ക് താണിരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. ഹാലേലുയ. ദൈവം നമ്മളെ നടത്തുന്നത് പോലെ നമ്മൾ ആള് മാറിയവരെ പോലെ ആയെങ്കിൽ മാത്രമേ നമ്മളിലെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോഴും കർത്താവ് ചെയ്ത ഒരു കാര്യം, അവൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായി. ഹാലേലുയ. അവന്റെ വേഷങ്ങളും ഭാഷകളും എല്ലാം മാറി. ദൈവത്തെ പോലല്ല, മനുഷ്യരെ പോലെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനായി എന്ന് പറയുമ്പോൾ നമ്മുടെ താണ ഭൂമിയില് നമ്മുടെ നടുവിലുള്ള ഏത് മേഖലയിലാണോ ദൈവം നമ്മളെ ഉപയോഗിക്കേണ്ടത് അതേ മേഖലയിൽ അവരെ പോലാകുന്ന ഒരു അനുഭവം. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ ധരിക്കുന്ന ഒരു അനുഭവം. ഞാൻ ഇതുപോലൊരു പ്രിയ ആയിരുന്നില്ല എന്റെ ജീവിതത്തിൽ. ദൈവം എന്നെ എല്ലാ മേഖലയിലും മാറ്റി. ദൈവമക്കളെ, ഞാൻ ചുനക്കര ദേശത്തെ ദൈവത്തെ സ്തുതിക്കുക. ആ ദേശത്തെ ദൈവം കണ്ടതുകൊണ്ടാണ് ഞങ്ങളെ കുടുംബത്തെ കണ്ടത്. ഹാലേലിയ. കർത്താവ് എനിക്ക് ഈ ഭാഗ്യത്തെ ഓർത്ത്. ഹാലേലിയ. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ ഹാലേലിയ, കർത്താവിന്റെ കൃപയാ, ദൈവത്തിന്റെ കൃപയാ ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടത്. ഹാലേലിയ. ആ ദേശത്ത് ദൈവം ഞങ്ങളെ കണ്ടു. ദൈവമക്കളെ, അങ്ങനെ ഞാൻ ഈ സഹോദരി വന്നപ്പോ ഇതുപോലെ ഇങ്ങനെ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വരുന്നതിന്റെ അന്ന് വെളുപ്പിന് ചേച്ചി വന്നിട്ട് പറഞ്ഞു, പ്രിയ, എനിക്ക് ഇനി ഒരു വിഷമം വന്നാൽ ഞാൻ എവിടെ പോകും? ഞാൻ അകത്ത് കയറ്റിട്ട് പറഞ്ഞു, ചേച്ചി ഇനി ഒരൊറ്റ ബൈബിളും കൂടെ എന്റെ കയ്യിലുണ്ട്, ഞാൻ ഈ ബൈബിള് ചേച്ചിക്ക് തരിക. ചേച്ചിക്ക് വിഷമം വരുമ്പോൾ ചേച്ചി ഒരു മുസ്ലിം സഹോദരിയാ, ചേച്ചി ബൈബിൾ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. ചേച്ചിക്ക് പറയേണ്ട മുഴുവൻ പറഞ്ഞ ഇത് ജീവിക്കുന്ന ദൈവത്തിന് ഈ വചനം എന്നെ മാറ്റിയത്, എന്റെ സ്ഥിതികളെ മാറ്റിയത്, എന്റെ ശൂന്യതകളെ മാറ്റിയത്. ഈ വീട്ടില് ഒരു ഡ്രസ് ഇല്ലാതെ കടന്നു വന്ന ഞാനാ, ഒരു തുണി ഉടുക്കാനില്ലാതെ ഞാനും എന്റെ കുഞ്ഞുമായിട്ട് വന്ന ഞാനാ. ഹല്ലേലൂയ. ഈ ദേശം മുഴുവൻ ശാപം എന്ന് പറഞ്ഞ ഞാനാ. പക്ഷെ ഇന്ന് എന്റെ ഈ അവസ്ഥകളെല്ലാം മാറാൻ ഒരു കാരണമുണ്ടെങ്കിൽ ഇന്ന് ഈ ബൈബിളാ, ഈ ക്രിസ്തുവാ, ഈ കർത്താവായിരുന്നു എന്റെ രക്ഷകനെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ കൊടുത്തിട്ട് അതേ മക്കളെ, ഞാൻ അവിടുന്ന് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി കുവൈറ്റിൽ വരുന്നത്. കുവൈറ്റിൽ വന്ന ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഹാലലിയ, ഈ ദേശത്ത് ഹാലലി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ദൈവമക്കളുടെ എല്ലാം കാര്യം പറഞ്ഞു. ഇതിന്റെ അക്കൗണ്ട് ബാലൻസ് പൈസയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പൈസ മുഴുവൻ തീർന്നു.
വളരെ തുച്ഛമായ ഒരു എമൗണ്ട് എങ്ങാണ്ട് കിടപ്പുള്ളൂ. എമൗണ്ട് ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു പൈസ കിടപ്പുള്ളൂ ബാങ്കിൽ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഈ കുവൈറ്റിലോട്ട് കയറി വരുന്നത്. ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നു കഴിയുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ദൈവം എന്റെ ജീവിതത്തിൽ ഇത്ര ഭയങ്കര വിശ്വാസമായി കർത്താവില്. ഹാലലിയ. അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കുക ദൈവമക്കളെ, ഹാലലിയ, ഞാനിങ്ങനെ വീട്ടിൽ വരുന്ന സമയമായപ്പോ എനിക്ക് സൂചിയും നൂലും വേണം. ഞാൻ കുഞ്ഞിനോട് പറയുന്നത്, മോനെ നമുക്ക് ടൗണിൽ പോകുമ്പോൾ കുറച്ച് നൂലുകൾ മേടിക്കണം, എപ്പോഴും തയ്ക്കാനൊക്കെ അവിടെ സമയം കാണുന്നില്ല. ഞാൻ തയ്ക്കുന്ന ഒരു വ്യക്തിയേ അല്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്ത വരും പല കളറിലുള്ള നൂല് മേടിക്കണമെന്ന്. അപ്പം ഞാൻ പക്ഷെ ടൗണിൽ പോയപ്പോൾ മറന്നുപോയി. ഇപ്പൊ അന്ന് രാത്രി മോനെ എവിടെന്നെങ്കിലും നൂലൊക്കെ ഉണ്ട് എടുത്ത് വെച്ചോ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തയ്ക്കാൻ സൂചി നൂലൊക്കെ ആവശ്യമല്ലേ. പക്ഷെ എടുത്തു വെച്ചില്ല ദൈവമക്കളെ, ഞാനങ്ങ് മറന്നുപോയി. ഹാലലി. ഞങ്ങൾ വേറൊരു വീട്ടിലാണ് ഇവിടെ വരുമ്പോൾ, രഞ്ജിതന്റെ വീട്ടിൽ, കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഞങ്ങൾക്ക് വേറൊരു വീട്, അല്ലെ അവർ ഇസ്രായേലിൽ പോയപ്പോൾ ആ വീട് മുഴുവനായി ഞങ്ങൾ എടുത്തു. ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് ആ വീട്ടിലെ എനിക്ക് ഒന്നും ആവശ്യമില്ല, എല്ലാ വീട് ഉണ്ട്. ഞാൻ ആദ്യം ചെന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു ബോക്സ് ഇരിക്കുക. ഈ ബോക്സ് എന്ന് നോക്കുമ്പോൾ പല നിറത്തിലുള്ള നൂലുകളെ. ഹാലലിയ. ആ ബോക്സ് ഇന്നും ഈ വീട്ടിൽ ഇരിപ്പുണ്ട്. ആ ബോക്സ് പല നിറത്തിലുള്ള നൂലുകളും, ഹാലലിയ, അധികമായ സൂചികൾ ഇരിക്കുക. ഞാൻ പറഞ്ഞ എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിലെ ചെറിയ ആഗ്രഹത്തെ പോലും അറിയുന്ന ഒരു ദൈവം. ഹാലേലിയ. എന്നാ ദൈവമക്കളെ, ഹാലേലിയ, ഇങ്ങനെ ഈ വീട്ടിൽ ഞാൻ ഉപയോഗിക്കാത്ത പാത്രം, എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രങ്ങളെ, ഹാലേലിയ, അങ്ങനെയുള്ള തിങ്സുകളെല്ലാം ആ വീട്ടിൽ കിടക്കുന്നത്. ഹാലേലിയ. അങ്ങനെ ഞാൻ വീട്ടിൽ താമസിച്ചപ്പോൾ ഞാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ നീ ഭയങ്കര വിടുതല, വലിയൊരു ഓപ്പണിങ്. ഓൾറെഡി ദിവസം പറഞ്ഞിട്ടുണ്ട്, നീ കുവൈറ്റിൽ പോകും, നിനക്ക് അവിടെ ജോലി കിട്ടും. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് ജോലി കിട്ടാൻ യാതൊരു ചാൻസും എനിക്ക് ഇവിടെ ഇല്ല കുവൈറ്റില്. പക്ഷെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എനിക്ക് വീടുകളിൽ പോയി ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ള ഒരു ഹാലേലിയ, ഇത് മാത്രം എന്റെ മുന്നിൽ കിടപ്പുള്ളൂ. ഹാലേലിയ. അങ്ങനെ ഞാൻ ആ വീട്ടിലിരുന്നപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചു കർത്താവ്, ഞാൻ എല്ലാവരെയും വിളിച്ച് സാക്ഷ്യം പറഞ്ഞു, എന്റെ വീടൊക്കെ കാണിച്ച് ഈ സൂചി നൂലിന്റെ സാക്ഷിയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഹാലേലിയ. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ സമയമില്ലല്ലോ. ഹാലേലിയ. ആ സാക്ഷ്യത്തിലല്ല എനിക്ക് വരേണ്ടത്. ഹാലേലിയ. അങ്ങനെ ഞാൻ ദൈവമക്കളെ, വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്റെ ബ്ലഡ്, ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞാൻ ഓൾറെഡി കുവൈറ്റിലെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കുവൈറ്റിലോട്ട് കയറും. അപ്പം ദേശത്തൊക്കെ ഭയങ്കര സാക്ഷ്യം. എന്റെ കൂട്ടുകാരുടെ നടുവിൽ സാക്ഷ്യം, ഡൽഹിയുടെ ദേശത്ത് സാക്ഷിയായി. ഹാലേലിയ. ദൈവം പ്രതികൂലത്തിലും നടത്തുന്ന, ഇന്ന് പാട്ട് പാടിയതുപോലെ, ഹാലേലിയ, ആ പാട്ട് പാടിയതുപോലെ കഷ്ടങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കഷ്ടത്തിൽ മാത്രമേ ക്രിസ്തുവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. കഷ്ടത്തിന്റെ നടുവിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവം, പ്രതികൂലത്തിന്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. കഷ്ടം ഒരിക്കലും നമ്മളെ തകർത്ത് കളയുവാനല്ല. ഹാലേലിയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. ഹാലേലിയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ലെന്ന്. ബുദ്ധിമുട്ട്. ആമേൻ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ, ആമേൻ, മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടത്, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും ഏൽപ്പിക്കപ്പെടുന്നു. ആമേൻ. അപ്പൊ ഈ തിരുവചനം എന്റെ ജീവിതത്തിൽ ഭയങ്കര, നമ്മുടെ ജീവിതത്തിൽ എല്ലാം അങ്ങനെ, ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ നിന്ന് ഒരു ആശ്വാസം. ഹാലേലിയ. അവിടെ കർത്താവ് നമ്മളെ ഉറപ്പിക്കുക. പിന്നെയും ഒരു പ്രശ്നം. ഹാലേലിയ. അവിടെയും ദൈവം നമ്മളെ ഉറപ്പിക്കുക. നമ്മുടെ മർത്യ ശരീരത്തിൽ കർത്താവിന്റെ കഷ്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് കാണാൻ പറ്റിയ അങ്ങനത്തെ ഒരു അനുഭവം ദൈവമക്കളെ. ഹാലേലിയ. അങ്ങനെ ഈ കഷ്ടങ്ങളിലൊക്കെ നമ്മൾ അവിടെ എങ്ങും എന്തുവാ, ഈ മുൾത്തീ, ആ തീ കത്തുന്നുണ്ട്. ഹാലേലിയ. മുൾപ്പടപ്പിന് തീ കത്തുന്നുണ്ട്, പക്ഷെ അത് വെന്ത് പോകാത്ത ഒരു അനുഭവം. നമ്മളെ തകർത്ത് കളയത്തില്ല. കഷ്ടങ്ങളിൽ ഒരിക്കലും ദൈവം നമ്മളെ തകർത്ത് കളയത്തില്ല. ഹാലേലിയ. അങ്ങനെ ഈ ഡൽഹിയിൽ ഞാൻ ഓൾറെഡി നാട്ടിൽ വെച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞാനും മോളും കയറി. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ കുവൈറ്റിന്റെ എംബസി തന്നെ ഉണ്ട്. കുവൈറ്റിന്റെ ലാബ്, പ്രത്യേകം ലാബിലാണ് നമുക്ക് കുവൈറ്റിലുള്ള വിസയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ 2 ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. കുഞ്ഞിന്റെ ടെസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ട് വന്നു, അവർക്ക് വിസ അടിക്കാം. പക്ഷെ എന്റെ ടെസ്റ്റ് വന്നപ്പോൾ സഫീഷ്യന്റ് എന്നാ കാണിക്കുന്നത്. ഹാലേലിയ. അപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചു. അപ്പൊ ഞാൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഹാലേലിയ, അതെന്താ അങ്ങനെ? അപ്പൊ അവർ ചോദിച്ചു, പ്രഗ്നൻസി അങ്ങനെ വല്ലതും ഉണ്ട്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല. അതിൽ നിന്ന് ദൈവമക്കളെ, ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. ഈ ദേശത്ത് വന്ന്, ഞാൻ പറഞ്ഞില്ല, പല രാജ്യത്തിലുള്ളവരാണല്ലോ എന്നെ കേൾക്കുന്നത്. ഈ സാക്ഷ്യം പറയാനാണ് ദൈവം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആ ഒരു ഇത് തന്നതിൽ ഒരുപാട് ടൈം മുന്നോട്ട് പോയി. ഹാലേലിയ. ഞാൻ ഈ ഒരുപാട് സാക്ഷ്യം ഇങ്ങനെ വീടൊക്കെ വിളിച്ച്, ഞാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ കഴിഞ്ഞ ദൈവം എനിക്ക് വേണ്ടി കണ്ടോ, ദൈവം പ്രവർത്തിച്ചത് കണ്ടോ, ഇവിടെ വന്ന് ഇങ്ങനെ എനിക്ക് ദൈവം അങ്ങനെ. ഞാൻ വിചാരിച്ചു ഇനി അടുത്ത എന്റെ പ്രിയപ്പെട്ടനുമായിട്ട് വലിയ എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാല് എന്നോട് എപ്പോഴും പറഞ്ഞു, എന്റെ പ്രിയ, നീ ചിന്തിക്കുകയോ വേണ്ട, ഞാനൊരു ഉപദേശിയാവുന്നു, നീ ചിന്തിക്കുകയോ വേണ്ട, ഞാൻ വെള്ള ഡ്രസ് എപ്പോഴും ഇട്ട് നടക്കും, നീ ചിന്തിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തി എന്റെ പ്രിയപ്പെട്ടവൻ കേട്ടോ. ഹാലേലിയ. ആ രഞ്ജിതന് ഞാൻ അന്നേരം ഈ വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം വിളിച്ച് ഓരോരുത്തരെ കഴിഞ്ഞ് ദൈവം കണ്ട് അത്ഭുതം. അപ്പൊ ഞാൻ വിളിച്ച എന്റെ പ്രിയപ്പെട്ടവനോട്, ഞങ്ങളെ ഇവിടെ ഒരുക്കി എടുത്ത് ദൈവം ദേശത്ത് കൊണ്ടുപോകുന്നുള്ള ഒരു ദൈവത്തിന്റെ ആലോചന ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഹാലേലിയ. അതോടൊപ്പം ദൈവം, ഞാൻ ഇവിടുന്ന് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ 2 പ്രാവശ്യം വിസിറ്റിങ്ങിന് ഈ കുവൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട്, ഞങ്ങൾക്ക് ഇവിടെ ചെയിൻ പ്രെയർ ഉണ്ട്. ചെയിൻ പ്രെയറിലൊക്കെ ഒത്തിരി
സഹോദരന്മാർ വരും. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തവരൊക്കെ ഈ രാത്രി ആരും അങ്ങനെയൊക്കെയോ കയറി വരും പ്രാർത്ഥിക്കാൻ. ഇവർക്ക് വിസ ഇല്ല, അങ്ങനെ റൂമുകളിലൊക്കെ അടയ്ക്കപ്പെട്ട സഹോദരന്മാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഞാൻ വിസിറ്റിങ്ങിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, കർത്താവേ ഇങ്ങനെ തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിപ്പാൻ, ഹല്ലേലൂയ, തകർന്നിരിക്കുന്നവരെ മുറിവ് കെട്ടുവാൻ, ഹല്ലേലൂയ, കർത്താവ് എനിക്കൊരു ഹല്ലേലൂയ കൃപ തരണം, അങ്ങനത്തെ ശുശ്രൂഷ എനിക്ക് വേണ്ടെന്ന് ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു വചനമായിരുന്നു ദൈവമക്കളെ. ഇതായിരുന്നു എന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു വചനം. ഇവിടെ വന്നാലും കുവൈറ്റി വന്നാലും കർത്താവിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കണം, ദൈവം പ്രവർത്തിക്കും എന്നുള്ള ഒരു വചനം വന്ന് വീട്ടിൽ വന്നപ്പോ എല്ലാം നല്ല ഹല്ലേലൂയ, ഹസ്ബൻഡ് കൂടെ വീട്ടിൽ വന്നപ്പോ എല്ലാ സാഹചര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലം. അങ്ങനെ വരുമ്പോഴാണ് ഈ ബ്ലഡ് ടെസ്റ്റ് കൊടുക്കണം, നമുക്ക് ഇവിടെ വിസ കണ്ടിന്യൂ ചെയ്ത് അടിക്കണമെങ്കിൽ ഡിപ്പെൻഡിങ് തന്നെയാണ്. അങ്ങനെ വിസ അടിക്കാൻ കൊടുക്കുമ്പോഴാണ് എന്റെ ബ്ലഡിന്റെ ടെസ്റ്റ് സഫീഷ്യന്റ് എന്തുവാണെന്ന് അവർക്ക് അറിയത്തില്ല. അതിനോട് പറഞ്ഞ് രണ്ടാമത് ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഹാലലിയുടെ പ്രിയപ്പെട്ട എന്നെ കൊണ്ട് പോയി. ഞങ്ങള് അല്ലെങ്കിൽ സഭാ ഹോസ്പിറ്റലിൽ ചെന്ന, ഇവിടുത്തെ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലാ, അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ ഹാലലിയ അപ്പോഴെന്നോട് ഈ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ എന്നെ വേറൊരു റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആരുമില്ല, മുതിർമാരൊക്കെ ഇരിക്കുന്ന ഒരു റൂം. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ് അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ചിലപ്പോൾ വേറെ ആളൊരു പയ്യനെ വിട്ട് ഒരു പേപ്പർ എടുപ്പിച്ചു. അപ്പൊ ഞാൻ ഈ പേപ്പർ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ദൈവമക്കളെ, ഹാലലിയ ഒരു വെള്ള പേപ്പർ, അതിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിന് ഇടയ്ക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു HCV ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ഞാനിത് കണ്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. എനിക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് OT-യിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം HIV അല്ല HCV ഹെപ്പറ്റൈറ്റിസിന്റെ ഒക്കെ ആ ഒരു ഇത്. അല്ലെങ്കിൽ അതും റെഡ് ചുമന്ന ലിങ്ക് വെച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഓ ഹല്ലേലൂയ, എനിക്കത് ഇപ്പോഴും എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ദൈവമക്കളെ. ആ റൂമിൽ ആ കുറെ അവിടുത്തെ ആ സാറുമാരും ഞാനും മാത്രമുണ്ട്. പ്രിയപ്പെട്ടൻ പുറത്തിരിക്കും, ഞങ്ങൾ ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞു, കർത്താവേ തീർന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പോകത്തില്ല. നമ്മളെല്ലാവരും ഒരു ഒറ്റപ്പെടല, എന്റെ കുടുംബം, എന്റെ കുഞ്ഞ് എന്ന് വെച്ചാൽ ദേശത്തിന്റെ മധ്യത്തിൽ. ഹാലലിയ, ഞാൻ എങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ വലിയ ഒരു ശൂന്യതയിലേക്ക് ഞാൻ പോയി. ഹാലലിയ, അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഞാനിത് ബ്ലഡ് എന്നെ വേറെ റൂമിലോട്ട് വിട്ടു, ബ്ലഡ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ കുറച്ച് സിസ്റ്റർ നാട്ടിൽ വെച്ച് ബ്ലഡ് ഒക്കെ ചെയ്തിട്ടാണോ? ഞാൻ ചെയ്തിട്ട് അയച്ചു വന്ന കുഴപ്പമില്ല. എന്ത് വെച്ച് ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ കണ്ട ആ പേപ്പറിൽ എഴുതി വെച്ച് HCV ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഹാലലി, അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ചേച്ചി ഇതിങ്ങനെ, എന്താ എന്റെ പ്രശ്നം എന്താ? പറഞ്ഞു, അങ്ങനൊന്നും പ്രശ്നമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യട്ടെ. ഞാൻ ചോദിച്ചു, അങ്ങനെ വല്ല ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറാൻ പറ്റുമോ? അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ഇവരോട് അങ്ങ് ചോദിക്കുക, എനിക്ക് എന്തുവന്നറിയത്തില്ല, ഞാൻ തകർന്നു പോയി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഈ സിസ്റ്ററോട് എന്ത് ചെയ്യാൻ പറ്റും സിസ്റ്റർ, എനിക്ക് ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടുമോ ഇനി, അതോ ഞാൻ തിരിച്ചു എന്തെങ്കിലും അങ്ങനെ ഉണ്ട്, നാട്ടിൽ പോകണം, നാട്ടിൽ പോയി ട്രീറ്റ് ചെയ്യാൻ മതിയല്ലോ, ട്രീറ്റ് ചെയ്യാതെ മാറാത്ത അസുഖങ്ങളൊന്നും. ഇപ്പൊ ഈ പുള്ളിക്കാരൻ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇതാണെന്ന് എന്നോട് പറയുന്നില്ല. അങ്ങനെ ദൈവമക്കൾ, ഇത് എന്റെ ഹൃദയത്തിൽ അറിയാം. അന്ന് ഞങ്ങളൊരു വേറൊരു ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചർച്ചുകാരൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താ. അപ്പൊ എന്നോട് വിളിച്ചു, എന്തിനാ ബ്ലഡ് ടെസ്റ്റ് എടുത്തത്? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല സിസ്റ്റർ, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇവരെല്ലാം ആദ്യം വരുമ്പോൾ പറഞ്ഞത് ചെസ്റ്റിന് എക്സ്റേയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഇവിടെ ചെസ്റ്റ് എക്സ്റേ ഒക്കെ ഒരുപാട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ബ്ലഡിന് രണ്ടാമത് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ രണ്ടാമത് പിന്നെ അവർ ചെയ്യിക്കും, അല്ലാതെ ബ്ലഡിന് അങ്ങനെ റെയർ 1000-ൽ ഒരാളൊക്കെ വരത്തുള്ളൂ എന്നുള്ളതാണ് ഏജൻസി എന്നൊക്കെ ഞാനിത് നന്നായിട്ട് തിരക്കുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഹാലലിയ, എന്നോട് ഞങ്ങളിങ്ങനെ വണ്ടി എന്നോട് എന്റെ പ്രിയപ്പെട്ടനോട് ചോദിക്കും, പ്രിയ എന്താ സംഭവം, എന്തുവാ നിനക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും എനിക്കറിയത്തില്ല രഞ്ജിത്തേട്ടാന്ന് പറഞ്ഞു. പക്ഷെ എന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഭയങ്കര നിരാശയിലേക്ക് ഞാൻ പോയി ദൈവമക്കളെ. ഹാലേലിയ, എനിക്ക് ഈ ഒരു അസുഖമാണെങ്കിൽ ഞാൻ എങ്ങനെ ഇനിയും ജീവിക്കുന്നത്? ഹാലെന്ന് വെച്ചാൽ ദേശത്തും കുടുംബത്തും എല്ലാം ഞാൻ ഈ വിശ്വാസത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ദൈവം എന്റെ മുന്നിൽ വലിയൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട് കുടുംബത്തിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ്, ഇതെല്ലാം അസ്തമിച്ചു പോവുകയാണല്ലോ. ഹാലേലിയ, അങ്ങനെ ഞാൻ ഇതിന്റെ 7 ദിവസം കഴിയുമ്പോൾ റിപ്പോർട്ട് വരും. പക്ഷെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ഇതായിരുന്നു, ഇവരുടെ മുസ്ലിങ്ങളുടെ എന്തോ ഒരു ഈദിന്റെ അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു വന്നിരുന്നത്. മെയ് കഴിഞ്ഞിട്ടുള്ള ആ മാസങ്ങളിൽ, ഒരു മെയ്യിലാണ് 2022 മെയ്യിലാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ഈ മുസ്ലിങ്ങളുടെ എന്തോ ഒരു ഇത് വന്നിട്ട് 14 ദിവസം അവർക്ക് അവധിയാ. ഈ 14 ദിവസം ഞാൻ വളരെ തകർച്ചയിലൂടെ പോയി ദൈവമക്കളെ. ഞാൻ പറഞ്ഞില്ല, അന്നേരം ഈ സൂം മീറ്റിംഗ് ഭയങ്കര ശക്തമായിട്ട് ഞാൻ ഈ സൂമിലൊക്കെ ഇരുന്ന്, എന്നോട് ആരും ആലോചന പറയത്തില്ല കേട്ടോ. അല്ലെ, എന്നോട് വളരെ റെയറാ. ഹാലേലിയ, വർഷത്തിലൊക്കെ ഒരാലോചന കേട്ടാലായി. ദൈവത്തിന്റെ ദാസന്റെ മോശ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദൈവമേ, എന്റെ സഹോദരങ്ങളെല്ലാം ഈ ജനം മുഴുവൻ പ്രവാചകന്മാരായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള പ്രവചന ശുശ്രൂഷ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പിറുവിറുക്കത്തില്ല. ദൈവോചനം പറയുന്ന പോലെ പ്രവാചകനാണ് പറയുന്നത് പോലെ അങ്ങ് പൊക്കോളൂ. ആരും പ്രവചിക്കേണ്ട കാര്യമില്ല, ഇന്നതാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഞാനങ്ങ് പറയുക ദൈവമക്കളെ. ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ആരോടും അല്ലെങ്കിൽ എനിക്കും ആരോടും അല്ലെങ്കിൽ പിറുപിറുപ്പോ പ്രശ്നങ്ങളോ ഒന്നും, ദൈവം എന്നോട് ആ വചനം അനുസരിച്ച് ഞാനങ്ങ് പോകും. ഹാലേലിയ. അപ്പം
ഞാനിങ്ങനെ ഞാൻ എന്നോട് ആരിങ്ങനെ പ്രവചിക്കാല്ല, പക്ഷെ എനിക്ക് എല്ലാം നഷ്ടം. എന്റെ മുന്നിൽ വചനമില്ല, കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഓരോ ദിവസം കഴിയുന്തോറും തകർക്കപ്പെട്ടവളായി തകർന്ന് വീട്ടിൽ പിന്നെ ആരെയും ഞാൻ വിളിക്കാറില്ല. എനിക്ക് എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഒരു സൂമിന്റെ മീറ്റിംഗിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പച്ച ഷാളിട്ട് കുനിഞ്ഞായിരിക്കുന്നത്. പിന്നെ എനിക്ക് ആരുടെയും മുഖം നോക്കാൻ പറ്റത്തില്ല. എന്റെ ചിന്ത മുഴുവൻ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ, എന്റെ കുടുംബം മുഴുവൻ ഒറ്റപ്പെട്ടു പോകും, എന്റെ പ്രിയപ്പെട്ടവൻ കുഞ്ഞ്, ഓൾറെഡി ഞങ്ങൾ ഒറ്റപ്പെട്ടവരാ. ചെറിയൊരു ഇത് കയറി വരികയായിരുന്നു, വീണ്ടും ഇങ്ങനത്തെ ഒരു അനുഭവം. അല്ലെങ്കിൽ ഞാനിങ്ങനെ സൂമിൽ കയറുന്നപ്പോ ഈ ദൈവദാസൻ ഇങ്ങനെ പ്രവചിച്ച് പറയാ, പച്ച ഷാളിട്ട് കുനിഞ്ഞിരിക്കുന്ന സഹോദരിയോട് ഞാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക, വളരെ തകർക്കപ്പെട്ടവളായിട്ട് അവൾ ഇന്ന് അവിടെ ഇരിക്കുക. ഹാലേലിയ. ഞാൻ ഏതോ ഒരു സൂമിൽ ഇരിക്കുക, അനേക ദൈവമക്കളുണ്ട്. ഹാലേലിയ. പക്ഷെ ഞാൻ കൃപയാൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത്, ഞാൻ പറയട്ടെ ദൈവമക്കളെ, സൂം മീറ്റിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ കേട്ടോ, ഓപ്പൺ ചെയ്തോണം കേട്ടോ. ഞാൻ മാക്സിമം പറ്റുന്നിടത്തോളം അന്ന് ഓപ്പൺ ചെയ്തേ വെക്കത്തുള്ളൂ പിന്നീടൊക്കെ. കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനെ എപ്പോഴാണ് നമ്മളോട് സംസാരിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഹാലേലിയ. ദൈവത്തിന് സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവൈലബിൾ ആണോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഹാലേലിയ. ഹാലേലിയ. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുക ദൈവമക്കളെ, തകർന്ന്. എനിക്ക് പറ്റില്ല, എനിക്ക് രഞ്ജിതനോടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്റെ പ്രിയനോട് പറഞ്ഞു, അങ്ങനെ രഞ്ജിതൻ അതൊരു ഭാരത്തിനോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ഹാലേലിയ. ഇരിക്കുമ്പോ ആ ദൈവാസൻ ഇങ്ങനെ പറയാ, പച്ച ഷാൾട്ടെ കുഴിഞ്ഞിരിക്കുന്ന ആ സഹോദരി നോക്ക്, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ആ ദേശത്തിന്റെ മധ്യത്തിൽ ആഹാബിന്റെ രഥത്തിന് മുമ്പ് ആ ഏലിയാവ് അരകെട്ടി ഓടി, ചെരുപ്പിടാതെ ഓടിയതുപോലെ നിന്നെ ആ ദേശത്തെ പ്രതികൂലത്തെ, പൈശാചിക ശക്തിയെ ജയിക്കുന്ന അഭിഷേകത്തോടെ ആ ദേശത്ത് ദൈവം നിന്നെ ഓടിക്കാൻ പോവുകയാണെന്ന്. എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയി ആ വചനം. അദ്ദേഹത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ വൈകിട്ട് വന്നപ്പോൾ രഞ്ജനോട് ഷെയർ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാ ഒരു വ്യക്തിയിലൂടെ, ദൈവാസത്തിലൂടെ സംസാരിച്ചു. അല്ലെ പിന്നെ ഞാൻ ഈ കുവൈറ്റിരിക്കുന്ന ആൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ വ്യക്തിപരമായി ഞാൻ തകർന്നിരിക്കുന്നുവെന്നും ദേശത്ത് ദൈവം എന്നെ ഉപയോഗിക്കുമെന്നും ഒക്കെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ഏകദേശം വൈകുന്നേരം ആയപ്പോൾ തന്നെ ആ ശക്തി എന്നിൽ നിന്ന് പോയി, ആ ഒരു ബലമൊക്കെ മാറിപ്പോയി. പിന്നെയും ഞാൻ നിരാശയാ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം സിസ്റ്ററെ, ഞാൻ ഇതുപോലെ വേറൊരു ചർച്ചിൽ ചെന്ന് അവിടെ ദൈവാസൻ ഇങ്ങനെ പുറത്തുനിന്ന് ദൈവാസന്മാരെ അവര് കൊണ്ടുവരും. നമ്മൾ ഇവിടെ എല്ലാം വിസിറ്റിംഗ് പാസ്റ്റേഴ്സിനെ പാസ്റ്ററെ കൊണ്ടുപോകും. ഞാൻ അവിടെ ചെന്നു. ആ പാസ്റ്റർ ഷിബു എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്നു. ഞാൻ ഈ ചർച്ച എനിക്ക് അറിയാവുന്ന ചർച്ച. അപ്പൊ ഞാൻ ആ ചർച്ചിന്റെ പുറകിൽ ഭയങ്കര നിരാശയും വീട്ടിലിരുന്ന ഭയങ്കര പ്രയാസമായതുകൊണ്ട് ഞാൻ ആ ചർച്ചിന്റെ ഏറ്റവും പുറകിൽ പോയി ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. എന്താണെന്ന് വെച്ചാൽ എനിക്കിനി ഞാൻ മുന്നോട്ട് എങ്ങനെ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഹാലേലിയ. അപ്പം വീട്ടിലാണെങ്കിൽ ഏകദേശം ഇപ്പൊ എന്താ, ഞങ്ങൾ നാട്ടിൽ വന്നിച്ചിരി കാര്യങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറുന്നുണ്ട്. എല്ലാവരും ഒരുമാതിരി അടുത്തൊക്കെ വരികയായിരുന്നു. വീണ്ടും ഇതുപോലൊരു ഇൻസിഡന്റ്. അപ്പൊ എനിക്കൊന്നും എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വലിയൊരു ഹാളിന്റെ ഏറ്റവും പുറകിൽ പോയിരിക്കുക, ആരും എന്നെ കാണണ്ട. അവിടെ വന്നിരിക്കുമ്പം എനിക്ക് കരയണമെങ്കിൽ കരയാം. വീട്ടിലാണ് കുഞ്ഞുണ്ട് രഞ്ജിതണ്ട്. ഇവരുടെ മുന്നിൽ കരയാൻ പറ്റത്തില്ല. രഞ്ജനൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കരയുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോഴത്തേനും ഞാൻ പലരോട് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, ഉറക്കമരുന്ന് വേണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. പക്ഷെ മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല കേട്ടോ. മരിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ രഞ്ജിതൻ, എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട്, പ്രത്യേകിച്ച് ദേവാസന്മാരായിട്ടൊക്കെ ഭയങ്കര ഒരു ഇതാ. അപ്പൊ അവരുടെ മധ്യത്തിൽ എന്റെ ഹസ്ബൻഡ് അത് നാണക്കേടാവും. പിന്നെ ഈ ദേശത്ത് വന്ന് അങ്ങനെ മരിക്കാൻ നിത്യതയില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. ഞാൻ മരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എന്നെ ദൈവം എല്ലാ മേഖലയിലും എന്റെ ജീവിതത്തിലൊരു അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്നെ എല്ലാ മേലും എന്നെ ഒറ്റയ്ക്ക് വിടുവായിരുന്നു. എന്നെ ഒറ്റയ്ക്കാണ് ദൈവം. എനിക്ക് എന്റെ കർത്താവിനെ, എനിക്ക് എന്റെ യേശുപ്പെ ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളതേ ഒരു ബന്ധത്തിൽ ദൈവം എന്നെ എനിക്ക് അപ്പയെ കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞിരുന്ന ദൈവമക്കളെ. പ്രിയപ്പെട്ടം പോയി കഴിയുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് നിരാശ, ഒരു ഇടത്തും എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല. നിരാശയിലൂടെ ഞാൻ പോകും. പിന്നെ ഒരു 14 ദിവസം എടുത്ത് ഇവരുടെ ഈ പ്രോഗ്രാം ഒക്കെ ആയതുകൊണ്ട് അവരുടെ ലാബ് എല്ലാം ക്ലോസ് ആയിരുന്നു. അതിന്റെ റിപ്പോർട്ട്, അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരാൻ 14 ദിവസത്തിലാണ്. ഞാൻ ഈ ഇടയ്ക്കത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ ചർച്ച ചെല്ലുമ്പോൾ മുന്നിൽ നിന്ന് പ്രവാചക ദൈവദാസൻ, ആ ദൈവദാസൻ ഒരു പ്രവാചകൻ, ഇദ്ദേഹം വന്നിട്ട് പറയുക. അപ്പൊ എല്ലാവരും എണീറ്റ് നിന്ന് ആരാധിക്കാൻ പറഞ്ഞു. ഞാനും എണീറ്റ് നിൽക്കുന്നു. ഞാൻ ആരാധനയും പാട്ടുമൊന്നും എന്റെ ഹൃദയത്തിലില്ല. പക്ഷെ ഞാൻ കുനിഞ്ഞു നിന്ന് കരച്ചില്ല. ഞാൻ ഭയങ്കര കരച്ചില്ല. എന്റെ ശരീരത്തിൽ ഇതെങ്ങനെ വന്നു? ഞാൻ എപ്പോഴും ചോദിക്കുന്നു. ഞാൻ ചിലപ്പം ഇവിടെ നിന്ന് വരുമ്പോ തന്നെ ഈ രഞ്ജനം കേൾക്കാതെ ഞാനൊരു പയ്യനോട് ചോദിക്കുന്നുണ്ട്, മോനെ ഇവിടുത്തെ ലാബ് ഇവര് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെ ചോദിച്ചാൽ, ഇവിടുത്തെ അമേരിക്കയുടെ ഇൻസ്ട്രുമെന്റ് ഇതെല്ലാം ഒരിക്കലും ഇതിനകത്ത്, ഈ മിഷീനകത്ത് യാതൊരു തെറ്റും ഉണ്ടാവുന്നതല്ല. എന്നോട് എന്താ ചില മോനെ ഞാൻ ചോദിച്ചെന്നുള്ളൂ, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഇവിടെ ചെയ്യിക്കാലോ, ഇവിടത്തേക്ക് ഞാൻ പുതിയതായിട്ട് വന്ന അതാ ചോദിക്കും. അപ്പൊ ഇവനിങ്ങനൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ദൈവമേ, എനിക്ക് എങ്ങനെ ഈ അസുഖം വന്നു? ഇതെങ്ങനെ? ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ പറയാം എങ്ങനെയും ഡ്യൂട്ടിയിൽ നിന്ന് കിട്ടിയതാ. അല്ലെങ്കിൽ ഞാൻ പക്ഷെ 2 വർഷം നാട്ടിലുണ്ടായിരുന്നു. ഇതിൻ്റെതായ യാതൊരു സിംറ്റംസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെയുള്ള എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്കൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോവുക, മെഡിസിൻ എടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്കിത് എങ്ങനെ വന്നു? ഇത് ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക്. പിന്നെ എന്നിട്ട് ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ പിന്നെ ടെസ്റ്റിലായി. മൊത്തം എന്റെ ജീവിതത്തിൽ മുഴുവൻ നിരാശ, അങ്ങനെയൊക്കെയുള്ള മേഖലയിലൂടെ ഞാൻ പൊയ്ക്കൊണ്ട്, വചനം എന്നോട് സംസാരിക്കുന്നേ ഇല്ല. അങ്ങനെ ദൈവമക്കളെ, ഞാൻ ഈ ചർച്ചിന്റെ പുറകെ പോയിരിക്കുമ്പോൾ ഈ ദൈവാസൻ ആരാധിക്കാൻ പറയുന്നു.
അതേ അന്നേരം അങ്ങ് ശുശ്രൂഷയ്ക്ക് കയറിയിട്ട് എന്തോ എല്ലാരും ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ആ സിസ്റ്റർ എണീക്കാൻ പറഞ്ഞു, ഏറ്റവും പുറകിൽ ഇരിക്കുന്ന സിസ്റ്റർ എണീക്കാൻ പറഞ്ഞു. എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ നീ ഇന്ന് തകർക്കപ്പെട്ടവളാ കേട്ടോ, നീ ഇന്ന് ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ പോലെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാ നീ. പക്ഷെ എനിക്കന്ന് കരയാൻ വയ്യ ദൈവമക്കളെ. ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഞാൻ ക്ഷീണിച്ചു, അതുപോലെ ഞാൻ തകർക്കപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് കരയാം, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ കുടുംബത്തെ നോക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ കുഞ്ഞ് ഹാലേലിയ, അവരൊറ്റപ്പെട്ടു പോകലും, മോളാണല്ലോ അവൾ ഒറ്റപ്പെട്ടു പോകലും, ബന്ധുക്കോസാരുടെ എല്ലാവരുടെ ഇടയിൽ അവരെങ്ങനെ ആയിത്തീരും, ആ ഒരു ഭാരം എന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഇദ്ദേഹം ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം മുന്നോട്ട് അങ്ങ് പോയി. പിന്നെയും വർഷിപ്പ് ആരാധന കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞ് എല്ലാരും എണീറ്റ് നിന്ന് ആരാധിക്കാൻ പറഞ്ഞു. വീണ്ടും പറയും എണീറ്റ് നിന്ന് ആരാധിക്കാൻ. അപ്പൊ ഞാൻ എണീറ്റ് തന്നെ നിൽക്കുവോ, ആരാധിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ആ സിസ്റ്റർ മാത്രം അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം വീണ്ടും ഹല്ലേലൂയ ഒരു 10 മിനിറ്റ് ആരാധിച്ച് വീണ്ടും എന്നിട്ട് എന്നോട് പറയാ, എന്റെ സിസ്റ്ററെ, ദൈവാത്മാവ് എന്നോട് വ്യക്തിപരമായി നിന്നോട് തന്നെ പിന്നെയും ആലോചന പറയാ, തകർക്കപ്പെട്ട ഒരു ക്രൂശിനെ മാത്രം നീ ഇന്ന് കാണുന്നുള്ളൂ, പക്ഷേ അതിൽ ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവിനെ നീ കാണാൻ പോവുകയാണെന്ന് ഇദ്ദേഹം എന്നോട് പറയാ. ഞാൻ പറഞ്ഞു, അപ്പാ നീ എത്ര വലിയവനാ, പക്ഷെ എങ്ങനാ ചാൻസ്, എങ്ങനാ ഇതിനകത്ത് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ എണീറ്റ് നിന്നു. ഹാലലി, ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പോകുമ്പോ ഈ രക്തസ്രാവക്കാരിയെ പോലെ 12 വർഷമായി രക്തസ്രാവം വന്ന അതേ സഹോദരി റോഡിലൂടെ പോയതുപോലെ ഞാൻ ഈ റോഡിലൂടെ പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോ ഞാൻ കർത്താവെ ശക്തി പ്രാപിച്ച് ഞാൻ വന്നു. ഞാൻ രഞ്ജനടുത്ത് പറഞ്ഞു, രഞ്ജിതേട്ട ഇതുപോലെ എന്നോട് യൂട്യൂബിൽ കിടപ്പുണ്ട് ആ മെസ്സേജിന്റെ ആ ഒരു പാട്ടെടുത്ത് ഞാൻ രഞ്ജനെ കാണിച്ചു. ഞാൻ അത് തന്നെ സന്തോഷിക്കും. പക്ഷെ രാത്രിയുടെ യാമത്തിലായപ്പോഴത്തേനും വീണ്ടും നിരാശയായി. എനിക്ക് അതൊക്കെ അങ്ങ് മാറിപ്പോയി ദൈവമക്കളെ. എന്റെ റിസൾട്ട് വരുന്നതിന് 2 ദിവസത്തിന് മുമ്പ് ഞാനിങ്ങനെ കിടക്കുക, രാത്രി 2:30 ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഒരു സൈഡിലുണ്ട്, എന്റെ കുഞ്ഞുണ്ട് ഹാലലിയ, ഇവർ രണ്ടും എന്റെ 2 കയ്യിൽ ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഉറങ്ങാത്ത രാത്രികളായിരുന്നു ഹാലലിയ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാ, ഞാനും എന്റെ പ്രാണനും എന്റെ ജീവൻ, എനിക്കറിയത്തില്ല, ഞാൻ ഈ ഒറ്റപ്പെട്ട് വളരെ നിരാശയിലൂടെ നിൽക്കുന്ന ഒരു അനുഭവം. എനിക്ക് 2:30 രാത്രി 2:30 എനിക്ക് ഒരു തരത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പം എനിക്ക് അങ്ങനെ പോസിറ്റീവാ. അങ്ങനെ ഉണ്ട്. ഞാൻ എയർപോർട്ടിൽ നിന്ന് കയറി പോകുന്നത്, ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത അവിടെ മുഴുവൻ അവർ ക്ലോസ് ചെയ്ത്, കുവൈറ്റ് ഗവൺമെന്റ് അവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലോസിങ്ങിന്റെ വ്യക്തിയെ കയറ്റിവിട്ടു. അങ്ങനെ എന്റെ ചിന്തയിൽ വരുന്നത്, അല്ലെങ്കിൽ ഇത് മൊത്തം മീഡിയ അറിയും, അങ്ങനെ ക്യാമറ ആയി മീഡിയ ആയി ഇത് മൊത്തം ലോകം മുഴുവൻ അറിയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ഇത് മൊത്തം എന്നെ ആ ദിവസങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും. ഞാൻ ഇങ്ങനെ കിടന്ന് വളരെ ഭാരത്തോടെ ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ ഹാലേലിയ, ദൈവത്തിന്റെ ആത്മാവ് ഹാലേലിയ എന്നോട് പറഞ്ഞു, നീ എണ്ണീറ്റ് വചനം, ആത്മാവ് പറയുമെന്നൊന്നും എനിക്കറിയത്തില്ല അല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ എണ്ണീറ്റിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, വചനം വായിക്കാൻ തുടങ്ങി. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ ശ്വാസം എനിക്കില്ല, ശ്വാസം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ അതുപോലത്തെ ഒരു അനുഭവത്തിൽ വന്നിട്ട് ഞാൻ ഈ ബൈബിൾ എടുത്തു വെച്ച് ഇങ്ങനെ തുറന്നു. 2:30 രാത്രി ഇങ്ങനെ എടുത്ത് തുറക്കുക. എനിക്ക് കിട്ടുന്നത് യെശയ്യാവിന്റെ പുസ്തകം 51 അധ്യായം അതിന്റെ 12 വാക്യം മുതലാ. വായിച്ച ദേവദാസി ആ വാക്യം ഒന്ന്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 51 12. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്തിനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവൻ്റെ ക്രോധം നിമിത്തം ദിനം പ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നതെന്ത്? പീഡകന്റെ ക്രോധം എവിടെ? ബന്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കയില്ല, അവന്റെ ആഹാരത്തിന് മുട്ടുവരികയില്ല. തിരകൾ അലർവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുള്ള വാക്യം. പക്ഷെ ഈ വാക്യം, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. മരിച്ചു പോകുന്ന മനുഷ്യനെയും മരിച്ചു പോകുന്ന മരത്തിനെയും പുല്ലുപോലെ ആകുന്ന ഹല്ലേലൂയ മനുഷ്യപുത്രനെ ഭയപ്പെടുവാൻ നീ ആരാന്നും പറഞ്ഞുകൊണ്ട് ഈ വാക്യം ഇങ്ങനെ വായിച്ചിട്ട് എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിൽ ഈ വചനം ഇങ്ങോട്ട് വായിച്ചു. ഇതിനകത്തൊരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ക്രോധം എവിടെ? ദിനം പ്രതി ഇടവിടാതെ എഴുതിയിരിക്കുന്നു. അവന്റെ ക്രോധം എവിടെ? പീഡകൻ നശിപ്പിക്കുവാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ചിട്ട്
എന്ന് വെച്ച് അവന്റെ ക്രോധ നിമിത്തം ദിനംപ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്താ? അപ്പൊ ദിനംപ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്താ? ഈ തിരുവചനം ഇങ്ങനെ വായിച്ചപ്പോ എന്നോട് ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുക. ഇതുവരെ ദൈവദാസന്മാരിലൂടെ എന്നോട് സംസാരിച്ചു, വേറൊരു ദേശത്തിൽ നിന്ന് ഒരു ദൈവദാസനോട് വ്യക്തിപരമായ ദൈവം എന്നോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഓരോ ദൈവദാസനെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് എന്നോട് സംസാരിച്ചു. പക്ഷെ ഈ വചനം എന്നോട് ഡയറക്റ്റ് സംസാരിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ വചനം വായിച്ചല്ല, ഒരു വ്യക്തി എന്നോട് ദിനംപ്രതി ക്രോധം, നീ എന്തിനാ ഹല്ലേലൂയ ഈ ക്രോധ നിമിത്തം ദിനംപ്രതി പേടിക്കുകയും ചെയ്യുന്നത് എന്തെന്ന് എന്നോട് ചോദിക്കുക. ഹല്ലേലൂയ. എന്നോട് എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ സ്വരമാ. എന്റെ കർത്താവ് വ്യക്തിയായിട്ട് എന്റെ മുന്നിൽ ഇറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ദൈവമക്കളെ, അതുവരെ ഇല്ലാത്ത വലിയൊരു ആശ്വാസം എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ട് പെട്ടെന്ന് ഞാൻ അപ്പോഴത്തേനും കുറച്ചു നേരം കഴിഞ്ഞ് ഈ വചനം തന്നെ വായിച്ചിരുന്ന് നേരം വെളുത്തു. ഞാൻ പെട്ടെന്ന് രഞ്ജന എനിക്ക് ഒരുക്കി വിടണം. എനിക്ക് അങ്ങ് എന്തോ ഒരു വലിയ, ഞാൻ പെട്ടെന്ന് രഞ്ജന ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുക്കി വിട്ടു, മോളെ സ്കൂളിൽ വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ വചനം പെട്ടെന്ന് റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഈ വചനം തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷം, ദൈവം എന്നോട് സംസാരിച്ചല്ലോ. അപ്പൊ ഞാൻ ദൈവത്തോട് കർത്താവ് ഇനി ഒന്ന് പെട്ടെന്ന് ഞാൻ ഈ വചനം വിട്ട് മാറിയാൽ എനിക്കറിയാം ഞാൻ ബലഹീനയായിപ്പോ, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതേ ഒരു സാഹചര്യത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് കുറെ കുഞ്ഞിന്റെ വെള്ള പേപ്പറുകൾ ഇരിപ്പുണ്ട്, A4 സൈസ് പേപ്പർ. അതിലെല്ലാം ഞാൻ ഈ വചനം ഇങ്ങനെ വലിയ അക്ഷരത്തില് സ്കെച്ച് വെച്ചെല്ലാം എഴുതിയിട്ട് ഞാൻ കാണുന്നിടത്തെല്ലാം ഒട്ടിച്ചു വെക്കാൻ തുടങ്ങി. എന്റെ ഹാളില് അതുപോലെ ബെഡ്റൂമിലെ, ബാത്റൂമിന്റെ ഡോറിലെ, കിച്ചന്റെ ഡോറിലെല്ലാം, ഈ ഈവൻ ഫ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ പോലും ഈ വചനം മുഴുവൻ ഞാൻ എഴുതിയിട്ട് കുറെ വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അപ്പൊ എന്റെ ഹൃദയത്തിൽ വേറൊരു ആലോചന വരിക ദൈവമക്കളെ, ഇതിന്റെ മുന്നില് ഇതിന്റെ ഇപ്പുറത്തെ ഇതുപോലെ തന്നെ A4 സൈസ് എന്തൊക്കെയോ എഴുതിയിട്ടാ ഞാൻ ഈ HCV ക്വസ്റ്റ്യൻ മാർക്ക് എന്നോട് എന്റെ ഹൃദയത്തിൽ നിന്ന് പറയാം, അത് ഇതിന്റെ ഇപ്പുറത്തോട്ട് എഴുതി ഒട്ടിച്ചു വെക്കാൻ. ഹല്ലേലൂയ. അതപ്പോ ദൈവമക്കളെ ഞാൻ പറഞ്ഞില്ലേ, അതുവരെ ഞാൻ ക്ഷീണിച്ചിരുന്ന എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഇങ്ങനെ വന്നിട്ട് ഞാൻ പറയാം, ദുഷ്ടപിശാചേ, ഹല്ലേലൂയ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയായ കർത്താവ് എന്നോട് പറഞ്ഞതാ, ഞാൻ തന്നെ എന്റെ ദൈവമെന്ന്. ഈ വചനം ഞാൻ ഇതിനോട് പറയാൻ തുടങ്ങി. ഏതിനോടാണെന്നറിയാമോ? ഈ HCV ക്വസ്റ്റ്യൻ മാർക്കിനോട് ഞാൻ പറയാൻ തുടങ്ങി. ദുഷ്ട, നിനക്ക് എന്നെ ഒന്നും ഞാൻ എഴുതി വെക്കത്തില്ല. എന്റെ ഹൃദയത്തിൽ എന്റെ അപ്പൻ എന്നോട് സംസാരിച്ചത്, ഹല്ലേലൂയ, ഇങ്ങനെ എന്നോട് പറഞ്ഞു, കുണ്ടറയിൽ ഇരിക്കുന്നവനെ ഞാൻ വേഗത്തിൽ അഴിച്ചു വിടുവന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തകർന്നു വന്ന ദൈവം എന്നോട്, എന്റെ കർത്താവ്, നിന്നെ ഞാൻ പേടിക്കത്തില്ല. നീ തകരത്തേയുള്ളൂ, നീ ഓൾറെഡി തകർന്നവനെ. ഞാൻ ഡയറക്റ്റ് ഇതിനോട് സംസാരിക്കാൻ തുടങ്ങി ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാനൊരു ആരുമില്ലല്ലോ, എനിക്ക് ഇഷ്ടം പോലൊക്കെ ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ അന്നേരം എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ വചനം ഞാൻ ഇവനോട് ഡയറക്റ്റ് സംസാരിക്കുന്നപ്പോ ഇവൻ എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോയി. ഈ വചനം വെച്ച് ഞാൻ ഇവനോട് സംസാരിക്കുന്നത്. അതുവരെ എനിക്ക് വചനം പറ്റത്തില്ല, പ്രാഗൽഭ്യമില്ല, ബലമില്ല, ധൈര്യമില്ല, ഒന്നുമില്ല. പക്ഷെ ഈ വചനത്തിൽ ദൈവം എന്നെ ഉറപ്പിച്ച് നിർത്തി. ഹല്ലേലൂയ. നിന്നുകൊണ്ട് ഞാൻ ഇതിനോട് സംസാരിക്കാൻ തുടങ്ങി. റെഡ് ലൈൻ എഴുതി വെച്ച, ഇങ്ക് കൊണ്ട് എഴുതി വെച്ച അതിനോട് അതായത് ഞാൻ പിശാച് വരുന്ന, പിശാചിന് എന്താ, ഇവന്റെ മേൽ ഒരാത്മാവാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനോട് വാത് കെട്ടണേ, ഈ ആത്മാവിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആത്മാവിന്റെ പ്രവൃത്തി ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ ഇവനോട് പറഞ്ഞു, ദുഷ്ടപിശാച്, നിനക്ക് എന്റെ മേൽ ഒരു അധികാരവും ഇല്ല. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ഹല്ലേലൂയ ഇതെനിക്ക് പോസിറ്റീവ് ആണെങ്കിലും ഞാൻ ഇങ്ങനെയുള്ളവരുടെ നടുവിൽ ഞാൻ പോകും. എനിക്കത് വിഷയമല്ല, ജനത്തെ കാണിക്കുന്നതല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്റെ യേശുവിനെ ഉയർത്തുക എന്നുള്ളതാ. എന്റെ പ്രിയപ്പെട്ടവനെ, കുഞ്ഞിനെ ബ്ലഡ് ഞാൻ ടെസ്റ്റ് ചെയ്യും, അവർക്ക് ഇതില്ല എന്ന് ഞാൻ ലോകത്ത് തെളിയിക്കും. എന്നിട്ട് ഞാൻ ഈ HCV ഉള്ളവരുടെ നടുവിലേക്ക് ഞാൻ ചെല്ലും. ഞാൻ ചെന്നിട്ട് അവർ, അങ്ങനെയുള്ള സഹോദരിമാരെ, അങ്ങനെ ഒറ്റപ്പെട്ടവരെ ഞാൻ ചേർത്ത് പിടിക്കും. അവരുടെ നടുവിൽ എന്റെ ക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ ഉയർത്തും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരും കുഞ്ഞിനും ദൈവം ബലം പകരും. അവരൊറ്റയ്ക്ക് നിൽക്കാനുള്ള ബലം ദൈവം കൊടുക്കും. ഹല്ലേലൂയ. ഇതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇത് ഉണ്ടെന്നിരുന്നോട്ടെ, പക്ഷെ എനിക്കത് വിഷയമല്ല. ഞാൻ ഇവരുടെ നടുവിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും. പക്ഷെ ഒരിക്കലും പിശാച് നിനക്ക് എന്നെ തകർത്ത് വെക്കാൻ പറ്റത്തില്ല. ഇതുപോലെ തകർക്കപ്പെട്ട ജനം ഉണ്ടല്ലോ, ഇതുപോലെ ഒറ്റപ്പെട്ട ജനം ഉണ്ടല്ലോ, ഹല്ലേലൂയ, തള്ളപ്പെട്ട ജനം ഉണ്ടല്ലോ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഞാൻ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ ഇതിനകത്ത് ഞാൻ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ഉറയ്ക്കാൻ തുടങ്ങി ദൈവമക്കളെ. ഞാൻ അങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെയുള്ള സഹോദരിമാരെ എങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ എങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും എന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് ഒറ്റപ്പെട്ടതൊന്നും എന്റെ ജീവിതത്തിൽ വിഷയങ്ങളല്ലല്ലോ. എന്റെ ജീവിതത്തിൽ വിഷയങ്ങളൊക്കെ ഹല്ലേലൂയ വചനത്തിൽ എന്റെ ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ദൈവമക്കളെ. 2 ദിവസം കഴിഞ്ഞ് എന്റെ റിസൾട്ട് വന്നു. അവര് പറഞ്ഞു, നിനക്ക് വിസ അടിക്കാനുള്ളതാ വന്നു. അതിനെപ്പറ്റി ഒന്നും ചിന്തയില്ല. അത് ഞാൻ പിന്നെ ചെന്ന് ലാബിൽ തിരക്കിപ്പോ അവര് ഒരുപക്ഷെ ബ്ലഡ് കുറഞ്ഞു പോയാലോ, ക്ലോട്ട് ആയി പോയാലോ, അത് സഫീഷ്യന്റ് എന്ന് പറഞ്ഞു വരും.
അത് കഴിഞ്ഞ് ഈ ആശ്വാസത്തിന്റെ വാക്കുകൾ ഞാൻ അതിനു മുമ്പ് ഈ ആശ്വാസത്തിന്റെ വാക്കുകൾ ഞാൻ ലാബിൽ നിന്ന് കേട്ടില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു തന്നത് ഈ ദേശത്ത് നമ്മൾ പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരല്ലേ, പല തരത്തിൽ പിശാച് നമ്മളെ തകർത്തു കളയാൻ നോക്കും. പക്ഷെ നമ്മൾ ഉറപ്പോടെ നിൽക്കണം, ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ഈ ദുഷ്ട പൈശാചിക ശക്തി ഹല്ലേലൂയ നമ്മുടെ മുന്നിൽ നിന്ന് മാറിപ്പോത്തുള്ളൂ. പലപ്പോഴും പലരെയും തകർത്തുകൊണ്ട് ഹല്ലേലൂയ വേദനിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇട്ട് കളയുമ്പോൾ അതിൽ തകർക്കപ്പെട്ടു പോകുക. എന്നാൽ ദൈവത്തിന്റെ ഭയങ്കര ഒരു കൃപയായിരുന്നു ദൈവമക്കളെ. അങ്ങനെ ഒരു വിഷയത്തിന് ദൈവം എനിക്ക് വലിയൊരു വിടുതൽ തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അതിന്റെ നെറ്റ് അടുത്ത ആഴ്ച വന്നപ്പോൾ ഒരു സഹോദരിയുടെ ഹസ്ബൻഡ് ഇവിടെ കോമ സ്റ്റേജിൽ കിടക്കുക. ഹല്ലേലൂയ. എനിക്ക് അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ പറഞ്ഞില്ലേ, ദൈവ കർത്താവ് പറയുന്ന ഒരു പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. എങ്ങനെ പരീക്ഷിക്കപ്പെട്ടു എന്നാ? ദൈവപുത്രനായിട്ടല്ല പരീക്ഷിക്കപ്പെട്ടു, നമ്മളെ പോലെ ഒരു വ്യക്തിയെ പോലെ പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് യാതൊരു കഷ്ടത്തിലുള്ളവരെയും രക്ഷിപ്പാൻ അവൻ നമ്മൾ പ്രാർത്ഥന നമ്മുടെ ഏത് വേദനയും കർത്താവിന് അറിയാൻ കഴിയും. എന്ന് വെച്ചാൽ പരീക്ഷിക്കപ്പെട്ടവനാ, നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാ കർത്താവ്. ഹല്ലേലൂയ. ഇതുപോലെ യോഹന്നാൻ അപ്പോസ്തല പ്രവർത്തിക്കകത്തില് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്, 1 കൊരിന്ത്യർ 4-ാമത്തെ വാക്യത്തിൽ 1-ാം അധ്യായം പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന്. ഹല്ലേലൂയ. അതായത് മക്കളെ, നമ്മൾ ചില മേഖലകളിലൂടെ കടന്നു പോയെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവസഭയിൽ എഴുന്നേറ്റ് ശക്തമായി സാക്ഷ്യം പറയാൻ തുടങ്ങി. ദൈവവചനം എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ എന്നെ ദൈവം നിർത്തി. ഹല്ലേലൂയ. ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് അവൻ നമ്മുടെ കഷ്ടങ്ങളിലൊക്കെയും അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഈ സഹോദരിയുടെ രാത്രിയുടെ യാമത്തിൽ അവിടെ ഉറക്കമില്ലായ്മ, ഹല്ലേലൂയ, ഇതൊന്നും എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു. പക്ഷെ എന്റെ ദൈവം പലപ്പോഴും പറയത്തില്ല, പല്ലുവേദന ഉള്ള ഒരാൾക്ക് പല്ലുവേദന വന്നെങ്കിൽ മാത്രമേ പല്ലുവേദന ഉള്ള ഒരാളെ ചേർത്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിക്ക് പോകുമ്പോൾ നമുക്ക് അവളുടെ വേദന എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ വേദനയിലൂടെ നമ്മൾ പോകണം. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവം പലപ്പോഴും നമ്മളെ കഷ്ടത്തിലൂടെ വിടുന്നത് എന്തിനാ? ഇദ്ദേഹം നമ്മൾ മുമ്പേ വായിച്ചത് ഇങ്ങനെ നമ്മൾ കേട്ടത് എന്താ? അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, പൗരത്വം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ യേശു നിമിത്തം ഞാൻ ഈ ഇതെല്ലാം ഞാൻ എന്റെ കർത്താവ് എനിക്ക് ആ ശ്രേഷ്ഠത നിമിത്തം, ആ പരിജ്ഞാന നിമിത്തം ഞാൻ ഇതെല്ലാം ചെയ്തമെന്നെണ്ണി. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം ഞാൻ ഇതെല്ലാം, എനിക്ക് അത് മതി, എന്റെ അപ്പനെ മതി എനിക്ക്. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ അവനെ പല സാഹചര്യത്തിലൂടെ വിട്ടു. ഹല്ലേലൂയ. സാഹചര്യത്തിലൂടെ ഒക്കെ വിട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെങ്ങും ഞാൻ തകർന്നു പോയില്ല. ക്രിസ്തുവിന്റെ എന്റെ ഈ മർത്തെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ഹല്ലേലൂയ ഞാൻ എന്റെ ഈ ശരീരത്തെ എപ്പോഴും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം പറയാ, ഏതൊരു കഷ്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന എന്തിനാണെന്നറിയാമോ? തകർന്നു പോകാനല്ല, കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാനാ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രാഗൽഭ്യത്തോടെ ഈ ദേശത്തിരുന്ന് പറയണമെങ്കിൽ, പല രാജ്യത്തെ കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കേ. ദൈവത്തെ അറിയുന്നവർ ഉറച്ചു വീര്യം പ്രവർത്തിക്കുമെന്ന്. അതെ, ക്രിസ്തുവിനെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഇത് കഷ്ടതയുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ക്രിസ്തുവിൽ ഉറക്കണം. അപ്പയോട് പറയണം, ദൈവമേ അപ്പ എന്നെ ഉറപ്പിക്കണം. നമുക്കൊന്ന് സമർപ്പിക്കാനുള്ളൊരു നമുക്ക് പറ്റത്തില്ല, ശരിയാ, നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മളെ പ്രാപ്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ നിർത്തുമാറാക്കുന്ന ഒരു കർത്താവുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ദേശത്ത് ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു വലിയ വിടുതൽ എന്റെ ജീവിതത്തിൽ തന്നു. അതോടൊപ്പം എനിക്കൊരു ഓപ്പണിങ് തന്നത്. ഹല്ലേലൂയ. ഏത് കഷ്ടത്തിലിരിക്കുന്ന അങ്ങനെ ഞാൻ പറയുന്നില്ല, ഇതുപോലെ രാത്രിയുടെ യാമത്തിൽ ഉറക്കമില്ലാത്ത സഹോദരിമാരെ കാണുമ്പോൾ എനിക്കൊരു പെടപെടപ്പ. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ഇന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ സഹോദരിമാർ എന്നെ വിളിക്കും. ഇതൊന്നും എന്റെ മെടുക്കല്ല, അനേകരെ ആശ്വസിപ്പിക്കുന്ന ഒരു കൃപയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ കർത്താവ് പറഞ്ഞ ഒരു കാര്യം എന്താ? ഞാനിനിയും പോകുക, പക്ഷെ ഒന്നും തല മാത്രമേ ഉള്ളൂ, ശരീരമായിട്ടില്ല. ദൈവത്തിന്റെ പുകഴ്ച, മഹിമാധനം, അത്യന്തദാനം ഇതൊന്നുമിലേക്കും വന്നിട്ടില്ല. ഇതൊക്കെ നമ്മളിലൂടെ വരേണ്ടത്. അനേകരെ നിരപ്പിക്കുന്ന ശുശ്രൂഷ ദൈവം നമ്മളെ തന്നിരിക്കുന്നത്. ക്രിസ്തുവിന് പകരം നമ്മളെ ഇന്ന് ഭൂമിയിലാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുക, ക്രിസ്തുവിന് പകരം നമ്മളെ ആക്കി വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ സഭ ചേർന്ന് വരണമെങ്കിൽ നമ്മൾ ഹല്ലേലൂയ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടത്തിലുള്ള അനേകരെ ചേർത്ത് പിടിക്കുവാൻ, ഹല്ലേലൂയ, അതിനായിട്ടാണ് ദൈവം നമ്മളെ പല കഷ്ടത്തിലൂടെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ. ഹല്ലേലൂയ. ടൈം നോക്കാതെ, സമയം നോക്കാതെ, ഏത് സാഹചര്യം നോക്കാതെ ഹല്ലേലൂയ നമുക്ക് പലരോട് പറയണമെങ്കിൽ അതേ സാഹചര്യത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. നമുക്കെല്ലാം പറയാൻ ഇഷ്ടം, അപ്പ എനിക്ക് നിന്റെ ശുശ്രൂഷ വേണം, എനിക്ക് കിരീടം വേണം, എനിക്ക് സ്വർഗത്തിൽ അത് വേണം, ഇത് വേണം. പക്ഷെ ആ കഷ്ടത്തിലൂടെ പോയെങ്കിൽ മാത്രമേ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ അനേക ക്രിസ്തുവിന്റെ രാജ്യത്തിൽ കടങ്ങാൻ അനേക കഷ്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, അങ്ങനെ വലിയൊരു വിടുതൽ എന്റെ ദൈവം എനിക്ക് ജീവിതത്തിൽ ഹല്ലേലൂയ കുബൈന്റെ ദേശത്ത് എനിക്ക് ദൈവം തന്നു. 1.25 വർഷം ഞാൻ ഇവിടെ ജോലി ഇല്ലാതെ ഇരുന്നു. ഈ 1.25 വർഷവും ഹല്ലേലൂയ സഭകളിൽ ഹല്ലേലൂയ ബലപ്പെടുവാനും സഹോദരിമാരെ പേഴ്സണൽ ഇവാഞ്ചലിസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സഹോദരിമാരോട്
പ്രത്യേകിച്ച് ഹല്ലേലൂയ. എന്താന്ന് ചോദിച്ചാൽ അവരെ എനിക്ക് ഉള്ളത്തിൽ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ പണ്ട് മുതലേ എന്റെ ഒരു കാര്യമാണ്, ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. ഇതെന്റെ ജീവിതത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ വന്നപ്പോൾ അതെന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായി തീർന്നു. ഹല്ലേലൂയ. ഇവരിൽ സഹോദരിമാരൊക്കെ ചേർന്ന് നിന്നാൽ ഇവരുടെ വേദന നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും പറയത്തില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടൈമിൽ ആരും നമ്മളോട് വേദനകൾ പറയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇവരുടെ വേദനകളെല്ലാം നമ്മളോട് ഇങ്ങനെ പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തകർന്നിരിക്കുന്നവരുടെ മുറിവുകളെ കെട്ടുവാൻ. ഹല്ലേലൂയ. ആ തകർക്കപ്പെട്ട മേഖല അവിടെ നമ്മൾ ആ ശമരിയക്കാരനെ പോലെ അവന്റെ മുറിവ് എവിടെ വെച്ചാൽ അവിടെ നമ്മൾ അവന്റെ മുറിവിനെ കെട്ടണം. അവന്റെ ആ വിഷയത്തെ എല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവന്ന്, അവന്റെ ഹൃദയത്തിലെ വേദനകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ആ മുറിവിനെ നമ്മൾ കെട്ടണമെങ്കിൽ ആ തകർന്ന അനുഭവത്തിൽ ഇരിക്കുന്നവർ അത് നമ്മൾ ആദ്യം തിരിച്ചറിയുമ്പോൾ, പുറമെ നോക്കുമ്പോൾ തകർന്നൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ കെട്ടുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. ദൈവമക്കളെ, ഞാൻ ഇതൊന്നും ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, എന്റെ നാമം ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനം എന്നും പറയുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ നിന്റെ വായില്ലാത്ത എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ആമേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, എന്റെ ജനത്തോട് നീ പറയണം, സിയോനോടെ. ഹല്ലേലൂയ. എന്റെ ജനത്തോട് നീ പറയണം, ഹല്ലേലൂയ, ഞാൻ ആകാശത്ത് ഉറപ്പിച്ച് ആ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടവനാണ്. ഹല്ലേലൂയ. അവിടുന്ന് എന്റെ ദൈവം എനിക്ക് എന്ത് ചെയ്തു? അവിടുന്ന് എനിക്കൊരു ഹല്ലേലൂയ വിടുതല ദൈവം തന്നത്. തകർന്നിരിക്കുന്നവരും എന്റെ ജനത്തോട് നീ പറയണം. ഹല്ലേലൂയ. സുവാർത്ത ദൂതിയുടെ കാലുകൾ എത്ര മനോഹരം. ഹല്ലേലൂയ. അവിടെയും കർത്താവ് പറയുക, എന്റെ സിയോനോട് നീ വിളിച്ചു പറയണം. സിയോനോടാ നീ പറയേണ്ടത്, എന്റെ സ്വന്തം ജനത്തോട് നീ വിളിച്ചു പറയണമെന്ന്. ഹല്ലേലൂയ. അതിന് നിനക്ക് എന്താ? നിന്റെ വായിൽ എന്റെ വചനത്തെ ഞാൻ നൽകിയിരിക്കുക. എന്റെ കൈയുടെ നിഴലിന് കീഴിൽ പലപ്പോഴും ഞാൻ നിന്നെ മറച്ചു വെച്ചത് എന്തിനാണെന്നറിയാമോ? നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. തകർക്കപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഈ തകർച്ച പറ്റത്തില്ല. തകർച്ച വരുമ്പോൾ നമ്മളിങ്ങ് പരവേശപ്പെടുക. ഹല്ലേലൂയ. പലരെ വിളിക്കുക, എന്ത് ചെയ്യും? പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒന്ന് ഇരുന്ന് നോക്കിക്കേ നിങ്ങള്. നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് നോക്കിക്കേ. നീ എന്റെ ബലമുള്ള കരങ്ങളിൽ ഇരുന്ന് നോക്ക്. അവിടെ ആശ്വാസമാ. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഴിവിനെ കുറിച്ച് ദൈവാസന്മാരൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ ഈ പ്രശ്നം വരുമ്പോ എന്താ പറയാ, പറ്റാത്ത അനുഭവം വന്നു കഴിയുമ്പോൾ പാറപ്പൊത്തിലോട്ട് അങ്ങ് കയറും. അവിടെ അങ്ങ് ഇരിക്കും. അവിടെ ഒരു ശക്തി പ്രാപിച്ച് എണീക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഇത് അനുഭവം കൊണ്ട് പറയുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഇത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഷെയർ ചെയ്യാൻ. ഹല്ലേലൂയ. നമുക്ക് ഈ പ്രയാസം വരുമ്പോ നമ്മൾ എങ്ങും ഓടാൻ നിൽക്കല്ലേ. വാതിലടച്ച് ഹല്ലേലൂയ അറയിൽ കടന്ന് നിന്റെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ അങ്ങ് പറ. ഹല്ലേലൂയ. മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുത് അത് കേട്ടോ. ഏത് മേഖല, രാജ്യങ്ങളിലായിക്കോട്ടെ, എവിടെയും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് കുവൈറ്റിൽ നിന്ന് സാക്ഷിയ ദൈവമക്കളെ ഞാൻ പറഞ്ഞത്, 1.25 വർഷം ഞാൻ ജോലി ഇല്ലാതെ ഇവിടെ ഇരുന്നു. ഹല്ലേലൂയ. അപ്പോഴും എനിക്ക് ജോലി ഇല്ലാത്തതിന്റെ ഭാരമുണ്ട്. എന്നാൽ ദേശത്ത് ചെന്ന് എന്നെ ദൈവം ദൈവനിലൂടെ ചെയ്യിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞൊരു വാക്യമായിരുന്നു, ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ 5 പൈസ കയ്യിലില്ല, പക്ഷെ എനിക്ക് നാട്ടിൽ പോകാനും ടിക്കറ്റ് എടുക്കാനും ഒക്കെ ദൈവം അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി തന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ വന്നതെന്ന്. ഹല്ലേലൂയ. ഈ തിരുവചനം വെച്ചോണ്ട് ദൈവമക്കളെ ഞാൻ നാട്ടിൽ പോയതിന് സാക്ഷ്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ദേശത്ത് നിന്ന് വ്യാപരിക്കുന്ന ഞങ്ങളുടെ കുടിയിരിപ്പ് വ്യാപാരത്തെ ദൈവം എടുത്തു മാറ്റി അവരൊരു അമ്പലം പണിഞ്ഞു നാട്ടില്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അമ്പലത്തെ താഴത്തെ കാവൊക്കെ മാറ്റി, സർപ്പക്കാവ് മാറ്റി, അവർക്ക് ഒരു ഹല്ലേലൂയ ഒരു സർപ്പക്കാവ് പോലെ പണിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ശക്തി നമ്മുടെ ഭൂമി വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി. അങ്ങനെ അവരൊരു അമ്പലം പണിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ വീടിനോട് തൊട്ട് പുറകിലായിട്ട് മാറി. ആ ചേട്ടനാണ് കത്തലവർക്ക് പണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അമ്പലത്തിലെ വീടെന്നൊക്കെ, ഒരു അമ്പലമുള്ള വീടെന്നൊക്കെ പറയാൻ അവർക്കൊക്കെ ഭയങ്കര സന്തോഷവും അതിന്റെ അനുഗ്രഹം എന്നൊക്കെയല്ലേ അവര് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, അമ്പലം പണിഞ്ഞിട്ട് ഹല്ലേലൂയ രാത്രി വൈകിട്ട് 6:30 തൊട്ട് 11:30 വരെ അവിടെ ഈ മണർകാട് എന്ന് പറഞ്ഞ മണ്ണാർശാല എന്ന് പറഞ്ഞ അവിടുത്തെ പൂജാരിമാരെ, പോറ്റിമാരെ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള വെട്ടിക്കോട്ട് അമ്പലത്തിലെ പൂജാരിമാരും പോറ്റിമാരും, പിന്നെ നമ്മുടെ അവിടുത്തെ അമ്പലത്തെ സംഭവം അതെല്ലാം കൂടെ ഇവര് പൂജാരികളും അവിടെ ഭക്തജനങ്ങളെല്ലാം ഭയങ്കര പൂജയായിരുന്നു. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, 2023 ഹല്ലേലൂയ മെയ് ജൂൺ മാസം ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ദൈവം എന്നോട് എന്റെ ഹൃദയത്തിൽ ഒരു വചനം തന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ വന്നതെന്ന്. ഞാനത് വേഗത്തിലൊന്ന് പറയാൻ. അപ്പൊ എനിക്കറിയത്തില്ല ഈ വചനം എന്തുകൊണ്ടാണ് ഇടപെടുന്നത്. അപ്പൊ ഒരു ഹല്ലേലൂയ ദൈവം എന്റെ കുഞ്ഞിന് സിവിൽ ഐഡിക്കകത്ത് പേരിന്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ സിവിൽ ഐഡിയിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ട്, ഇവർ കയറ്റിവിടത്തില്ല. ഇവിടെ കുവൈറ്റ് എന്ന് പറഞ്ഞ റൂൾസ് ഒക്കെ ഭയങ്കര ഇതാ. അപ്പം അവര് കയറ്റിവിടുക, അതായിരുന്നു എന്റെ വിഷയം കിടന്നത്. ഞാൻ പറഞ്ഞു, ദൈവം ഇതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്ത്, രഞ്ജിത്തേട്ടാ, നമ്മള് ദൈവം ഈ വിഷയത്തിന് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണും, നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യം വരത്തില്ല. ഹല്ലേലൂയ. അപ്പൊ പക്ഷേ എയർപോർട്ടിൽ ചെല്ലുന്ന അവരൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ ഫ്ലൈറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ കണ്ട വചനം വായിച്ചു ദൈവത്തിന്റെ. അപ്പൊ ഈ വചനം ഞാനിങ്ങനെ പറഞ്ഞു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്ര ദൈവം
ദൈവപുത്രം പിശാചെ നീ എത്ര കെട്ടി വെച്ചാലും ഞങ്ങൾ പുറത്തു ചെല്ലും, ഞങ്ങൾ നാട്ടിൽ പോകും, കുഞ്ഞുമായിട്ട് സംസാരമായിട്ട് പോയി തിരിച്ചു വരുന്നു. പക്ഷെ നാട്ടിൽ ഞങ്ങൾ സൺഡേ രാവിലെയാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഇവർ ഈ അമ്പലം പണിയാൻ ഈ തറക്കല്ലൊക്കെ അതിന്റെ തറയൊക്കെ കെട്ടിക്കൊണ്ട് മണ്ണെടുത്തിട്ടേക്കുന്നു, കല്ലിറക്കി ഇട്ടിരിക്കുന്നു. അങ്ങനെയുള്ള അനുഭവം കാണുമ്പോൾ അത് ഞാൻ എന്റെ ഞങ്ങളുടെ ബെഡ്റൂമിലെ പുറകിലായിട്ടാണ് ഇവർ അമ്മയുടെ വസ്തുവിനകത്തിൽ അത് പണിയുന്നത്. ഞാൻ എന്റെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിട്ടുപോയ വചനം എന്റെ ഹൃദയത്തിൽ വന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്ര ദൈവപുത്രൻ വന്നത്. ഹല്ലേലൂയ. ആദ്യം മുതൽ പാപം ചെയ്തുവല്ലോ, പിശാചിന്റെ പ്രവർത്തികളെ അടിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പ്രത്യക്ഷനായി. ഈ തിരുവചനം ഞാൻ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് ഞാനോ എന്റെ കുടുംബത്തിലോ ഒരൊറ്റ വ്യക്തി, നിങ്ങൾ ആലോചിക്കണം ദൈവമക്കളെ, ഇങ്ങനെ വലിയൊരു അഭിഷേകമോ അതൊന്നും എന്റെ ഇല്ല. അല്ല, എന്റെ ഉള്ളത് ഒന്ന് മാത്രം, ദൈവത്തിന്റെ വചനം, തിരുവചനം, അല്ലാതെ മറ്റൊന്നും എന്റെ ഇല്ല. പക്ഷെ ഇത് വിശ്വാസത്തോടെ, അങ്ങനെ 100% വിശ്വാസം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനങ്ങ് പറയുക, എനിക്കങ്ങ് സങ്കടമാ, കർത്താവ് ഇങ്ങനെയുള്ളതിനൊക്കെ പണിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഈ വിശ്വാസത്തിന് അടുത്ത് താമസിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രശ്നങ്ങളാണോ? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ എന്റെ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗം, ആമവാദം ശരീരത്തിൽ പിടിക്കപ്പെട്ടിട്ട്, അത് ഇവരുടെ കുടുംബ പാരമ്പര്യമായിട്ട്, ആമവാദം എന്ന് പറഞ്ഞാൽ രഞ്ജിതന്റെ അച്ഛനാണെങ്കിൽ കാലിങ്ങനെ വളഞ്ഞിരിക്കും, ഒരു ആമ നടക്കുന്നത് പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഏകദേശം അതുപോലെ അച്ഛൻ നടക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം. ഈ ഒരു അസുഖം വന്നിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവനും, ഇവര് 2 ആണും 1 പെണ്ണും. അപ്പൊ എന്റെ ഹസ്ബൻഡിന് മാത്രം ഈ ആർത്രൈറ്റിസിന്റെ രോഗമുണ്ട്. മെഡിസിൻ എടുക്കാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റത്തില്ല. കൈയെല്ലാം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകും, കൈയൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ സാക്ഷ്യം പറയുമ്പോൾ അത് പറയും, ഓൾറെഡി സാക്ഷ്യം കിടപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പറയുന്നത്, പ്രിയ ഞാനിങ്ങനെ പാമ്പിനെ കാണും, നമ്മുടെ വസ്തുവിനോട് ഒരു പോരാ. അപ്പൊ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇത്രയൊന്നും അറിവില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ വീടിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു കുരിശാലയുണ്ട്. രഞ്ജിതന്റെ അച്ഛനെ അടക്കം ചെയ്ത അദ്ദേഹം ഒരു മന്ത്രവാദിയും, ഹല്ലേലൂയ, ഒരു താന്ത്രികനും അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു, വൈദ്യനും ഒക്കെ, ഒരു വിഷവൈദ്യനൊക്കെ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ അടക്കി ആ കുരിശാലയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അങ്ങനെ അവിടെ, അപ്പൊ ഞങ്ങളാരും അവിടോട്ട് പോകത്തൊന്നുമില്ല. അതിനകത്ത് കുറെ മരങ്ങളൊക്കെ ഇങ്ങനെ നിപ്പുണ്ട്. അല്ലെങ്കിൽ ഒരു കൂവളത്തിന്റെ വലിയൊരു മരമുണ്ട്, 100 വർഷക്കാലമൊക്കെ പഴക്കമുള്ള ഒരു മരം നിപ്പുണ്ട്. അപ്പൊ തന്നെ ഈ ഒരു അസുഖമുണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലായിട്ട് വന്നിരിക്കുന്ന ഈ കുരിശാലം താഴെയുള്ള ഒരു കാവ്, വലിയൊരു കാവ്, അതിനകത്ത് ഒരു 3-3.5 സെന്റ് വസ്തുവിനകത്ത് കാവാ. അപ്പം അമ്മയുടെ വസ്തുവിനകത്ത് ഒരു കാവുണ്ട്, ചേട്ടന്റെ വസ്തുവിനകത്ത്. അപ്പൊ പ്രോപ്പർട്ടി തിരിച്ചപ്പോ എല്ലാവരുടെയും വസ്തുവിനകത്ത് ഓരോ കാവും ഉണ്ട്, കുരിശാല നമ്മുടെ വസ്തുവിനകത്ത്. അപ്പൊ ഞങ്ങൾ തന്നപ്പോൾ തൊട്ട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇത് ഡിസ്പോസ് ചെയ്യും, അപ്പൊ നമുക്കിത് പറ്റത്തില്ല എന്നൊരു ഇന്നരം ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷെ ഇവര് സമ്മതിക്കത്തില്ല. ഇവര് പറഞ്ഞ് ഇവരുടെ അനുഗ്രഹമാ, പിന്നെ മക്കൾക്ക് ശാപമാ, തലമുറയ്ക്ക് ദോഷമാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരിക്കുക. പിന്നെ പ്രോപ്പർട്ടി തിരിച്ചപ്പോ നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് എന്നും ചെയ്യാമല്ലോ. പക്ഷെ ഈ അമ്പലത്തിനോട് അടുത്തൊക്കെ കിടക്കുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവമക്കളെ. ഞാൻ പറഞ്ഞില്ല, ഈ ചൊനക്കര മഹാദേവർ ക്ഷേത്രത്തിൽ അച്ഛൻ ജോലി ചെയ്ത്, അല്ലെങ്കിൽ അന്നത്തെ ആ കാലത്ത് അവിടെ പോയി അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഈ വസ്തു കിട്ടിയ ഒരു വസ്തുവായി ഈ വസ്തു. അപ്പൊ പലപ്പോഴും അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യം, ചൊനക്കര മഹാദേവറിന്റെ മണ്ണായത്, ഇവിടെ ബെത്ലഹേം, നമ്മൾ ഇട്ടേക്കുന്ന ഭവനം ബെഥേൽ ഭവനം, ബെത്ലഹേം ഒന്നും അല്ല, ഇത് യേശുക്രിസ്തു ജനിച്ച സ്ഥലവും. ഞാൻ പറഞ്ഞ അമ്മ, ഇത് ബെത്ലഹേം ഒന്നും അല്ല ഇട്ടിരിക്കുന്നത്, ഇത് ബെഥേൽ ഭവനം എന്നൊരു പേര്, അപ്പത്തിന്റെ ഭവനം, ഒരു അനുഗ്രഹത്തിന്റെ ഭവനം അന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് കാര്യമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നെങ്കിലും ഇവര് സമ്മതിക്കത്തില്ലായിരുന്നു. ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഇതിനിടയ്ക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇവര് പോയി പൂജ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, ഈ ശക്തി ഈ വസ്തു വിട്ടു പോകത്തില്ലെന്ന്. എന്താന്ന് ചോദിച്ചാൽ, ഈ പൈശാചിക ശക്തിക്ക് അറിയാം ഇങ്ങനെ ഒരു കുടുംബം ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്, ഇതിലൂടെ ദൈവപ്രവൃത്തി ദൈവവചനം പറഞ്ഞിട്ട്, ദേശത്തിന് വേണ്ടി ഇടിവി നിൽക്കുവാൻ ഞാനൊരു വ്യക്തിയെ അന്വേഷിച്ചു. ഒരൊറ്റ കർത്താവ് അബ്രഹാമിനോട് ചോദിക്കുന്നത്, ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദേശത്തെ നശിപ്പിക്കത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞ് ദൈവത്തിന്റെ വചനം പിടിച്ച് നീതിയോടെ നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മളെ പ്രാപ്തീകരിക്കുന്ന ഞാൻ അതാ പറഞ്ഞ എപ്പോഴും, നമുക്ക് ബലഹീനതകളുണ്ട്, പക്ഷെ നമ്മളെ പ്രാപ്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് ചാരി നിൽക്കാൻ ഒരു ക്രൂശ് ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് ചാരാൻ ദൈവത്തിന്റെ തിരുവചനം ഉണ്ട്. ഇതിലങ്ങ് ചാരി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നമ്മൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ നിന്നോട്ടെ, ഏത് പൈശാചിക ശക്തി വ്യാപരിക്കുന്ന ദേശത്ത് നമ്മൾ ആയിരുന്നോട്ടെ. പെർഗമോസിന്റെ സഭയ്ക്കകത്തിൽ എഴുതിയിരിക്കുന്നത്, അന്തിപ്പോസിനെ കൊന്ന കാലത്ത് പോലും, അത് ദുഷ്ടന്റെ സിംഹാസനം ഉള്ളിടത്ത സഭ ഇരിക്കുന്നത്. ആ സഭയോട് പറയാം, അന്തിപ്പോസിനെ കൊന്ന കാലത്ത് പോലും നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. അവിടെ സഭയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഏത് ദൈവം പറഞ്ഞാ അന്ധകാരത്തിൽ കിടക്കുക, പക്ഷെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ നാം ഘോഷിക്കണം. അത് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുക. നമ്മളെ രാജ്യവും പുരോഹിത വർഗവും ദൈവത്തിന്റെ രാജ്യമാണ് നമ്മളെ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഈ ദൈവത്തിന്റെ രാജ്യം നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ, നമ്മളെ പൗരോഹിത്യ ശുശ്രൂഷ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ നിൽക്കാൻ പറ്റുമോ? നമുക്ക് ദൈവത്തിന്റെ രാജ്യമായി. ദൈവത്തിന്റെ രാജ്യം എന്തോ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അനുഭവിച്ച് ഈ വചനം മുറുകെ പിടിച്ച് നമുക്ക് എല്ലാം കർത്താവ് തരും. നമുക്ക് ഇതുമായിട്ട് നമുക്ക് നിൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഇരുട്ടിനെ മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.
പൈശാചിക ശക്തിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. Praise the Lord. മനസ്സിലായോ? മൂടുപടത്തെ കർത്താവ് ഇരുട്ടിന്റെ മൂടുപടങ്ങളെ നീക്കി മാറ്റും. ക്രിസ്തു വെളിപ്പെടണം. പക്ഷെ ക്രിസ്തു മൂടുപടം നീക്കി മാറണം. പൈശാചിക ശക്തിയോട് നമ്മൾ പറയണം, നമ്മൾ ഉറച്ചു നിന്ന് പറയാൻ നമ്മൾ ആരാണ്, ഈ അധികാരം നമ്മുടെ മേൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ, ഈ പറച്ചിലല്ല, തിരിച്ചറിവിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നെന്നോ, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ആരെങ്കിലും വേണമെന്നോ എന്ന് എനിക്കറിയാം, എനിക്ക് അതിനെ പറ്റിയത്. പക്ഷെ നമ്മൾ പോകുന്ന സഭയിൽ വിശ്വസ്തരായി ദൈവദാസനോട് ചേർന്ന്, ഹല്ലേലൂയ, പലപ്പോഴും ഞങ്ങൾ പോകുന്ന ചർച്ചിൽ ഉപവാസം പറയും, ഉപവസിക്കാനും ആ ദൈവദാസനോട് ചേർന്ന് പറ്റുന്നിടത്തോളം ചേർന്ന് നിൽക്കാൻ ചെയ്യാനാണെങ്കിൽ ദൈവം നമ്മൾക്ക് ചില ദൈവപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയെ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയണമെങ്കിൽ കേട്ടറിവല്ല. ഹല്ലേലൂയ. നമ്മൾ എന്താ ക്രിസ്തുവിനെ രുചിച്ചറിയണം, ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. കേട്ടറിഞ്ഞോ എഴുതി വെച്ച വായനയോ അല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ നിർത്തുവാൻ ദൈവശക്തനാ. ഹല്ലേലൂയ. നമ്മൾ ഉറപ്പോടെ നിൽക്കാൻ കഴിയും. നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. നിങ്ങളുടെ പ്രതികൂലങ്ങളെ കണ്ട്, സാഹചര്യത്തെ കണ്ട് നിങ്ങൾ ഭ്രമിച്ചു പോകുന്നവരായി തീരരുത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഭ്രമിപ്പിക്കത്തില്ല, ഞാൻ നിന്നെ നമ്മുടെ ഹല്ലേലൂയ യിരെമ്യാവിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഭ്രമിപ്പിക്കത്തില്ല, നീ പക്ഷെ നീ അതിനെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഹല്ലേലൂയ. നീ അതിനെ കണ്ട് എന്ത് ചെയ്യണം? ഭ്രമിച്ചു പോകാൻ നിന്നെ ഞാൻ എന്താ ഉറപ്പുള്ളതായി ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ അവരോട് ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ നിന്നെ ഇന്ന് സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിന് നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിയുമാണ്. അത് യിരെമ്യാവിനോട് മാത്രം പറയുന്ന നല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് അറിഞ്ഞ ഓരോ വ്യക്തികളോടും കർത്താവ് പറയുന്ന ഒരു കാര്യം, സകല മത്തായിയുടെ സുവിശേഷം അവസാനം പറഞ്ഞ ഇങ്ങനെ കാര്യം എന്താ? ആ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ലോകത്തെല്ലായിടും നിങ്ങൾ സകല ജാതികളെ ശിഷ്യന്മാരെ, അധികാരമെല്ലാം ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം ഏത് വ്യക്തിയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. അവർക്ക് മുമ്പായി ഞാൻ നിന്നെ തമ്ര ഭിത്തിയും ഹല്ലേലൂയ ഇരുമ്പ് തൂണ് ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുക. ഇടിപ്പാനും പൊളിപ്പാനും നശിപ്പാനും പണിയുവാനും നടുവാനും ഞാൻ നിന്നെ ആക്കിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിലും പ്രവാചകനോട് യിരെമ്യാവ് പുരോഹിതനായതുകൊണ്ടോ അല്ലെ പ്രവാചകനായിട്ട് അവനോട് പറയുന്ന ഒരു കാര്യമല്ല ഈ തിരുവചനം നമ്മളോട്. ഇതിനൊന്നും ഒരു പ്രാഗൽഭ്യമോ എനിക്ക് പിടിക്കാത്ത ഒരു വ്യക്തിയല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്നോട് പറയും പ്രിയ ഒരു സാക്ഷ്യം പറയണേ. അപ്പൊ ഞാൻ പറയും, കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹമാണോ? എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് 2 നില വീട് തന്നെന്നോ അല്ലെ എനിക്ക് വീടിനകത്ത് ഇങ്ങനെ ചുറ്റുപാട് തന്നോ പ്രാർത്ഥിക്കാൻ അവസരം തന്നോ അല്ല. കാരണം ഞാൻ പറഞ്ഞു, കർത്താവേ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ എഴുതി ഞാൻ നിന്നെ ദൈവം ദേശത്തിന് ഒരു അടയാളം. ഞാൻ പറഞ്ഞു, കർത്താവ് നീ എന്നെ ഒരു അടയാളമാക്ക്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കർത്താവിനോട് ഞാൻ നിന്നെ ഒരു അടയാളമാക്കുന്നു. അപ്പൊ ഞാൻ അതിന് സ്തോത്രം ചെയ്തു. ഞാൻ പലപ്പോഴും അതിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കർത്താവ് എന്റെ ദേശത്ത് ഒരു അടയാളമാക്കി ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനല്ലേ. ഇവർ അമ്പലം പണിഞ്ഞു. ഇവർ പ്രശ്നങ്ങളൊക്കെ ദൈവപ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ദേശത്ത് ഹല്ലേലൂയ ഇങ്ങനെ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ദേശത്ത് ഹല്ലേലൂയ അമ്പലം പണിയണം, ഈ കുടിയിരിപ്പ് ശക്തി ഇതിന്ന് പോകാൻ പറ്റത്തില്ല. ഇത് ദൈവമാണെന്നല്ലേ പറയുന്നത്. ഇതിന്ന് പോയി ഭൂമി വിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇതിന് ഇരിപ്പിടം വേണം. അപ്പൊ അവിടെ ഉള്ളവർക്കെല്ലാം ഈ കാവും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. അവരിതെല്ലാം പൂജയൊക്കെ വെച്ച് വെട്ടിക്കോട്ട് അമ്പലത്തിലും അല്ലെ മണ്ണർകാട് അമ്പലത്തിലും അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ അവർ മാറിപ്പോയി ഒരു വീടൊക്കെ പണി താമസിക്കുന്നു. പക്ഷെ നമ്മുടെ വസ്തുവിനകത്ത് കിടക്കുക ഈ 2-3 കാവും ഈ കുരിശാലയൊക്കെ. ഹല്ലേലൂയ. അപ്പൊ ഇത് പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇത് ഈ ഭൂമി വിട്ട് പോകത്തില്ലെന്ന്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നത്, നമ്മൾ അങ്ങ് പോയാൽ മതി. ഹല്ലേലൂയ. അതായത് ഈ പറഞ്ഞില്ലേ തള്ളലിന്റെ കൂടെ ഒന്നും പറ്റിയില്ലെങ്കിലും ഹല്ലേലൂയ എനിക്ക് പറയാൻ ഒരു കാര്യം, ഈ തള്ളലിന്റെ കൂടെ ഒന്ന് പോയി നിന്ന് ആ തള്ളിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നമ്മളങ്ങ് പൊക്കോളും. പക്ഷെ നമ്മൾ അവിടെങ്കിലും ഒന്ന് ചേർന്ന് നിൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരും ഒരു കുറ്റം പറയല, എന്റെ ജീവിതത്തിൽ ആരെയും അങ്ങനെ ചിന്തിക്കല്ല. നമ്മൾ ഈ കൂട്ടത്തിന്റെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ ഇവര് തന്നെ നമ്മളെ തള്ളിക്കൊണ്ടങ്ങ് പോകും. നമ്മളെങ്ങും മാറി നിന്ന് പോകരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനവും പറഞ്ഞ് ഈ പെട്ടകത്തിനകത്ത് ഈ പെട്ടകത്തിന് അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന് ചുറ്റുമുള്ള അതിനകത്ത് നിൽക്കണം. ഹല്ലേലൂയ. ഇതിന്റെ പുറത്ത് നിൽക്കുന്നതിന് എന്തോ ചെയ്തേ? ഹല്ലേലൂയ. ഈ ദേശക്കാർ അമോര്യർ പിടിച്ചുകൊണ്ട് പോയത്, തളർന്നവരെ ക്ഷീണിച്ചവരെ അമോര്യർ പിടിച്ചുകൊണ്ട് പോയത്. ഹല്ലേലൂയ. അമോര്യ രാജാക്കന്മാർ. പക്ഷെ തളർന്ന് ക്ഷീണിച്ച് പിന്നാലെ നിങ്ങൾ പോകരുത്, ക്ഷീണിച്ച് മാറിയിരിക്കരുത്. എപ്പോഴും സഭയോട് ചേർന്ന് വചനം നമുക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും എനിക്ക് വചനം വെച്ച് എനിക്ക് പറ്റുന്നില്ലായിരുന്നു, ശക്തി ഇല്ലാത്തവളായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും എന്ത് ചെയ്തു? കൃപയാൽ. എപ്പോഴും ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ, എല്ലാം കർത്താവിന്റെ കൃപയാ ദൈവമക്കളെ. ചേർന്നിരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. പലതും നമ്മൾ ക്ഷമിക്കണം. ദൈവദാസന്മാര് ദൈവമക്കൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ദൈവം അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. നിന്റെ ഇഷ്ടമല്ല,
നമ്മുടെ ഇഷ്ടമല്ല. നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ അല്ല, നമ്മുടെ എല്ലാ മേഖലകളെയും ദൈവം മാറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയല്ലായിരുന്നു, പക്ഷെ എന്നെ ദൈവം മാറിയവളെ പോലെ ദൈവം മൊത്തം മാറിയെന്നല്ല എങ്കിലും ഹല്ലേലൂയ, ഞാൻ പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അങ്ങനെ നാണ്ടുദേശത്ത് വരുന്നു. ഞാൻ പറഞ്ഞില്ലേ 2023 വരുമ്പോഴാണ് ഈ വചനം പറയുന്നതും ഈ തറ കെട്ടുന്നതും പ്രാർത്ഥിക്കുന്നത്. ഞായറാഴ്ച ഞങ്ങൾ വരുന്നു. അന്ന് വ്യാഴാഴ്ച അച്ഛൻ വീഴുക, അച്ഛനെ സായിപ്പിന്റെ ഹോസ്പിറ്റലിൽ പോയി 3 ആഴ്ച തന്നെ ഞങ്ങൾ സായിപ്പിന്റെ ഹോസ്പിറ്റലായിരുന്നു. ഹല്ലേലൂയ. ഞാനും എന്റെ പ്രിയപ്പെട്ട തിരിഞ്ഞു മാറി നോക്കും. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞങ്ങളോട് വീട്ടുകാർക്ക് ദേഷ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് നോക്കിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു നേരം പോലും ഞങ്ങൾക്ക് പുറത്ത് പോയി നാട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ആഹാരം കഴിക്കാനായാലും പുറത്ത് വീടുകളിലൊക്കെ പറയാൻ ഭയങ്കര സന്തോഷം. എങ്ങും പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഭവനത്തിന്റെ വിടുതലായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അന്ന് നിർത്തിയ പണിയാ ദൈവമക്കളെ. ഹല്ലേലൂയ. പണി അവിടെ നിന്നു. അച്ഛൻ ഹോസ്പിറ്റലിൽ, അച്ഛനെ കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ ആരാധന, അതിലൂടെ ദൈവത്തിന്റെ വചനമൊക്കെ ദൈവം ശക്തമായി ഇടപെട്ടു. ഹല്ലേലൂയ. വചനം ആരാധന ഓപ്പണായി. വീട്ടിൽ ആരാധിപ്പാനുള്ള ഒരു സ്വാതന്ത്ര്യം കർത്താവ് തന്നു. അച്ഛൻ 8 മാസം കഴിഞ്ഞപ്പോ അമ്മ മരിച്ചു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അച്ഛനും അമ്മയും മരിച്ചു. പൂജ വെച്ചു. വീണ്ടും പൂജ. 2 വർഷത്തിന് ശേഷം ഞങ്ങളുടെ മുറ്റത്ത് പൂജ വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. അവരങ്ങനെ അച്ഛനമ്മയെ അടക്കം ചെയ്തുകൊണ്ട് പൂജ വെച്ചു. ദഹിപ്പിക്കുമായിരുന്നു. പൂജ വെച്ചു. പൂജ വെച്ച് കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇതേ പൂജാരിമാരെ വിളിച്ചോ പറഞ്ഞു, ഇവിടെ വലിയൊരു ദോഷം കിടപ്പുണ്ട്, ഈ ശക്തിയെ നിങ്ങൾ ഇനിയും പിന്നെയും ഇവിടെ തന്നെ പാർപ്പിക്കണം, കുടിയിരുത്തണമെന്ന്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ ഒരു 10 മിനിറ്റ് കൂടെ എടുക്കാമല്ലോ അല്ലേ? ഓക്കെ. പക്ഷേ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വരുന്നു. ഹല്ലേലൂയ. ഈ വചനം ഇവര് പിന്നെയും ഈ 2 വർഷം, അത് കഴിഞ്ഞ് 2 വർഷം ഈ 2025 ഇവര് വീണ്ടും പ്രശ്നം വെക്കുന്നു. അമ്മയുടെ അച്ഛന്റെ ആ ഒരു പൂജയോടനുബന്ധിച്ച് ഇവര് അങ്ങനെ പൂജ വെച്ചപ്പോൾ വീണ്ടും ഈ തന്ത്രിമാരെ കൊണ്ടിരുത്തി. ഹല്ലേലൂയ. അമ്മ അവരെയൊക്കെ ജ്യോത്സ്യന്മാരെല്ലാം വിളിച്ച് ഇവർ ഈ പൂജ വെക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, വലിയൊരു ദോഷം കിടപ്പുണ്ട്, ഇതിന് നിങ്ങൾ കുടിയിരിപ്പ് ഇതിനകത്ത് കൊടുക്കണം. അങ്ങനെ ഇവര് വീണ്ടും ഈ അമ്പലം പണിഞ്ഞു. അപ്പൊ എന്നോട് കുഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, അപ്പോഴും എന്റെ ഹൃദയത്തിലൊരു വചനം, ഇതിനെ അശേര പ്രതിഷ്ഠ ഇടിച്ച് 7 വയസ്സുള്ള കാളെ യാഗമാക്കിയതിൽ ആരാണോ പണിയത് മോനെ അത് ഇടിക്കും. അതെല്ലാം പറയാൻ പറ്റും, കൊച്ചിനോട് എന്ത് പറയാൻ പറ്റും. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ നമ്മുടെ പിന്നെ കുറെ മാറിയൊരു അച്ചാനുണ്ട്, ഷായിച്ചാൻ എന്ന് പറയും. അച്ചാനെ വിളിച്ചിട്ട് അച്ഛൻ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. ഇതിന്റെ വാതിലിരിക്കുന്ന നമ്മുടെ കടയുടെ സൈഡിലോട്ടാ, നമ്മുടെ ഇവിടോട്ട് ഇതിന്റെ ഇതൊക്കെ. അപ്പോഴും എനിക്ക് സങ്കടമുണ്ട്, കർത്താവ് ഇത് ഇങ്ങനാണല്ലോ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഫെബ്രുവരി ആദ്യം ദിവസങ്ങളിൽ അവിടെ ഒരു പൂജ വെച്ചു. അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ അടുത്ത ദിവസം പൂജയായിരുന്നു. അവര് ഭക്തജനങ്ങളെല്ലാം വിളിച്ച്, തന്ത്രിമാരെല്ലാം വിളിച്ച് 6:30 തൊട്ട് രാത്രി 11:30 വരെ അവിടെ പൂജ നടന്നു. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ഇത്ര അറിയുന്നില്ല. അപ്പം പൂജ വെച്ചപ്പോൾ അതിനകത്ത് അറിയാൻ പറ്റിയ ഒരു കാര്യം, 11:30 ആയിട്ട് ഈ ശക്തി ഇതിനകത്ത് കയറുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ തന്നെ എന്നെ കർത്താവ് എനിക്ക് കഴിച്ച നാളുകൾക്ക് മുമ്പ് തന്ന ഒരു വാക്യമായിരുന്നു. അപ്പൊ എന്നോട് എല്ലാരും വിളിച്ചിട്ട് പറയും, പ്രിയ സിസ്റ്റർ ഒരു സാക്ഷ്യം പറയണം. അപ്പൊ ഞാൻ പറയുന്നതാ, കർത്താവ് ദേശത്ത് എനിക്ക് കാണിക്കാൻ എന്തോ ഉണ്ട്. ഈ 2 നില വീടാണോ ഞാൻ കാണിക്കണ്ടേ? ഹല്ലേലൂയ. ദൈവം എന്റെ സ്ഥിതി ശാപം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ തന്നു. അതല്ലപ്പ എനിക്ക് കാണിക്കുക, എനിക്ക് നന്മയ്ക്കായ ഒരു അടയാളം. ഞാൻ നിന്നെ ദേശത്തിന് നടുവിൽ ഒരു അടയാളമാക്കി വെക്കും. അതുകൊണ്ട് ദൈവം ഇപ്പൊ എനിക്ക് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണേന്ന് ഈ വചനം വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളെ ഈ പൂജ വെച്ചപ്പോൾ ഹല്ലേലൂയ ഈ ശക്തി ഇതിനകത്ത് കയറുന്നില്ല. അപ്പൊ ഭക്തജനങ്ങളെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. പല ആവറ വെട്ടിക്കോട്ടെ അങ്ങനെയുള്ള അമ്പലങ്ങളിലുള്ള തന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. താന്ത്രിമാരും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം ഉണ്ടപ്പം ഇവര് പറഞ്ഞ ഒരു കാര്യം, പക്ഷെ ഇതിന് നീരാടാൻ ഒരു കുളം ഇല്ലാഞ്ഞിട്ടായിരിക്കും ഇത് ഇതിനകത്ത് കയറാത്തത്. നമ്മൾ ആരെയും കളിയാക്കുകയല്ല. ഹല്ലേലൂയ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു കുളം പണിയാൻ. ഇനി അവിടെ ഒരു കുളമൊക്കെ പണിഞ്ഞ്, ഇവർക്ക് പണം ഉണ്ടല്ലോ, കുളമൊക്കെ പണിഞ്ഞിടുമ്പോ ഇനി ഇതിനകത്ത് കയറുവന്ന്, ഈ ശക്തി ഇതിനകത്ത് കയറുവന്ന്. ഹല്ലേലൂയ. അതിനെ മെയിൻ തന്ത്രിവാ നമുക്ക് അടുത്ത വർഷം പിന്നെയും പൂജ വെക്കാന്ന്. എന്റെ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ നമ്മളെ അയച്ച് ദൈവം ഇങ്ങനെ അവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ മഞ്ഞിൽ എന്തെല്ലാം ചെയ്താലും ഹല്ലേലൂയ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. സർവശക്തനായ ദൈവം പറഞ്ഞെന്താ, ആകാശവും ഭൂമിയും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു കാര്യമുണ്ട്, പിശാച് അവിടെ ഉണ്ടെന്ന് ഇരുന്നോട്ടെ, പക്ഷെ കർത്താവ് പറഞ്ഞ ആകാശവും ഭൂമിയും ഭൂതലവും ഭൂനിവാസികളെ യഹോവയ്ക്കുള്ളതാ. ഇത് യഹോവയ്ക്കുള്ളതാണെങ്കിൽ ഇത് നമ്മുടെ അധികാരത്തില്. ഇത് മക്കളെങ്കിൽ നമ്മൾ അവകാശികളാ. നമുക്ക് അവകാശം പറയാൻ പറ്റും. ദൈവ കർത്താവ് ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാമെന്ന് വാഗ്ദത്തമാ. ഹല്ലേലൂയ. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ദേശത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ദേശത്തെ പ്രവർത്തിക്കണം. ഈ എഫ്രൈമിന് അല്ലെ ഈ യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നതാ, ദേശം നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. നമ്മൾ ആയിരിക്കുന്ന ദേശം ദൈവം ഏത് രാജ്യമായിക്കോട്ടെ, ഏതിപ്പോ അദ്ദേഹം ഇരിക്കുന്നത് അമേരിക്കയുടെ രാജ്യമായിക്കോട്ടെ, പക്ഷെ ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ രാജ്യമാ. നിങ്ങൾ എന്ത് ചെയ്യണം? ദേശം നിങ്ങൾക്ക് കീഴടങ്ങി, ദൈവം കീഴടക്കി തന്നിരിക്കുക. സാത്താന്റെ തലയെ അവൻ തകർത്തിരിക്കുന്ന സമാധാനത്തിന്റെ ദൈവമോ നിങ്ങളുടെ അവന്റെ കാൽക്കീഴയാ, നമ്മുടെ കാൽക്കീഴയാക്കി വന്നിരിക്കുക.
പക്ഷെ നമ്മൾ ഇതിനെ ജയിക്കണം. എങ്ങനെ? വിശ്വാസത്താൽ നമ്മൾ ഇതിനെ ജയിക്കണം. പക്ഷെ നിങ്ങൾ ഇതിനെ വെട്ടിപ്പിടിക്കണം. നിങ്ങൾ പോയി ചെയ്യണം. നിങ്ങൾ ഓരോ ഇപ്പൊ ചില ഗോത്രങ്ങൾ മടി പിടിച്ച് അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല അവിടെ ഇരുന്നപ്പോ പറയുക, ആ 7 ഗോത്രങ്ങളൊക്കെ അവരോട് പറയും, നിങ്ങൾ ദേശം കീഴടങ്ങിയിരിക്കുക. പക്ഷെ നിങ്ങൾ പോയി എന്ത് ചെയ്യണം? നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് പിടിക്കണം. ദൈവം തന്നിരിക്കുക, കീഴടക്കി തന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദേശം ദൈവം നമുക്ക് കീഴടക്കി തന്നെങ്കിൽ പിശാചിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇനി എത്ര വലിയ പൂജാരികൾ വന്നിരുന്നിട്ട് പൂജിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ പദ്ധതി നമ്മളെ ഓരോരുത്തരും ഓരോ വീടുകളിൽ എഴുന്നേൽപ്പിക്കും എന്നുള്ളതും, നമ്മളിലൂടെ ചില ദൈവപ്രവൃത്തി ദൈവം അത് ചെയ്യുമെന്നുള്ളത്. പക്ഷെ നമ്മൾ തിരിച്ചറിയാതെ ഇന്നും ഒരു പ്രശ്നം വരുമ്പോ കർത്താവേ അപ്പ എന്ത് ചെയ്യും പറഞ്ഞുകൊണ്ടിരുന്നോട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എഴുന്നേക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നമുക്ക് തരുന്ന വചനം നമ്മൾ വിശ്വാസത്തോടെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന്റെ വചനമായത്, ഈ വചനം അതിനെ ക്രിയ ചെയ്യും. ഇടിപ്പാനും പൊളിപ്പാനും നശിപ്പാനും പണിയുവാനുമായി ദൈവത്തിന്റെ വചനം, ഈ വചനം അത് ചെയ്യും, കഴിയും. നമ്മൾ യുദ്ധം ചെയ്യണം. ഇന്ന് യുദ്ധം ആർക്കാ? യഹോവയ്ക്കുള്ളതായി. അന്ന് യുദ്ധം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ ആത്മാവ് യുദ്ധം ചെയ്യുന്നവരാ. ഹാലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെ വിട്ട് ആത്മാവിന്റെ ഫലം പ്രാപിച്ച്, ഈ ഫലം പ്രാപിച്ച് നമ്മൾ വൃക്ഷങ്ങളായി നിന്നുകൊണ്ട് ഫലം കായ്ക്കുന്നവരായി തീരണം. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയും. അല്ലെ? പക്ഷെ നമ്മുടെ ജീവിതമാണ് ഹാലേലൂയ ആത്മാവിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുത്തുന്നത്. പിശാചിന് ഇരിക്കാൻ പറ്റാത്ത ജഡത്തിലുള്ളത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ, ഹാലേലൂയ. അങ്ങനെ നമ്മൾ പറയല്ലേ, ഇല്ല ഒന്നും ഉണ്ടായിരുന്നല്ലേ, പക്ഷെ ദൈവം നമ്മളെ പ്രാപ്തീകരിക്കും. ഹാലെ ഓരോ ദിവസവും നമ്മൾ ജഡത്തെ ജയിച്ചുകൊണ്ട്, ഹാലേലൂയ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട്, ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറോ ദൈവം നമ്മുടെ മുന്നിൽ അത്ഭുതങ്ങളെ കാണിക്കാൻ തുടങ്ങും. അപ്പൊ എനിക്ക് ചിന്തിക്കാൻ, നെഹമ്യാ ദിവസം അവർക്ക് അല്പന്മാരായി തോന്നിയത്, അവർക്ക് തന്നെ അവർ അല്പന്മാരായി തോന്നിയെന്ന്. ഹാലേലൂയ. ഇതിനകത്ത് യാഹോവ പറയുന്നത്, നിങ്ങളെ കുറിച്ചുള്ള പേടി ഞങ്ങൾക്ക് വന്നെന്ന്. നമ്മളെ കുറിച്ചുള്ള ഭയം നമ്മളെല്ലാം ചെയ്തിട്ടാണോ? ദൈവമക്കളെ, നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോ അല്ലെ മറ്റുള്ളവരെ നോക്കുമ്പോ അവരുടെ മുന്നിൽ എനിക്ക് പേടി അവരെ കാണുമ്പോ. കാരണം ഇവരൊരു കൂട്ടമുണ്ട്, ഇവരെ കാണുമ്പോ ഒരു സൈസ് ഉണ്ട്, പക്ഷെ നമ്മളെ കാണുമ്പോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയം വസിക്കും. എന്റെ വശത്ത് 1,000 പേരും എന്റെ വലതുവശത്ത് 1000 പേരും 10,000 പേരും വീണാലും എന്തുവാ, ഞാൻ നിർഭയം വസിക്കും. എന്റെ അടുത്ത് വരുന്നില്ല. ഹല്ലേലൂയ. എലീശ പറഞ്ഞ നമുക്കറിയാവുന്നതാ. ഇതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല കേട്ടോ, അതാ ഞാനങ്ങ് പറയാം, നിങ്ങളെ ബലപ്പെടുത്താനാ. ഹല്ലേലൂയ. എലീശ പറഞ്ഞ അവരോട് കൂടെ ഇരിക്കുന്നതിനേക്കാൾ വലിയ നമ്മോട് കൂടെ ഇരിപ്പുണ്ട്. ഇവന്റെ കണ്ണൊന്ന് നമുക്കറിയത്തില്ല. നമ്മൾ നോക്കുമ്പോ ക്ഷീണിച്ചിരിക്കുന്നവനും റാ പോലെ വളഞ്ഞിരിക്കുന്നവനും ഹാലേലൂയ. പക്ഷെ ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്തുവാ? മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിന്റെ ഉള്ളിലിരിക്കുക, നമ്മുടെ ഉള്ളിലിരിക്കുക. ഹാലേലൂയ. ദൈവമക്കളെ, ഇന്ന് 1 വർഷം കഴിഞ്ഞു. ഹാലേലൂയ. അമ്പലം പൂട്ടിയിട്ടിരിക്കുക. അതിനു മുമ്പ് അവര് യോഗം വെച്ചിട്ട് പറഞ്ഞു, ഈ അമ്പലത്തിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കണം, അല്ലെങ്കിൽ ദോഷമാണെന്ന്. അന്ന് പൂജ വെച്ചപ്പോ ശക്തി കയറായിരുന്ന വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, വിളക്ക് കത്തിയിട്ടില്ല. നമുക്ക് അതൊന്നും അല്ല പറയും, നമ്മളാരെയും ഇത് പറയുകയല്ല. ഹാല ദൈവമക്കളെ, ഇതിനകത്ത് ഈ ശക്തിക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പം ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ട ആർത്രൈറ്റിസിന്റെ രോഗമുണ്ട്. അച്ഛനും അമ്മയും മരിക്കുന്നത് ആ രോഗത്തിലാണ്. അമ്മയുടെ കൈയെല്ലാം ഇങ്ങനെ വളഞ്ഞിരിക്കും, ഇങ്ങനെ അമ്മയുടെ കൈ ഇരിക്കുന്നത്. അച്ഛന്റെ കാലിങ്ങനെ റാ പോലിരിക്കും. എന്റെ ഫോട്ടോ ഉണ്ട്, അച്ഛന്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ ദേവാസന അയച്ചു തരാം. ഹാലേലൂയ. ഇങ്ങനെയാണ്, ഈ ഒരു അവസ്ഥയിലാണ് അച്ഛൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഈ അസുഖമായിരുന്നു. ഹാലെ ദൈവമക്കളെ, നിങ്ങൾക്ക് അറിയാമോ, കഴിഞ്ഞ 2025 മെയ്യില് നാട്ടിൽ കടന്ന ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ തന്നെ എല്ലാ വർഷവും മെഡിസിൻ, ഈ ഒരു 16 വർഷമായിട്ട് എന്റെ ഹസ്ബൻഡ് കണ്ടിന്യൂസ് മെതോറെക്സാറ്റ്, പോളിട്രാക്സ്, അതുപോലെ HCQS രാവിലെയും വൈകിട്ടും 200 mg, പിന്നെ അതിന്റെ വൈറ്റമിൻ D3 സൈഡ് എഫക്റ്റ് ഉണ്ടായി. അങ്ങനെയല്ല, എന്റെ ഹസ്ബൻഡ് ഈ പല്ലുകളൊക്കെ എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട്. പല്ലുകൾ ഇത്രയും നാൾ മെഡിസിൻ കഴിച്ചത്. നിങ്ങൾക്ക് അറിയാമോ ദൈവമക്കളെ, കഴിഞ്ഞത് ഞങ്ങൾ പോകുന്നൊരു കൺവെൻഷൻ നടത്താനായിട്ട് ഒരു ദിവാസന കയറ്റത്തിൽ എന്ന് പറഞ്ഞ അതേ ഭവനത്തില് ഹാലേലി 3 ദിവസം കൺവെൻഷൻ. ഹാലേലിയ. ഹല്ലേലൂയ. അതിനു മുമ്പ് 3 ദിവസം ഉപവാസ പ്രാർത്ഥന 2-ാം ദിവസം ഞങ്ങൾ മുറ്റമൊക്കെ നമ്മൾ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2-ാം ദിവസം ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ഫ്രണ്ടൊക്കെ വൃത്തിയാക്കിയ സമയത്ത് ഈ വൃത്തിയാക്കിയ വേസ്റ്റ് കൊണ്ടൊന്ന് പുറകിലോട്ടിടാൻ ചെന്നപ്പം ഈ കൂവളം ചരിഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, രഞ്ജന കൂവളം എന്ന് പറഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്നല്ലോ. നോക്കിയപ്പോ ഉണങ്ങി നിൽക്കുക, മൊത്തം ഉണങ്ങി. ഞാൻ അതിന്റെ ഫോട്ടോ ഇട്ട് തരാം. ഹല്ലേലൂയ. എനിക്കറിയാം, നിങ്ങൾ ഈ വിശ്വാസി വന്നവർക്കെല്ലാം ഞാൻ പലപ്പോഴും പലതും വിശ്വസിക്കത്തില്ലായിരുന്നു കേട്ടോ. സാക്ഷ്യം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവര് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമല്ലേ? ഹല്ലേലൂയ. ദൈവവചനം എബ്രായർക്കെഴുതിയ 15-ാമത്തെ അധ്യായം ആദ്യം എഴുതിയിട്ടുണ്ട്, എന്താ ദൈവം എന്താ ഇതിനെ വിളിച്ചത്? ദൈവം ഭൂമിയെ സകലത്തെയും വചനത്താൽ ഉളവാക്കിയെന്ന്. സംഭവിക്കുന്ന കാര്യമാണോ? അതിനകത്ത് എഴുതുന്നത് ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറി ലോകം ദൈവത്തിൽ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നൊരു വ്യക്തിയോട് പറഞ്ഞാൽ അവരെന്തു പറയും? ലോകം ദൈവത്തിന്റെ
വചനത്താൽ നിർമ്മിക്കപ്പെട്ടത്. ഹാലേലൂയ. ആകാശവും ഭൂമിയും ഭൂതലവും ഭൂനിവാസികളും അല്ലെ പക്ഷികളും ജന്തുക്കളും എല്ലാം ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണെന്ന് ദൈവം പറയുക. വചനം പറയാ. വിശ്വാസികൾ പറയാം അത് അങ്ങനെയാ സംഭവം. അതാ. ഹാലേലൂയ. നമ്മളും അത് വിശ്വസിക്കണം. നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കപ്പെടും. ഇല്ലാത്തതിനെ സകലത്തെയും വിളിച്ചു ഉള്ളതിനെ പോലെ വിളിച്ചു വേർതിരിക്കുന്ന ദൈവം. ഹാലേലൂയ. അതുകൊണ്ട് നമ്മളെ ദൈവം പറയുന്നത് വിശ്വാസത്താലെ വിശ്വാസികളാണ്. വിശ്വാസത്താൽ പ്രാപിക്കുമെന്ന്. ഹാലേലൂയ. അവർ വിശ്വാസത്താൽ മരിച്ചവരെ ഉയർപ്പിച്ചു. ഹാലേലൂയ. അങ്ങനെ നമ്മൾ ഒത്തിരി നമ്മൾ വിശ്വാസികളെ നമ്മൾ വിശ്വാസത്താലാ പ്രാപിക്കുന്നത്. ഹാലേലൂയ. അങ്ങനെ ദൈവമക്കളെ ഹാലേലൂയ. ഇങ്ങനെ ഈ അമ്പലം ഇന്നും ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നു. ഹാലേലൂയ. അങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ മെയിൽ നാട്ടിൽ ചെല്ലുമ്പോൾ കൂവളം ചരിഞ്ഞ് നിൽക്കുക. ഞാൻ പറഞ്ഞു രഞ്ജിതേട്ടാ കൂവളം ചരിഞ്ഞ് നിൽക്കുന്നല്ലോ. ഹാലേലൂയ. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ മൂട് നോക്കിയപ്പോൾ എന്റെ ദൈവമക്കളെ ഹാലേലൂയ അത് മൊത്തം ചേതലടിച്ച് നിൽക്കുക. ഈ 100 വർഷം പഴക്കമുള്ള ഈ ചേതൽ അരിച്ചിങ്ങനെ നിൽക്കുന്നു. അവിടെ നിൽക്കുന്ന മറ്റു വൃക്ഷങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഹാലേലൂയ. ഞാൻ ഭയങ്കരമായിട്ട് അപ്പം പെട്ടെന്ന് എന്റെ അപ്പ ഉണ്ടായിരുന്നു. അപ്പ 2 ആഴ്ചക്ക് മുമ്പ് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് അപ്പൊ അതിനകത്തൊരു ഭക്ഷണം നിൽപ്പുണ്ട്. ഭക്ഷണപ്പൂ ഒക്കെ പറിക്കാൻ ആൾക്കാർ ഒന്നും ഈ ഇതിനൊരു അപ്പൊ അവിടുത്തെ അമ്പലത്തിലെ പൂജയ്ക്ക് മുഴുവൻ ഉപയോഗിക്കുന്ന ഈ കൂവളത്തിന്റെ ഇതാ. ഹാലേലൂയ. അപ്പം ഇവർ ഈ വസ്തു ഞങ്ങൾ ഇത് ഡിസ്പോസ് ചെയ്യുമ്പോൾ പറഞ്ഞ മൊത്തം ഈ കൂവളം നിൽപ്പുണ്ട്. കൂവളത്തെ തൊടല്ലേ. ഞാൻ കല്യാണം കഴിച്ച സമയത്തെ കൂവളത്തെ ഇവർ തൊടിയിക്കത്തില്ല. ഇരുമ്പ് തൊട്ട ആ വ്യക്തിക്ക് ശാപമാണെന്നാ പറഞ്ഞത്. ഇരുമ്പ് തൊടാൻ പറ്റത്തില്ല ഈ വൃക്ഷത്തേലെ. അങ്ങനെ നിൽക്കുന്ന ആ വൃക്ഷത്തെ ദൈവം ഒരൊറ്റ രാത്രി കൊണ്ട് എപ്പോഴാന്ന് എനിക്കറിയത്തില്ല. ദൈവമക്കളെ ആരാധിച്ച് ആ സമയം കൊണ്ട്. അപ്പൊ ഞാനൊരു ദിവസം കർത്താവ് ഇത് എങ്ങനെ സംഭവിക്കും? അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞെ യോനയുടെ ജീവിതത്തിലെ അനുഭവം നിനക്ക് അറിയത്തില്ലയോ? ഒരു മരത്തെ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കിയിട്ട് പറഞ്ഞു നീ തുരത്തിക്കോളാൻ പറഞ്ഞു. ഒറ്റ രാത്രി. അത് നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തം കിടക്കുമല്ലേ. അല്ലെ വചനത്തിന് വള്ളിക്കോ തുണിക്കോ മാറ്റമില്ല. സത്യവചനമാ സത്യവചന ഗ്രന്ഥം ബൈബിളാ. അതിനെഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെയാ. ഹാലേലൂയ. അങ്ങനെ ഒരു പുഴുവിന് ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെ സാധാരണ ഈ ഒരു വൃക്ഷത്തിന് ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ലേ? ഹാലേലൂയ. ദൈവമക്കളെ അതിലൂടെ ദൈവം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ആർത്രൈറ്റിസ് മാറിപ്പോയി. ജനുവരി ആയപ്പോൾ ഉപവാസം എടുത്തു. അതിന് മുമ്പേ അത് കഴിഞ്ഞ് വേദനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോടെ എപ്പോഴും ഞാൻ പ്രിയപ്പെട്ട കാണുമ്പോൾ ഞാൻ ദൈവത്തെ അറിയാതെ സ്തുതിക്കും. എനിക്കൊരു വേദന വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഖം ഞാൻ ഓർക്കത്തേ. നിന്നെ നടത്തിയതിനെ ഓർത്ത് ദൈവത്തെ അങ്ങ് സ്തുതിക്കാം. ഞാൻ അന്നേരം എന്റെ പ്രിയപ്പെട്ട മുഖം ഓർക്കുന്നേ. കാലിൽ പലപ്പോഴും ക്ഷീണിച്ചിങ്ങനെ ഇരിക്കും. വേദന വന്നിങ്ങനെ എണ്ണിക്കാൻ പറ്റും. സ്റ്റിഫായിട്ടിരിക്കുന്ന ബാത്റൂമിലൊക്കെ ചെല്ലുമ്പോൾ കാലെടുത്താ വെക്കുന്ന ടോയ്ലറ്റിലോട്ട്. രാവിലെ എണ്ണിക്കുമ്പോൾ കാലെടുത്ത് ഹോട്ട് വാട്ടർ ബാഗ് പിടിക്കാതെ എണ്ണിക്കാൻ പറ്റത്തില്ല. ഹാലേലൂയ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഹാലേലൂയ ദൈവം എന്റെ പ്രിയപ്പെട്ട പൂർണ്ണമായ ഒരു പൈശാചിക ശക്തി വന്ന ദൈവാസമാനം ഈ കുടിയിരിപ്പ് ശക്തി ഭൂമി വിട്ടു പോയെന്ന്. ഇത് വന്ന് കണ്ട അളിയന്മാരും ചേട്ടന്മാരും ഒക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഭൂമിയിൽ എന്തും ചെയ്യാമല്ലോ. കൂവളം ചരിഞ്ഞു. കഴിഞ്ഞ ദിവസം അയൽക്കൂട്ടത്തിലെ സഹോദരിമാർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചു പ്രിയെ ഞങ്ങൾ അവിടെ കുടുംബത്തിലെ സഹോദരിമാർ ക്ലീൻ ചെയ്തോട്ടെ വസ്തു എന്റെ സാക്ഷിയൊക്കെ കേട്ട് ക്ലീൻ ചെയ്യാട്ടെ. അവർക്ക് ഇങ്ങനെ വസ്തു ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അവര് തന്നെ ചെയ്തു തരും. അപ്പൊ ഞാൻ ചെയ്തു. അപ്പൊ ചേച്ചിമാർ പറഞ്ഞു പ്രിയ ഇതിനകത്ത് കുറെ വിറക് കിടക്കുന്നുണ്ട്. ഞാൻ എടുത്തോളാൻ പറഞ്ഞു. നമുക്ക് വേണ്ടാലോ ഈ കൂവളത്തിന്റെ മരം അതേ മക്കളെ അവരതല്ല അവരെടുത്തോളൂ തീ കത്തിച്ചു. നമുക്ക് ഇതിനകത്ത് ഒന്നും നമുക്ക് ദൈവം നമ്മുടെ കൈ തൊടിയിക്കത്തില്ല. കൈ വന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തന്നു കർത്താവ്. ഹാലേലൂയ. ദൈവം ഞാൻ പറഞ്ഞു എന്റെ കർത്താവ് എവിടെ ഉയർത്തണം? എന്റെ അപ്പന്റെ നാമം ഉയരണം. ഹാലേലൂയ. യോഗ്യതയില്ലാത്ത നമ്മളിലൂടെ ദൈവം അത് ചെയ്യുന്നത്. ഹാലേലൂയ. ഹാലേലൂയ. ഞാൻ ചിന്തിക്കായിരുന്നു ഇതിനെയൊക്കെ കാണുമ്പോ ചിലരെയൊക്കെ കാണുമ്പോ ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്? ഇവരിലൂടെ ആണ് ഇത് സംഭവിച്ചത്. ദൈവത്തിന് അതാ വേണ്ടുന്നത്. യോഗ്യതയില്ലാത്ത നമുക്കൊന്നും യോഗ്യത ഇല്ലല്ലോ, വിദ്യാഭ്യാസം ഇല്ലല്ലോ. കർത്താവ് ഞാനിത് എങ്ങനെയാ പറയുന്നത്? ഹാലേലൂയ. എന്നാൽ ദൈവം നമ്മുടെ വചനത്തിലൂടെ ദൈവം തരുന്ന വചനത്തിലൂടെ വലിയ ദൈവ പദ്ധതികളും ദൈവപ്രവൃത്തികളും കർത്താവ് ചെയ്യും. ദൈവമക്കളെ ഹാലേലൂയ. ഇന്ന് ദേശത്തിന്റെ മധ്യത്തിൽ ഒരു സാക്ഷിയാവാൻ ദൈവം സഹായിച്ചു. ഹാലേലൂയ. അതുകൊണ്ട് ഇപ്പം പ്രാഗൽഭ്യത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയാൻ പറ്റും. യേശുവിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. നിന്നെ ഞാൻ ദൈവം അവര് നോക്കുമ്പോ നമ്മുടെ മുന്നിൽ നമ്മളങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. ആ ദേശത്ത് നമ്മുടെ കുടുംബം അറിയാം, പ്രശ്നങ്ങൾ നടന്ന വീടാ. ഇതിന് നടുവിൽ ദൈവം നിർത്തിയിരിക്കുന്ന മേഖല അറിയാം. ഇന്നും ദൈവമക്കള് ഞങ്ങൾ ഇല്ലാത്തപ്പോ തന്നെ നമ്മുടെ ദൈവദാസനും കുടുംബമൊക്കെ അവിടെ ചെല്ലുന്നു. കഴിഞ്ഞ ദൈവദാസന്റെ മോന്റെ വിവാഹമായിരുന്നു. 2-3 കുടുംബം അവിടെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചു. അവരെല്ലാം ബെന്തിക്കോസുകാരാ. ആ ദേശത്ത് ദൈവം എന്ത് ചെയ്തു? ഒരു ഓപ്പണിംഗ് തന്നു. ഹാലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനാ. നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിർത്തുവാൻ ദൈവം ശക്തനാ. ഭ്രമിച്ചു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. സാഹചര്യത്തെ ദൈവം നമ്മളെ അനുകൂലമാക്കുന്ന ഒരു ദൈവമാ. പുറത്തു നിന്നൊരു കാണുമ്പോഴേക്കും തീയിലാ നിൽക്കുന്നത്, പ്രതികൂലമാണെന്ന് തോന്നും. പക്ഷെ നമ്മളെ അവിടെ തീയിലൊന്നുമല്ല. കർത്താവ് പറഞ്ഞാ ദൈവം നമ്മളെ ആശ്വസിപ്പിച്ച് നടത്തുന്ന ഒരു ദൈവമാ. ഹാലേലൂയ. തള്ളയാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാ. അന്നേരം പ്രസവിച്ച ആടാ. പക്ഷെ ഇടയൻ അങ്ങ് നടന്നു പോത്തുന്നില്ല. ഇടയൻ ആ തള്ളനാടിന്റെ കൂടെ മറ്റുള്ളവർ നോക്കുമ്പോ ഇപ്പം പറ്റത് പ്രസവിച്ചതാണല്ലോ, എങ്ങനെ നടക്കും, എങ്ങനെ പോകും? ഹാലേലൂയ. ഇതിന് പ്രാപ്തിയില്ലല്ലോ, ഇതിന് പറ്റുന്നില്ലല്ലോ. ഹാലേലൂയ. എന്നാൽ നമ്മൾ ക്രിസ്തുവിനെ ചാരി അങ്ങ് പോയാ മതി. അപ്പനെ ചാരി അങ്ങ് പോയാ മതി. ഹാലേലൂയ. ഹാലേലൂയ. അതേ മക്കളെ നമ്മൾ വാക്യവാചനത്തിലേക്ക് നമുക്ക് വരാം. ഹാലേലൂയ. ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് അവൻ ഇങ്ങനത്തെ എഴുതിയിരിക്കുന്നു. എളിയവരോട് സ്വതവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹാലേലൂയ. ഹൃദയം തകർന്നവർക്ക് മുറിവ് കെട്ടുവാൻ,
ബദ്ധന്മാരെ വിടുവിപ്പാൻ, ഹാലേലിയ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം, തടവുകാർക്ക് വിടുതൽ അറിയിപ്പാനും. അതിന് താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഹാലേലിയ. അതിനകത്ത് എഴുതിയിരിക്കുന്ന സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഒത്തിരി ഒത്തിരി പ്രായമുള്ള മാതാക്കളോടും പിതാക്കളുടെ മുന്നിലാണ് ഞാൻ ഈ തിരുവചനം പറയാൻ ദൈവം എന്നെ സഹായിച്ചു. അത് സിയോനിലെ ദുഃഖിതന്മാർക്ക്, ഹാലെ, ദുഃഖത്തിന് സിയോനോട് വിളിച്ചു പറയണം. ഹാലെ, സിയോൻ, നിന്റെ വായിൽ എന്റെ വചനത്തെ ഞാൻ തരും. നിന്റെ എന്റെ കൈയുടെ നിഴലിൽ ഞാൻ നിന്നെ ആക്കിയിരിക്കുക. നിന്നെ മൂർച്ചയുള്ള ഒരു അമ്പാക്കി. സിയോനിലിരിക്കുന്ന ദുഃഖിതന്മാർക്ക്. ആരെങ്കിലും ദുഃഖിച്ചിരിപ്പുണ്ടോ ദൈവമക്കളെ? ഹാലേലിയ, ദുഃഖിക്കരുത് കേട്ടോ. നമ്മുടെ ദൈവം വിശ്വസ്തനാ, വീരനാ. നമ്മുടെ ദൈവം യുദ്ധവീരനാ, മഹാവീരനെ പോലെ. ഹാലേലിയ, നമ്മുടെ കർത്താവിന്റെ കൈ വീര്യം പ്രവർത്തിക്കുന്ന കരവ നമ്മുടെ കർത്താവിന്റെ. നമ്മുടെ ദൈവം ചെറിയ അല്ല. ഹാലേലിയ, ഹാലേലിയ, ഹാലേലിയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഹാലേലിയ, എനിക്ക് നല്ലൊരു അവസരം എന്റെ സാക്ഷ്യം പറയാൻ എനിക്ക് നല്ലൊരു അവസരം അനുവദിച്ചു തന്ന പ്രിയ ദേവദാസൻ ദാസി, ഹാലേലിയ, ഐസക് പാസ്റ്റർ, ഹാലേലിയ, ഓർത്ത് നന്ദിയെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലിയ, ഞാൻ ചിന്തിക്കായിരുന്നു, ഹാലേലിയ, എപ്പോഴും ഞാൻ സഭകളിലൊക്കെ ചെല്ലുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ചിന്ത തരുന്നത്, ഇവരുടെ നടുവിലിരിക്കാനോ ആരാധിക്കാനോ ഒന്നും ഞങ്ങൾക്കൊരു ഇതില്ല. നമ്മൾ വന്നതെല്ലാം ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു രീതിയിലൊക്കെ വന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയോ അങ്ങനെ അമ്പലത്തിലെ വലിയ ഇതാന്നും പറഞ്ഞ് പൂജാരിയും അല്ലെങ്കിൽ അമ്പലത്തിലെ ഭക്തയാന്നൊക്കെ പറഞ്ഞ നടുവില് ഈ വിളിച്ച് വേർതിരിക്കപ്പെട്ട പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ കാണുമ്പോൾ, ഹാലേലിയ, ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ, ഹാലേലിയ, പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, എന്റെ സഹോദരങ്ങളുടെ നടുവിലൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു ദേവാസനോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, മോളെ, ഹാലെ, നിന്റെ ഭൂമിയിൽ നീ ക്രിസ്തു നിമിത്തം നിന്റെ സഹോദരങ്ങളോ വീടോ നിനക്ക് നഷ്ടപ്പെട്ടാൽ ഭൂമിയിൽ തന്നെ നിനക്ക് അതിന്റെ 100 മടങ്ങ് തരുമെന്ന്. ഞാൻ, ഹാലേലിയ, അതിന് അകത്ത് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ്, അതിനകത്തൊരു സിഗ്നേച്ചർ എനിക്ക് ചെയ്തു തരണം. ഹാലേലിയ, പലപ്പോഴും ദേവാസന്മാർ എന്നോട്, ഹാലേലിയ, എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് തരുമ്പോൾ ഞാൻ കർത്താവേ, അതിന്റെ താഴെ എന്റെ കർത്താവിന്റെ ഒരു സിഗ്നേച്ചർ ദൈവം ചെയ്യണം. ഹാലേലിയ, ഞാൻ കാത്തിരുന്നോളാം. യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കുന്നത്. എത്രത്തോളം കാത്തിരിക്കുന്നോ അത്രത്തോളം അതിന്റെ റിസൾട്ട് വലുതാ കേട്ടോ. ഹാലേലിയ, കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. ഹാലേലിയ, അതുകൊണ്ട് ദൈവമക്കളെ, അനേകർ വിളിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളെ കരുതുമ്പോഴും സ്നേഹിക്കുമ്പോഴും, ഹാലേലിയ, ദൈവത്തിന് പ്രോമിസാ ഇതെല്ലാം. ദൈവം തന്ന വാഗ്ദത്തങ്ങളാ, ഹാലേലിയ, പ്രയോജനങ്ങളായിരുന്നു ഇന്ന് കർത്താവ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ആ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ ദേശം, ഹാലേലിയ, ദൈവം പറഞ്ഞത്, ഹാലേലിയ, യോനെ ദൈവം നിനവയിലേക്ക് അയക്കുമ്പോൾ നിനവെ ദൈവം സ്നേഹിച്ചു. ദൈവം പറഞ്ഞൊരു കാര്യം, 1,20,000 അതുപോലെ ദൈവം സ്നേഹിക്കുന്ന ഒരു ദേശം അച്ചോനക്കര, അല്ലെ നമ്മളെ ആക്കിയിരിക്കുന്ന മേഖല എല്ലാം ദൈവം സ്നേഹിക്കുന്നതാ. ആയത് കർത്താവ് പറഞ്ഞ അവിടെ മാത്രമല്ല, രാജ്യങ്ങളിലെല്ലാം നമ്മൾ കടന്നു പോകും. അല്ലെ, കർത്താവിനെ ഉയർത്തും, അനേകരെ ചേർത്ത് വെക്കും, അനേകരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ വാഗ്ദത്തം ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ക്രിസ്തുവിന് പകരമാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അനേകരെ നിരപ്പിക്കുന്ന ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹാലേലിയ, അതുകൊണ്ട് അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ, ഹാലേലിയ, അവരുടെ മൂടുപടങ്ങളെ നീങ്ങി മാറണമെങ്കിൽ ദൈവവചനം ഹൃദയത്തിൽ പ്രകാശിക്കണം. വചനത്താൽ അല്ലാതെ ഒരു വ്യക്തിയെ നേടാൻ നമുക്ക് പറ്റത്തില്ല. അതിന് വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാ വരുന്നത്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. അപ്പൊ മൂടുപടം നീങ്ങി മാറണം. അല്ലെങ്കിൽ ഈ തിരശ്ശീല നമ്മൾ ദൈവവചനത്തിലൂടെ നീങ്ങി മാറും. ഹാലേലിയ, ക്രിസ്തുവിന്റെ മുഖം പ്രകാശിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, അല്ലെന്താ, ഇരുളിൽ നിന്ന് പ്രകാശം ഉണ്ടാകും. ദൈവവചനത്തിൽ ദൈവം വേഗത്തിൽ ആ വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ടൈം മുന്നോട്ട് പോയി. ഇതിൽ നിന്ന് പ്രകാശം ഉദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ഹാലേലിയ, അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ ആ വചനം ജസ്റ്റ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹാലേലിയ, 2 കൊരിന്ത്യർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, 2 കൊരിന്ത്യർ 4:6 എഴുതിയിരിക്കുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ വിളങ്ങിയിരിക്കുക, പ്രകാശിച്ചിരിക്കുക. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ് അല്ലെ, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്. നിങ്ങൾ ഈ വചനം ഒന്ന് ധ്യാനിക്കണം. ഇന്ന് നമുക്ക് സമയമില്ല, എനിക്കത് ഡ്യൂട്ടിയാ കേട്ടോ, മോർണിംഗ് ഡ്യൂട്ടിയാ. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇനിയും വേണം പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടേ. അപ്പം വിളങ്ങിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം ഒരു കാര്യങ്ങൾ അരുളി ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. നമ്മളെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ടാ. ഹാലേലൂയ. അങ്ങനെ ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ദൈവം ഉപയോഗിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, ആയിരിക്കുന്ന ദേശത്തിന്റെ മധ്യത്തില് വലിയ വെളിച്ചമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ഹാലലിയ. ഞാൻ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഹാലലിയ എനിക്കൊരു അവസരം തന്ന ഹാലലിയ ദേവദാസനെയും ദാസിയെയും ഞാൻ ഓർക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും, എനിക്കറിയാവുന്ന ഒത്തിരി മുഖങ്ങളുണ്ട് ഇതിനകത്ത്. എല്ലാവരോടും നന്ദിയ സ്നേഹത്തെ ഞാൻ ഒരു വാക്കിൽ അങ്ങ് അറിയിക്കുക. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് കേട്ട വചനം നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഒരു വചനം ദൈവം അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവൃത്തി തന്നെ ചെയ്യും. ദേശത്ത് നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് നമ്മൾ വിശ്വസ്തരായി നിന്നുകൊണ്ട് അനേകരെ നേടുവാൻ, ഇരുളിന്റെ ആധിപത്യത്തെ നീക്കി മാറ്റുവാൻ, വെളിച്ചം പ്രകാശിപ്പാൻ നിങ്ങളെ ഞാൻ ലോകത്ത് വെളിച്ചമാക്കി അയച്ചിരിക്കുന്നുവെന്ന ഹാലേലിയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവം ആയിരിക്കുന്ന മേഖല ദൈവം നിങ്ങളെ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ. ഈ ഒരു നല്ല അവസരം തന്ന ഹാലേലിയ ഈ ഒരു മിനിസ്ട്രിയോടുള്ള നന്ദിയ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ദാസിനെ ഒരുപാട് ബഹുമാനത്തോടെ ഞാൻ ഓർക്കുന്നു. എല്ലാവരും നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എളിയ സാക്ഷ്യത്തിന് ഇരുന്നുകൊള്ളുന്നു. ആമേൻ.